السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, പരിസര വീടുകളിൽ നിന്നൊക്കെയായി ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നന്മകളെ സ്നേഹിക്കുന്ന നാട്ടുകാരെ, റഹ്മാനായ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരം ദീനി സേവന വഴികളിൽ നമ്മളെല്ലാവരും ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ ഒരു അമലായി റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇത്തരം വേദികളിൽ ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനും റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള മഹാഭാഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കുടുംബസമേതം അനുഗ്രഹിക്കുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ അടുത്ത ഞായറാഴ്ച നടക്കാൻ ഉള്ള ഫാമിലി കോൺഫറൻസ്, അതിൻ്റെ പ്രചാരണാർത്ഥമാണ് ഇങ്ങനെ ഒരു അയൽക്കൂട്ടം പ്രോഗ്രാം. ഈ ചുറ്റുഭാഗത്തുള്ള അയൽവാസികളായ ആളുകളൊക്കെ കുടുംബസമേതമൊന്ന് ഒരുമിച്ച് കൂടി ഒരല്പസമയം അല്ലാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഈമാൻ വർദ്ധിപ്പിച്ച് സ്വർഗത്തിലേക്കെത്താനുള്ളൊരു വഴി, കുടുംബസമേതം സ്വർഗത്തിലേക്കെത്താനുള്ളൊരു വഴി എളുപ്പമാക്കാനുള്ള ഒരു മാർഗം എന്ന നിലക്കാണ് നാം ഇവിടെ ഇങ്ങനെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു തആല കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തായിരുന്നാലും ഈ ലോക ജീവിതം നശ്വരമാണ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. എത്ര സുഖസൗകര്യങ്ങൾ ഉള്ളവനും ഇല്ലാത്തവരുമൊക്കെ തൻ്റെ ആയുസ് അവസാനിക്കുമ്പോൾ ആ നിമിഷത്തോടു കൂടി ഇവിടുന്ന് അവൻ തിരിച്ച് പോകേണ്ടവനാണ്. എല്ലാം ഉണ്ടെന്ന് കരുതുന്നവരും വലിയ വലിയ വീടുകളും വലിയ വാഹനങ്ങളും ഇഷ്ടംപോലെ സാമ്പത്തിക സ്രോതസ്സുകളും അധികാരവും സ്ഥാനമാനവും എല്ലാം ഉള്ളവരാണെങ്കിലും
ഇനി അതല്ല, ഒന്നുമില്ലാത്ത വളരെ പട്ടിണിപ്പാവങ്ങളായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരാണെങ്കിലും തന്നെ അവർക്ക് നിശ്ചയിക്കപ്പെട്ടൊരു ആയുസ് അവസാനിക്കുമ്പോൾ എവിടെയാണോ അവരുള്ളത് അവിടെ വെച്ചവർ മരണപ്പെടുന്നു. അവനവൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ട് നാട്ടിൽ നിന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് സാധിക്കണമെന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും പോയിട്ടില്ലാത്ത പ്രദേശങ്ങളിലേക്ക് ആദ്യമായി യാത്ര ചെയ്തു പോയി ആ നാട്ടിലെത്തി മരണപ്പെടുന്ന ആളുകളെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളൊക്കെ പറയും, മരിക്കാനായിട്ട് പോയ പോലെയുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ അയാൾ ആ നാട്ടിലേക്ക് പോയിട്ടെന്നല്ല, എന്തോ ഒരു ആവശ്യമുണ്ടായി പോയി, അവിടെ ചെന്ന് അയാൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ മരിക്കാൻ വേണ്ടി ചെന്നതുപോലെ എന്ന് പലപ്പോഴും ചില മരണങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ രോഗം വന്ന് നാട്ടിലെ ചികിത്സകളൊന്നും പര്യാപ്തമല്ലതായി മാറുമ്പോൾ മറ്റേതെങ്കിലുമൊക്കെ യൂറോപ്യൻ നാടുകളിലേക്കൊക്കെ പോകുന്ന മനുഷ്യന്മാരുണ്ട്. അവിടുന്ന് അവർ ചികിത്സയ്ക്ക് വിധേയമായി അവിടുന്ന് മരണപ്പെട്ട് പിന്നീട് ആ മയ്യത്തായിരിക്കും പക്ഷെ തിരിച്ചിങ്ങോട്ട് വരിക. അപ്പോൾ ആ നാട്ടിൽ വെച്ച് മരിക്കണമെന്നാണ് അവരുടെ കാര്യത്തിലുള്ള തീരുമാനം. ആ തീരുമാനം നടപ്പാകണമെങ്കിൽ ഇവിടെ നിന്നും കിട്ടാത്ത ചികിത്സ അവിടെ കിട്ടുമെന്ന് കേട്ടു, അപ്പോഴേ ആളങ്ങോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ആ വയസ്സാം കാലത്ത് ആ രോഗമുള്ള സമയത്ത് അങ്ങനെ യാത്രയ്ക്ക് അതെന്ന സാധാരണഗതിയിൽ ഒരാൾ പ്ലാൻ ചെയ്യൂല. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരും പറഞ്ഞ് അയാൾ യാത്ര ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അയാൾ റൂഹിനെ പിടിക്കാൻ അള്ളാഹു നിശ്ചയിച്ചത് ആ നാട്ടിൽ വെച്ചാണ്. അവിടേക്ക് അയാൾ എത്തിക്കുക എന്നുള്ളതാണ് അതിനെ പിന്നിൽ പടച്ച റബ്ബ് നിശ്ചയിച്ചൊരു രീതി. ഇതൊരു യാഥാർത്ഥ്യമാണ്. നേരം വിളിക്കുന്നു, വൈകുന്നേരമാകുന്നു, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ കടന്നു പോകുന്നു. നമ്മുടെ വയസ്സുകളെ കൂടി വരുന്നു. ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പുതിയ പുതിയ സൃഷ്ടിപ്പുകൾ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ നമ്മൾ ജീവിതം അവസാനിച്ച് യാത്രയാവുകയും ചെയ്യുന്നു. ഇങ്ങനെ തുച്ഛമായ കൊല്ലങ്ങൾ ഏറി വന്നാൽ ഒരു 60, 70, 80, 90 ജീവിച്ചാൽ ജീവിക്കുന്നു പറയാന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ ആ വീട്ടിൻ്റെ കോലായിൽ അങ്ങനെ വന്നിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏറി വന്നാൽ മക്കളെ കൂടെ ഒരു വണ്ടിയിൽ അവരൊക്കെ പടം പിടിച്ച് കയറ്റി എവിടേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊണ്ടുവരും എന്നതിനപ്പുറത്ത് കാര്യമായി സജീവമായി ഒന്നും ചെയ്യാൻ പോലും കഴിയാത്തൊരു ഘട്ടമാണല്ലോ ഏതാണ്ടൊരു 70 കഴിഞ്ഞാൽ പിന്നെ ഉള്ള ശരാശരി ആളുകളൊക്കെ ഒരു രീതി. ഒരു 10-40 കൊല്ലമാണ് മനുഷ്യൻ മര്യാദക്ക് ജീവിക്കുന്നത്. ഒരു 15 വയസ്സ് വരെ അവൻ്റെ കുട്ടിക്കാലമായി. അന്ന് പ്രത്യേകിച്ച് വേറെ ഉത്തരവാദിത്തങ്ങളോ അങ്ങനത്തെ കാഴ്ചപ്പാടുകളോ ഒന്നുമില്ലാതെ അവൻ്റെ പഠനവും കളിയുമൊക്കെയായി അതങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഒരു പ്രായപൂർത്തിയും പക്വതയൊക്കെ ആയി അവിടുന്ന് അങ്ങോട്ടാണ് ജീവിതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ മെല്ലെ മെല്ലെ അവർ ഉണ്ടായി തുടങ്ങി. കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, മക്കളായി, വീടായി. അങ്ങനെ ഒരു 10, 50, 60, 70 വയസ്സ് വരെയുള്ള ഒരു 40, 50 കൊല്ലം അതാണ് മനുഷ്യൻ മര്യാദക്ക് മറ്റ് കാര്യമായ അസുഖമൊന്നും ഇല്ലെങ്കിൽ, കാര്യമായ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന, ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം എന്നത് ഒരു 10, 50 കൊല്ലമാണ് യഥാർത്ഥത്തിൽ. അതിനപ്പുറത്തേക്ക് കിട്ടിയാലും അതൊക്കെ ആയുസ്സുണ്ട്, തിരക്കടില്ല. നമുക്ക് മക്കളെയും പേരക്കുട്ടികളെയും കണ്ടൊക്കെ അങ്ങനെ ഒരു സന്തോഷത്തിൽ പോകാം എന്നതിനപ്പുറത്ത് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടും എല്ലാവരുടെയും ഒരു ഒത്താശയും എല്ലാവരുടെയും ഒരു താങ്ങും തണലുമൊക്കെ കിട്ടിക്കൊണ്ട് മാത്രമാണ് പിന്നെ അങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മൻ നുഅമ്മിർഹു നുനക്കിസു ഫിൽ ഖൽഖ്. സൂറത്ത് യാസീൻ അല്ലാഹു തആല പറഞ്ഞത് വമൻ നുഅമ്മിർഹു നുനക്കിസു ഫിൽ ഖൽഖ് എന്നാണ്. വല്ലവനും ദീർഘായുസ് നാം നൽകുന്നുവെങ്കിൽ അവൻ്റെ സൃഷ്ടിപ്പ് നാം തിരിച്ചു കൊണ്ടുവരും. നെക്കസ എന്ന് പറഞ്ഞാൽ തലകുത്തനാക്കുക, നേരവാക്കർത്ഥം. അപ്പോൾ കയറി വന്ന ജീവിത വഴികൾ അതേപോലെ തിരിച്ചറിയിക്കൊണ്ടാണ് മനുഷ്യൻ ദുന്യാവെന്ന് മടങ്ങിപ്പോവുകയുള്ളത്. ദുന്യാവിലേക്ക് ജനിച്ചു വന്ന ആദ്യ നാളുകൾ മലർന്നു കിടക്കാൻ മാത്രമാണ് ഒരു മനുഷ്യന് സാധിക്കുക. അതൊന്ന് കമഴ്ത്തിട്ടാൽ പോലും ആ കുട്ടി ജീവൻ പോകും. പിന്നെ അങ്ങനെ ഒരു 3 മാസം 4 മാസങ്ങൾ കഴിയുമ്പോഴാണ് മെല്ലെ മെല്ലെ ആ കുട്ടികളുടെ ഒന്ന് കമഴ്ന്ന് പിടിക്കുന്നത്. അന്ന് അത്രയേ ഉള്ളൂ, പിന്നെ വേറൊന്നുമില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ മെല്ലെ മെല്ലെ മുട്ടുകുത്തി എണീക്കാനുള്ള ശ്രമങ്ങളായി. അങ്ങനെ 8 മാസം 10 മാസമൊക്കെ ആകുമ്പോഴേക്കാണ് പിടിച്ച് എഴുന്നേറ്റ് നിന്ന്
ഓരോ അടി ഇങ്ങനെ വെച്ച് വെച്ച് ഒക്കെ നടന്നങ്ങനാണ്ട് പഠിക്കൽ. പിന്നെ അങ്ങനാണ്ട് ഓട്ടം തുടങ്ങി. എന്നാലും അന്നൊക്കെ നടക്കുന്നതിനിടയിൽ ഇടക്കിടക്ക് അവിടെയും ഇവിടെയും തട്ടിമുട്ടി വീഴുകയും ചെയ്യും. പിന്നെ ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഓടിച്ചാടി എവിടെയും പാടത്തും പറമ്പിലും എവിടെയും പോകാൻ പറ്റിയ കുളത്തിൽ ആകുമ്പോഴാണ് സ്കൂളും മദ്രസയൊക്കെ ചേർത്തി കുട്ടികളെ സ്കൂളൊക്കെ പോയി. എന്നാലും സാധാരണ സ്കൂളിട്ട് വരുന്ന സമയത്ത് കുട്ടിനെ കണ്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വൈകുമ്പോഴേക്കും ബേജാറ്, എന്താ ഇപ്പോൾ കുട്ടിനെ കാണാനല്ലോ, അത് അങ്ങോട്ട് വിളിച്ചു നോക്ക്, ആ വീട്ടിലെ കുട്ടി വന്നേക്കണോ, ആ ബസ് വന്നേക്കണോ, അപ്പുറത്തെ കുട്ടി വന്നേക്കണോ എന്നൊക്കെ അന്വേഷിച്ചാൽ അപ്പോഴേക്കും ബേജാറാവും എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ് പോകുന്നപ്പോൾ നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞ് നല്ലൊരു പക്വതയും പാകതയും ആരോഗ്യമൊക്കെയുള്ള സമയമായപ്പോൾ പിന്നെ ആരും അങ്ങനെ നമ്മളെ പിന്നാലെ ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ ഇന്നത്തെ വരുള്ളൂ എന്ന് പറഞ്ഞ് പോന്നാൽ കഴിഞ്ഞു, പ്രശ്നമൊന്നുമില്ല. ഞാനത് വൈകി വിളിച്ചു വന്നാൽ മതി, ഞാൻ കുറച്ച് വൈകിട്ടൊന്നും എത്തൂല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, 4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാലും വേറെ ബേജാറൊന്നും ഉണ്ടാവില്ല. ഇനിങ്ങനെ കുറച്ചാൾ കഴിഞ്ഞ് ആരോഗ്യങ്ങളെ ക്ഷയിച്ച് വരും. അപ്പം നമ്മൾ തിരിച്ചിറങ്ങും ഈ സ്റ്റെപ്പുകളൊക്കെ. പിന്നെ ഒരു 10-70 വയസ്സ് 75 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ വേണ്ട നേരത്തെ വീട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ അപ്പോഴേക്ക് പരിക്കാക്കി ചെറിയ ബേജാറ്. മക്കളോട് ഒന്ന് വിളിച്ചോക്കെ പല കാണാമല്ലോ, ഇപ്പം വരുന്ന സമയം കഴിഞ്ഞല്ലോ, എന്തായിരുന്നു വിളിച്ചോക്കി എന്ന് പറഞ്ഞ് ഒരു പിന്നാലെ ഫോളോ ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് നമ്മൾ തിരിച്ചു പോകും. അതങ്ങനെ പോയി 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 പിന്നെ നമ്മുടെ ഈ ഒരു വൃത്തം അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുമില്ല. പിന്നെ എല്ലായിടത്തും തന്നെ പോകാൻ കഴിയില്ല. വണ്ടി ഡ്രൈവ് ചെയ്യാൻ പിന്നെ മക്കൾ സമ്മതിക്കൂല. നമ്മൾ ധൈര്യം ഉണ്ടെങ്കിൽ മക്കൾ വേണ്ട, അപ്പം നിങ്ങൾ എടുക്കണ്ട, നമ്മൾ ഓടിച്ചോളാം, നിങ്ങൾ അവിടെ കയറിയിരുന്നാൽ മതി എന്ന് പറയും. പിന്നെ നമ്മൾ പോകുന്ന വൃത്തം കുറയാണ്. പിന്നെ പള്ളിയിലൊക്കെ പോകും, നമ്മളെ അങ്ങാടിക്കൊക്കെ പോകും. അതിനപ്പുറത്തേക്ക് ഒരു കോഴിക്കോട്ടുകാണ്ട് പോകണമെങ്കിൽ വരെ പേരക്കുട്ടാളെയും കൂടെ വേണ്ടി വരും. അല്ല ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ല, ഒറ്റയ്ക്ക് വിടാൻ പെരക്കാക്കും ധൈര്യമില്ല, നമുക്ക് തന്നെ പോകാനും അത്ര ധൈര്യമില്ല എന്ന അവസ്ഥയ്ക്ക് എത്തും. പിന്നെ അങ്ങനെ കയറി കയറി പിന്നെ പള്ളിയിൽ പോക്ക് നിൽക്കും, ജുമാഴക്ക് മാത്രം പോകും, ബാക്കിയൊന്നുമില്ല. പിന്നെ അതും നിൽക്കും, വീട്ടിലും ആ മുറ്റത്തും ആ പറമ്പിലൊക്കെ ഇങ്ങനെ ഒന്ന് പകലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കും. അതന്നെ കൂടെ ആരെങ്കിലുമൊക്കെ വേണം. അത് കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങി, പിന്നെ നമ്മൾ ബെഡ്റൂമിലേക്ക് ഒതുങ്ങി, പിന്നെ ബെഡിലേക്ക് ഒതുങ്ങി, അവസാനം മലന്ന് കിടക്കുന്ന കിടപ്പിലേക്ക് എത്തും. നമ്മൾ ആ ബെഡിലാക്കിടത്ത് മലന്ന് കിടക്കും. വേറെ തിരിഞ്ഞും പറഞ്ഞും കിടക്കാൻ പോലും കഴിയില്ല. ഭക്ഷണം അവിടെ നിന്ന് തന്നെ, മലമൂത്ര വിസർജനം അവിടെ നിന്ന് തന്നെ. അവസാനം കൂടെയുള്ള മനുഷ്യന്മാരെ പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് മാറും. സ്വന്തം ഭാര്യയെപ്പോലും അറിയാത്ത, മക്കളെപ്പോലും അറിയാത്ത, മക്കൾ പോലും അടുത്ത് നിൽക്കുമ്പോൾ ആരാണ്, എന്താ എൻ്റെ പേര് എന്ന് അങ്ങനെ മക്കളോട് പോലും ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചന്നീന്ന് പറയും. ആ ലെവലിലേക്ക് മനുഷ്യനെത്തും. ഇതാണ് വമൻ നുഅമ്മിർഹു നുനക്കിസു ഫിൽ ഖൽഖ്. വല്ലവർക്കും നാം ദീർഘായുസ് നൽകിയാൽ അവൻ്റെ സൃഷ്ടിപ്പ് നാം തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞത്. എന്നിട്ടാണ് ദുന്യാവെന്ന് മനുഷ്യൻ മടങ്ങിപ്പോവുക. ഈ 2 അവസ്ഥക്കിടയിൽ കയറി വന്ന ആദ്യ സ്റ്റെപ്പുകളും ഇറങ്ങിപ്പോകുന്ന അവസാനത്തെ സ്റ്റെപ്പുകളും ആ 2നും ഇടയിലുള്ള കുറഞ്ഞ കാലം, ഒരു 40, 50, 60 കൊല്ലം, അതാണ് മനുഷ്യൻ മര്യാദക്ക് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം എന്നുള്ളത്. ഈ ഒരു തുച്ഛമായ 10 പതിറ്റാണ്ടുകൾ അത് തന്നെ രോഗങ്ങളോ പ്രയാസങ്ങളൊക്കെ വന്നാൽ അത് കഴിയും ചെയ്തു. ഒരു കാര്യമായ അസുഖം വന്നാൽ പിന്നെ ഇല്ല, ഷുഗർ വന്നാൽ കുറേ സംഗതി അവിടെ ലിമിറ്റഡായി. അതേപോലെ ഓരോ അസുഖം വരുമ്പോൾ ഓരോ ഭക്ഷണം പറ്റാതായി, മധുരം പറ്റൂല, ഉപ്പ് പറ്റൂല, വെളിച്ചെണ്ണ പറ്റൂല, എരിവ് പറ്റൂല, അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പറ്റാതായി അവിടെ കുറേ ലിമിറ്റുകൾ ജീവിതത്തിൽ വരികയും ചെയ്യും. അപ്പം എന്തിനാണ് പിന്നെ ഈ കുറഞ്ഞ കാലത്തിനടുക്ക് ജീവിക്കാൻ മാത്രം ഇത്ര ബുദ്ധിയും ഇത്ര വിവേകവും ഇത്ര സൗകര്യങ്ങളുമൊക്കെ രൂപത്തിൽ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇവിടെ ജീവിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇപ്പം ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ആരാണ് അഹ്സനു അമൽ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു തആല ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് അടിസ്ഥാനം. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഈ ദുനിയാവിലേക്ക് വന്നത് പണമുണ്ടാക്കാനല്ല, ഈ ദുനിയാവിലേക്ക് വന്നത് സമ്പാദിക്കാനല്ല, ഈ ദുനിയാവിലേക്ക് വന്നത് ഒരു വലിയ വീടുണ്ടാക്കാനല്ല. പക്ഷെ പലപ്പോഴും ഇന്ന് ആളുകളുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്താണ് ചോദിച്ചാൽ ആകെ ഇങ്ങനത്തെ 2, 3, 4 നേട്ടങ്ങളാണ് ഒരു മനുഷ്യനാകെ പറയാനുള്ളത്. ഒരു 50, 60 വയസ്സായ മനുഷ്യൻ എന്തേപ്പം കിട്ടി ദുനിയാവിൽ വന്നിട്ട് എന്ന് ചോദിച്ചാൽ, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി, ഒരു പൊരയുണ്ടാക്കി, 2 കുട്ടികളെയും കെട്ടിച്ചു, ബാക്കിയൊന്നുമില്ല എന്ന് പറയും.
ഇതിനു മാത്രമല്ല ജീവിതം. ഇത് വേണം, ഇതൊന്നും വേണ്ടെന്നല്ല. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ നടക്കണം. പക്ഷേ ഇതല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു ദിവസം ജീവിച്ചാലും ആ ഒരു ദിവസം കൊണ്ട് നേടാൻ കഴിയേണ്ടത് പാരത്രികമായ വിജയമാണ്. ഒറ്റ ദിവസമേ മര്യാദയ്ക്ക് ജീവിതം കിട്ടിയുള്ളൂ, അത് മതി. ആ ഒരു ദിവസം കൊണ്ട് സ്വർഗം നേടാൻ പറ്റും. 100 കൊല്ലം വരെ ജീവിച്ചാലും ഒരു പക്ഷേ ആ സ്വർഗം നേടാൻ സാധിക്കണമെന്നുമില്ല. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലങ്ങൾ ജീവിക്കുക എന്നതല്ല ദീർഘായുസ്. ആൾക്ക് അങ്ങനെ താനുള്ളത് അല്ല ദീർഘായുസ് കേട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അപ്പം ദീർഘായുസ്സനായി കുറേ കൊല്ലങ്ങൾ ഇങ്ങനെ അവിടെ ജീവിച്ചു പോവുക എന്നുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് ആയുസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റീവായ ആയുസ്സാണ് യഥാർത്ഥ ആയുസ്. അല്ലാത്ത ആയുസ് എന്താ കാര്യം? പ്രൊഡക്റ്റീവായ ആയുസ്, ഉൽപാദനക്ഷമമായ ആയുസ്, അഥവാ ഒരു ദിവസം ഏറെ ജീവിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി കുറച്ചുകൂടെ അടുത്ത് കിട്ടി, നരകത്തിൽ നിന്ന് കുറച്ചുകൂടെ അകന്ന് കിട്ടി എങ്കിൽ അതാണ് ആയുസ്. നബി ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടല്ലോ, വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. അല്ലാഹുവേ, ജീവിതമെന്നത് എല്ലാ ഖൈറിനുമുള്ള വർദ്ധനവാക്കി തരണേ എന്നാണ്. വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ, എനിക്ക് ജീവിതമെന്നത് എല്ലാ ഖൈറിലുമുള്ള വർദ്ധനവാക്കണേ അല്ലാഹ്. അഥവാ ഒരു ദിവസം ഏറെ ജീവിച്ചാൽ കുറച്ച് ഖൈർ അധികം ചെയ്യാൻ കഴിയണം, എങ്കിലാണ് ആ ജീവിതം കൊണ്ട് കാര്യമുള്ളത്. അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇന്നലെ മരിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, ഇന്ന് പത്രം വായിച്ച ആളുകൾക്കറിയാം, ഒരു ചരമകോളം എല്ലാ ദിവസവും ഉണ്ട്. ചരമകോളം ഇല്ലാത്ത ദിവസം പേപ്പർ ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ദിവസം പത്രം വരുമ്പോൾ ഇന്നലെ ആരും മരിച്ചിട്ടില്ല, ഇവിടുന്ന് ചരമകോളം ഇല്ല എന്ന് നമ്മൾ കാണൂല. എല്ലാ ദിവസവും ഉണ്ട് ചരമകോളം. മരിച്ച ഒരു 10, 50, 100, 200 മനുഷ്യന്മാർ ഡീറ്റെയിൽസ് ഇല്ലാത്തൊരു ദിവസം പോലും പത്രത്തിലില്ല. എങ്കിൽ ഇന്നലെ മരിച്ച മനുഷ്യന്മാരുണ്ട്, നമ്മൾ ഇന്നും കൂടി ജീവിച്ചു. ഇന്നലെ പോയവർക്ക് നേടാൻ കഴിയാത്ത എന്താണ് ഇന്നത്തെ ഒരു പകല് കൊണ്ട് നമുക്ക് നേടാൻ പറ്റിയത്? ഒന്നും നേടിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ ആയുസ് നമുക്ക് ആയുസ്സായി കൂട്ടാൻ പറ്റില്ല. ഇന്നൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്നത്തെ ആയുസ് നമുക്ക് കാര്യമില്ല, ഉപകാരപ്പെട്ടിട്ടില്ല. അൽ ഉംറുൽ ഇൻതാജി എന്നാണ് പണ്ഡിതന്മാർ പ്രയോഗിക്കുക. ഇൻതാജിയായ പ്രൊഡക്റ്റീവായ ആയുസ്, നന്മകൾ ചെയ്യാൻ പറ്റിയ ആയുസ്, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റിയ ആയുസ്, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാൻ പറ്റിയ ആയുസ്, അതാണ് വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ. അങ്ങനെ ഓരോ ദിവസത്തെയും മാറ്റുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. എന്നാൽ കുറേ കാലം ജീവിച്ചോളുന്നില്ല, ജീവിച്ചാലോ അൽഹംദുലില്ലാ, നല്ല കാര്യം. ആരാണ് ഏറ്റവും ഖൈറായവൻ ചോദിക്കുമ്പോൾ മൻ ഹസുന അമലുഹു വതല ഉംറുഹു എന്നാണല്ലോ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. ആയുസ് ഏറെ കിട്ടി, അമൽ നന്നാവുകയും ചെയ്തു, ഓനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. നല്ല അമലും ചെയ്തു, അതോടുകൂടി കുറേ കാലം ജീവിക്കാനും കഴിഞ്ഞു, എന്നാൽ അൽഹംദുലില്ലാ അത് ലാഭമാണ്. ഇനി കൊല്ലങ്ങൾ കുറച്ച് കുറഞ്ഞാലും ചിലപ്പോൾ 40 വയസ്സുകൊണ്ട് മറ്റോ 100 വയസ്സിൽ ജീവിച്ചതിനേക്കാളേറെ ചെയ്യാൻ പറ്റും. ഒരുത്തൻ 100-ാം വയസ്സിൽ മരിച്ചു, മറ്റൊന്ന് 40-ാം വയസ്സിൽ മരിച്ചു. ചിലപ്പോൾ 100-ാം വയസ്സിൽ മരിച്ച ആളേക്കാളേറെ മഹത്വം, അതിലേറെ പുണ്യം നേടാൻ 40-ാം വയസ്സിൽ മരിച്ചവന് പറ്റും. അതാണ് യഥാർത്ഥ ആയുസ്. ഇമാം ബുഖാരി 62-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 80-90 വയസ്സൊന്നും ഇമാം ബുഖാരി കിട്ടിയിട്ടില്ല. 62-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. പക്ഷെ ആ 62 കൊല്ലം കൊണ്ട് ഇമാം ബുഖാരി സമ്പാദിച്ചു കൂട്ടി എത്രയാണ്? റബ്ബ് സ്വീകരിച്ചാൽ അത് മതിയാകുമല്ലോ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ. ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ ഇമാം ബുഖാരിയുടെ പേര് പറഞ്ഞു, നമ്മൾക്ക് റഹിമഹുല്ലാ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ രണ്ടായത് ഇമാം ഷാഫി റഹിമഹുല്ലാ 54-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഇമാം നവവി റഹിമഹുല്ലാ 45-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഹാഫിദുൽ ഹക്കമി 37-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 37-ാമത്തെ വയസ്സിൽ ഹാഫിദുൽ ഹക്കമി മരിക്കുമ്പോൾ 100-ലേറെ കിതാബ് അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ്. 1-ാമത്തെ കിതാബ് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 19 വയസ്സാണ്. പിന്നീടുള്ള 18 കൊല്ലം കൊണ്ട് 100-ലേറെ കിതാബ് എഴുതി. 37-ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം എഴുതിയ അഖീദ ഗ്രന്ഥങ്ങൾ, ഉസൂലി ഗ്രന്ഥങ്ങൾ, അതേപോലെ വ്യത്യസ്തമായ വിജ്ഞാന മേഖല ഗ്രന്ഥങ്ങൾ,
ലോകവ്യാപകമായി ഇന്നും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മആരിജുൽ ഖബൂൽ പോലെ, സുല്ലമുൽ വുസൂൽ പോലെയൊക്കെയുള്ള വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അപ്പം അവരൊക്കെ കുറേ വർഷങ്ങൾ ജീവിച്ചിട്ടില്ല, പക്ഷെ കിട്ടിയ വർഷങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തി. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം എഴുതിയ മുഴുവൻ കിതാബും കിട്ടിയാൽ അത് ഉപയോഗിച്ച് നൈൽ നദിക്ക് പാലം കെട്ടാൻ പറ്റുന്നതാണ്. മുഴുവൻ കിട്ടിയിട്ടില്ല. കിതാബൊക്കെ ശത്രുക്കളെന്ന് നശിപ്പിച്ച് കളഞ്ഞു പഴുതു, തീ കൊടുത്ത് കളഞ്ഞു പഴുതു, കളഞ്ഞു കൊണ്ടുപോയി തള്ളി. അദ്ദേഹം എഴുതിയത് മുഴുവൻ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് നൈൽ നദിക്ക് പാലം കെട്ടാമെന്ന്. അത്രയേറെ കിതാബ് എഴുതിയ ഒരു മഹാമനുഷ്യൻ. എത്രയെത്ര സേവനങ്ങളാണ് അങ്ങനെ പലരും ചെയ്തു വെച്ച് പോയത്. അപ്പം ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുക, അതാണ് പ്രധാനം. എത്ര കാലം കിട്ടുന്നതല്ല. കുറേ കാലം ജീവിച്ചിട്ടും സ്വർഗത്ത് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് കാര്യമില്ല. അത് കിട്ടുന്നത് ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്തുക. നബിതങ്ങളോട് ഒരാൾ ചോദിക്കുന്നുണ്ടല്ലോ, നബിയെ യുദ്ധത്തിലേക്ക് അങ്ങ് ഷഹീദാകാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴാണ് ചോദിക്കുന്നത്, ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായാൽ എനിക്കെന്താ കിട്ടുക? സ്വർഗം കിട്ടുന്നതാണ്. തിന്നുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം വലിച്ചെന്നിട്ടാണ് കൂടാണ്ട് പോയത്. എന്നാൽ പിന്നെ സ്വർഗത്ത് പോകാൻ എനിക്കിത് തടസ്സമാവേണ്ടതില്ല. അതാണ് കാഴ്ചപ്പാട്. അപ്പം ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം, കുടുംബത്തിനുണ്ടാവണം. അടിസ്ഥാന ലക്ഷ്യം ഈ ലോകത്തുള്ള സൗകര്യങ്ങളോ സമ്പാദ്യങ്ങളോ ഇവിടുത്തെ സ്ഥാനമാനങ്ങളോ ഒന്നുമായിക്കൂടാ. അതിനപ്പുറത്ത് ചില തിരിച്ചറിവുകൾ, കാഴ്ചപ്പാടുകൾ അനിവാര്യമായി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കണം. എങ്കിൽ പിന്നെ ദുന്യാവിലെ സുഖം കിട്ടിയാലും പ്രയാസം വന്നാലും അത് കാര്യമായി ബാധിക്കില്ല, ലക്ഷ്യം അതല്ലെങ്കിൽ. നബി തങ്ങൾ പറഞ്ഞല്ലോ, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ദുനിയാവിലാവേണ്ടത് കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെയാണ്, ഒരു അപരിചിതനെ പോലെയാണ്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഉദാഹരണമാണ് ഇത് രണ്ടും. ഒന്ന് പ്രവാസിയെപ്പോലെ ആവുക. പ്രവാസം കണ്ടു പരിചയപ്പെട്ട കുറേ മനുഷ്യന്മാർ ഇവിടെ കണ്ടാവും. ഒരു പ്രവാസിക്ക് എന്താ പ്രത്യേകത? ഗൾഫിൽ പോയ മനുഷ്യന്മാർ ചോദിച്ചു നോക്കുക, എന്താണ് അവിടുത്തെ ജീവിത രീതി എന്നുള്ളത്. എത്ര വലിയ സൗകര്യമുള്ള ആളുകളാണെങ്കിലും പ്രവാസിയായി കഴിയുമ്പോൾ അവിടെ ആ സൗകര്യങ്ങളെ ഉപയോഗിക്കലില്ല. അവിടെ റൂമിൽ 8 ആളും 10 ആളൊക്കെയാണ് താമസിക്കൽ. ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് റൂം എടുക്കാനും വാടക കൊടുക്കാനും കഴിയാത്തതുകൊണ്ടല്ല. പക്ഷെ പ്രവാസികൾ പൊതുവെ ഒരു റൂമിൽ മാക്സിമം എത്ര ആളെ കെടുത്താൻ പറ്റും അത്രയും കെടുത്തും. ഇപ്പോൾ പിന്നെ നിയമം അനുവദിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ കുറച്ച് കുറഞ്ഞത്. അല്ലെങ്കിൽ റൂമിൽ തന്നെ ബെഡ് സ്പേസ് കൊടുക്കലാണ്. കാരണം എന്താ, ഒരു 4 ആളൊപ്പം കിടന്നാൽ വാടക 4 ആൾക്ക് ഷെയർ ചെയ്താൽ മതി. 5ാമത് ഒരുത്തരെ കിട്ടിയാലോ ഓനയ്ക്ക് ഒരു വിഹിതമാകാം, മറ്റൊരു അത്രയും കുറഞ്ഞു. ഇനി കുടുംബം കൂടെ ഇല്ലാത്ത പ്രവാസികൾ, കുടുംബം അവിടെ ഒന്നിച്ചില്ലാത്ത പ്രവാസികൾ ചോദിച്ചു നോക്കുക, രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കരുത്? പ്രവാസികൾ ചോദിച്ചു എന്താണ് രാവിലെ നാസ്ത കഴിക്കാതെ? ഒരു പ്രവാസിയും രാവിലെ നാസ്ത കഴിക്കലില്ല. ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്, മലയാളി ഹോട്ടലുണ്ട്, എല്ലാ ഹോട്ടലും ഉണ്ട്. എവിടെ പോയാലും നമ്മുടെ നാട്ടിൽ ഇതേ വിഭവങ്ങൾ ലഭിക്കും. പക്ഷെ എന്നാലും ഒരു പ്രവാസിയും രാവിലെ നാസ്ത കഴിക്കലില്ല. എന്താ കാരണം? എല്ലാ ദിവസവും ഹോട്ടലിൽ കയറി ഉഷാറായി നല്ല ഇട്ടുള്ള നാസ്തം കഴിച്ച് പോകുന്ന പൂതില്ലാത്തതുകൊണ്ടൊന്നല്ല. പക്ഷെ അങ്ങനെ ഒരു 10 റിയാൽ 15 റിയാൽ എല്ലാ ദിവസവും കൊടുത്താൽ 30 ആദ്യം കണക്കൂട്ടും. ഒരു 500 റിയാൽ അതിന് പോകും. തൽക്കാലം വേണ്ട, നാസ്ത വേണ്ട, തൽക്കാലം റിയാൽ സാധിപ്പിച്ച് വാങ്ങിയിട്ട് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി കുടിച്ചിട്ട് അങ്ങനെയാണ് പോകാം എന്ന് കരുതിയിട്ട് മിക്കവാറും പ്രവാസികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. കഴിക്കുന്ന ഒരു ഫാമിലി അവിടെ ഉള്ളത് മാത്രമാണ്, അല്ലത്തും കഴിക്കൂല. ഇനി രാത്രി എന്താ ഭക്ഷണം ചോദിച്ചോ പ്രവാസികളോട്. ജോലി കഴിഞ്ഞ് പോരുമ്പോൾ ഒരു പാക്കറ്റ് കുബൂസും വാങ്ങിയിട്ട് പോരും. ഒരു റിയാലുണ്ടായ ഒരു പാക്കറ്റ് കുബൂസ് ഇട്ടു. കറി എന്തെങ്കിലും തൽക്കാലം കുത്തി കളിക്കുണ്ടാക്കിയാൽ അത് മതി. റൂമിൽ എല്ലാവരും കൂടി തിന്നു പോകാൻ 2 റിയാലുണ്ടായാൽ എല്ലാം കഴിയും. ഇതാണ് ഒരു പ്രവാസി രീതി. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ്. നീ ദുനിയാവിൽ ഒരു പ്രവാസിയെപ്പോലെ, വിദേശിയെപ്പോലെ ആവുക. അപ്പോൾ ഉള്ള പൈസക്ക് അപ്പോൾ അവിടുത്തെ ചെലവഴിച്ച് ഒറ്റയ്ക്ക് വലിയൊരു ഫ്ലാറ്റ് കൊടുത്ത് എല്ലാ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് അങ്ങനെ കിട്ടുന്ന ശമ്പളം കംപ്ലീറ്റ് അവിടെ തന്നെ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ ഓൻ വലിയ ബുദ്ധിമാനാണ് എന്ന് മനുഷ്യന്മാർ പറയില്ല. 25 കൊല്ലം 30 കൊല്ലം ഗൾഫ് താമസിച്ച് എന്തേ കിട്ടിയെച്ചാൽ എന്നും 3 ദിവസമായി ഭക്ഷണം കഴിച്ചു, ഒറ്റയ്ക്ക് വലിയ ഫ്ലാറ്റിൽ താമസിച്ചു എന്ന് പറഞ്ഞാൽ ഓൻ വലിയ ബുദ്ധിയുള്ള മനുഷ്യനാണ് എന്ന് ആരെങ്കിലും പറയും?
പരമാവധി പിശുക്കി തിന്നാതെയും ആവശ്യങ്ങളൊക്കെ തൽക്കാലം വേണ്ടെന്ന് വെച്ചുമൊക്കെ പണം പിശുക്കി ഉണ്ടാക്കിയിട്ടാണ് നാട്ടിലേക്ക് ഇങ്ങനെ അയക്കുന്നത്. ഇതാണ് ഒരു വിദേശിയുടെ സവിശേഷത, ഒരു പ്രവാസിയുടെ പ്രത്യേകത. കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ഒരു പ്രവാസിയെപ്പോലെ ആവുക എന്ന് പറഞ്ഞ ഉദാഹരണം ദുനിയാവിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. അപ്പം കിട്ടണമൊക്കെ ഇവിടെ മാക്സിമം എങ്ങനെയെങ്കിലും വാരിക്കൂട്ടി, ഇവിടെ ഭയങ്കര പുരണ്ടാക്കി, ഇവിടെ വലിയ വീട് കെറ്റി, അവിടെ ഭയങ്കര സൗകര്യങ്ങളായി ഇവിടുത്തെ എല്ലാം തീർത്ത് പരലോകം മറന്നു പോയാൽ അതല്ല ശരിയായ ബുദ്ധിമാൻ. ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് എത്തണം. അതിന് എൻ്റെ സമയത്തെ, എൻ്റെ സമ്പാദ്യത്തെ, എൻ്റെ ഊർജത്തെ ഒക്കെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, അതാണ് മനുഷ്യനാലോചിക്കേണ്ടത്. എനിക്ക് കിട്ടിയ ആയുസ് അത് എങ്ങനെ പരലോകത്തെ ഗുണകരമാക്കി മാറ്റാൻ പറ്റും, എനിക്ക് കിട്ടിയ സമ്പത്ത് അതെങ്ങനെ എനിക്ക് പരലോകത്ത് ലാഭകരമാക്കി മാറ്റാൻ പറ്റും, എനിക്ക് കിട്ടിയ സമയവും എൻ്റെ എനർജിയുമൊക്കെ എനിക്കെങ്ങനെ നാളെ പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാക്കി മാറ്റാൻ പറ്റും. ആ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് എത്ര ചെയ്യാനും ഒരു മടിയുണ്ടാവില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 16,000 കിലോമീറ്ററാണ് ആ കാലത്ത് സഞ്ചരിച്ചത്, അന്നത്തെ കാലത്ത്. ഇന്ന് 16,000 കിലോമീറ്റർ പോകത്തിന് നമുക്ക് എത്ര പ്രയാസമാണ്. അന്നത്തെ കാലത്ത് നടന്നും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെയായി 16,000 കിലോമീറ്റർ ഇമാം ബുഖാരി അന്ന് യാത്ര ചെയ്തു. എന്താണ് ഇപ്പം അങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു പ്രചോദനം? എന്താ? ഗൾഫിലേക്ക് പോകുമ്പോൾ നാടും വീടും ഒഴിവാക്കി യാത്ര പോകുന്നുണ്ട്. അതിന് ഒരു ജോലിക്ക് വേണ്ടിയാണ്, സമ്പാദ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ പോക്കിൽ വിഷമം വേദനയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ യാത്രയ്ക്ക് തയ്യാറാകുന്നു. ഇത് അങ്ങനത്തെ ഒരു പോക്കല്ലല്ലോ. ഈ 16,000 കിലോമീറ്റർ സഞ്ചരിച്ചത് ഒരു സാമ്പത്തികമായ നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഒരു ഹദീസ് ഉണ്ട് കേൾക്കുമ്പോൾ ആ ഹദീസുള്ള നാട്ടിൽ കണ്ട് പോവുകയാണ്. ഇന്ന നാട്ടിൽ ഒരാൾക്ക് ഹദീസ് അറിയാം എന്ന് കേൾക്കുമ്പോൾ നേരെ പുറപ്പെടുകയാണ്. യാത്രാ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അടി ഇറങ്ങുക പോവനെ. പോണ വഴിക്ക് ചിലപ്പോൾ ഏതെങ്കിലും യാത്രാ സംഘത്തെ കണ്ടുമുട്ടും. അപ്പോൾ പരിചയപ്പെടി എടുക്കുക, ഞാൻ ബസ് റഹിക്കാം, ഞാനും ബസ് റഹിക്കാം, എന്നാൽ പോരട്ടെ ആയിക്കോട്ടെ കരിക്കോ, ഓല കൂടെ കൂടും. ഇല്ലെങ്കിൽ അത് നടക്കും. ചിലപ്പോൾ ഒരു വഴിക്ക് പൗതിയിലുണ്ടാവുള്ളൂ, അവിടെ ഇറങ്ങും, ബാക്കി നടക്കും. അങ്ങനെ നടന്നും വഴിയിൽ നിന്ന് കിട്ടുന്ന വണ്ടി കയറിയും ഒക്കെയായിട്ട് 16,000 കിലോമീറ്റർ അക്കാലത്ത് ഇമാം ബുഖാരി സഞ്ചരിച്ചത് സ്വർഗം കിട്ടണമെന്ന നിർബന്ധ ബുദ്ധി മാത്രമാണ്. വേറൊന്നുമില്ലല്ലോ, വേറൊന്നുമില്ല. സ്വർഗം കിട്ടണം, ഈ ജീവിതം എനിക്ക് ലാഭകരമായി മാറണം. ഇവിടെ ദുനിയാവിൽ ഞാനൊരു പ്രവാസിയാണ്, എനിക്ക് ഇവിടെ സൗകര്യം അത്യാവശ്യമൊന്നുമില്ല, എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം. അതിനുവേണ്ടി ഈ ദൗത്യമാണ് ഏൽക്കേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അത് ഏറ്റെടുത്തു. അദ്ദേഹം സ്വപ്നം കണ്ടതാണ്, അള്ളാഹു റസൂൽ ഇങ്ങനെ നടന്നു പോകുന്നു, നബിയുടെ പിറകിൽ താൻ നടക്കുന്നു. അങ്ങനെ സ്വപ്നം കണ്ട ചെറുപ്പത്തിൽ നബി ഇങ്ങനെ നടക്കുക, നബിയുടെ പിന്നിൽ ഇമാം ബുഖാരി നടക്കുക. നബിയിൽ കാലെടുക്കുമ്പോൾ ആ ചവിട്ട് അതേ സ്ഥലത്ത് ഇമാം ബുഖാരി കാല് വെക്കുന്നു. അങ്ങനെ നബിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. നബിക്ക് നേരെ വരുന്ന പ്രാണികളൊക്കെ അദ്ദേഹം കയ്യിലെ വിശറി കൊണ്ടിങ്ങനെ അദ്ദേഹം ഇങ്ങനെ വീശിങ്ങനെ അകറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് അദ്ദേഹം കണ്ട സ്വപ്നം. ഈ സ്വപ്നം കണ്ടപ്പോൾ വല്ലാത്ത ആവേശമായി. അദ്ദേഹം ഉസ്താദുമാരോട് പോയി പറഞ്ഞു, ഉസ്താദ് ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞു, അള്ളാഹു റസൂലിൻ്റെ ഹദീസിനെതിരെ വരുന്ന എല്ലാ വിമർശനങ്ങളെയും എല്ലാ ആക്ഷേപങ്ങളെയും ഒക്കെ എന്നെക്കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റും, അതേക്കുള്ള സൂചനയാണ് എൻ്റെ ഈ സ്വപ്നം. അത് ഒന്നുകൂടെ ആവേശം കൂട്ടിയപ്പോൾ അങ്ങനെയാണ് ആ വഴിയിലേക്ക് ഇമാം ബുഖാരി ഇറങ്ങുന്നത്. ആ ഇറക്കം അദ്ദേഹത്തിന് 16,000 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള എനർജി കൊടുത്തു. ആ ഒരൊറ്റ സ്വപ്നം, ആ ഉസ്താദിൻ്റെ ഒരു വിശദീകരണം അത് കിട്ടിയപ്പോൾ 16,000 കിലോമീറ്റർ സഞ്ചരിക്കാനാണ് അദ്ദേഹത്തിന് എനർജി ലഭിച്ചത് ആ ഒറ്റ സ്വപ്നത്തിൽ നിന്ന്. അങ്ങനെ 62-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്താവുന്നു. ജീവിതത്തിൽ സത്യസന്ധത 100% പാലിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം യാത്രാമധ്യേ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ പണക്കിഴിയുണ്ട്. ഈ പണക്കിഴി ഒരു മനുഷ്യൻ പോക്കറ്റടിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് ചരിത്രം കാണാം. ഇതിങ്ങനെ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അടിച്ചു പോയി, അയാൾക്ക് അറിയില്ല ഇമാം ബുഖാരി ഒന്നും അറിയില്ല. ഇത് എങ്ങനെയെങ്കിലും കയ്യിലാക്കണം, ഇത് അടിച്ചു മാറ്റണം. അതിനുവേണ്ടി ഈ മോട്ടാവ് ഇങ്ങനെ തക്കന്നോർത്ത് നിൽക്കുക. പക്ഷേ എങ്ങനെയായിട്ടും അതിങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ആ മോട്ടാവ് പെട്ടെന്ന് നമ്പർ ഇറക്കി, എൻ്റെ ഒരു പണക്കിഴി കാണാനില്ല അവരുടെ ഒച്ചപ്പാടുണ്ടാക്കി. മുപ്പേട് പ്രഖ്യാപിച്ച് എൻ്റെ പണക്കിഴി കാണാനില്ല. അങ്ങനെ ആകെ പ്രശ്നമായി ബഹളായി. ചോദിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ചോദിച്ചു, ഒറ്റ കുട്ടി സമ്മതിക്കുന്നില്ല. നഞ്ഞപ്പോൾ അവസാനം നിവൃത്തില്ല, എല്ലാവരും തപ്പാൻ തീരുമാനിച്ചു.
എല്ലാവരും തപ്പാം. അപ്പോൾ തപ്പുമ്പോൾ സ്വാഭാവിക കള്ളം മനസ്സിലാക്കിയതാണ്. ഇയാൾ തപ്പുമ്പോൾ കിട്ടും, അതന്നെ ഇത് പറയാലോ. ഇമാം ബുഖാരി ആ പണക്കിഴി കടലിലേക്ക് എറിഞ്ഞതാണ്. സ്വന്തം പൈസയാണ്, കടലിൽ എറിഞ്ഞു. അങ്ങനെ മൊത്തം തപ്പി, എല്ലാവരും തപ്പി, ഒന്നും കിട്ടിയില്ല. കാണാതെ സാധനം ഒഴിവാക്കി. ഇമാം ബുഖാരി പിന്നീട് ചോദിക്കുന്നത്, എന്തിനാ നിങ്ങളെ പൈസകൾ വലിച്ചു തന്നത്? അല്ല, അതെങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് ഞാൻ മോഷ്ടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു റസൂലിൻ്റെ ഹദീസ് ഞാനിവിടെ രേഖപ്പെടുത്തിയത് മുഴുവൻ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് എനിക്ക് ഈ പൈസ ഇല്ല പ്രശ്നം, അത് പോട്ടെ. ഹദീസ് എൻ്റെ പേരിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സേവനം ചെയ്ത് ദീനിനു വേണ്ടി ഖിദ്മത്തെടുത്ത ഒരു മഹാമനുഷ്യനായി മാറിയത് സ്വർഗം കിട്ടണമെന്ന നിർബന്ധ ബുദ്ധി മാത്രമാണ്. സഹോദരങ്ങൾ, ആ സ്വർഗം തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് അതിനു വേണ്ടി തന്നെയാണ്. ഇവരിന് കണ്ണടച്ചു പോകുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന സന്തോഷ വാർത്ത കേട്ട് ഇവിടുന്ന് പോകാൻ പറ്റണം. സമാധാനമടഞ്ഞ ആത്മാവേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ. റാദിയതൻ മർദിയ, അല്ലാഹുവിന് നിന്നെ തൃപ്തിയാണ്, നിനക്ക് അല്ലാഹുവിനെയും തൃപ്തിയാണ്. ആ നിലയ്ക്ക് നീ മടങ്ങിക്കോ. അങ്ങനെ എൻ്റെ അടിമകളെ കൂടെ എൻ്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചോ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, സ്വലിഹായ എൻ്റെ അടിമകളെ കൂട്ടത്തിൽ എൻ്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചോ എന്ന സന്തോഷ വാർത്ത കിട്ടും ദുന്യാവെന്ന് ഒരു മനുഷ്യൻ മരിക്കാൻ സമയത്ത്. അവിടെ എത്തിയിട്ടല്ല, ദുന്യാവിൽ നിന്ന് അവസാന നിമിഷങ്ങളിൽ, കണ്ണടക്കാൻ പോകുന്ന അവസാന സമയങ്ങളിൽ അപ്പ കിട്ടുന്ന സന്തോഷ വാർത്തയാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, അതും മരണസമയത്താണ്. ഞങ്ങൾ റബ്ബ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മ ഇസ്തഖാമു, പിന്നെ നേരെ ചൊവ്വെ നിലകൊണ്ടവർ. ഈമാനും ഇസ്തിഖാമത്തും രണ്ട് കാര്യം അവിടെ പറഞ്ഞു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങൾ റബ്ബ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മ ഇസ്തഖാമു, പിന്നെ നേരെ ചൊവ്വെ ജീവിച്ചവർ. ഇസ്തിഖാമത്ത്, റബ്ബ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ജാടത്തങ്ങ് പോയാൽ അതിനർത്ഥമില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങൾ റബ്ബ് അല്ലാഹയാണ് പ്രഖ്യാപിക്കുന്നു, സുമ്മ ഇസ്തഖാമു, പിന്നെ നേരെ ചൊവ്വെ ജീവിക്കുന്നു, പിന്നെ വളവും തിരിവില്ല. റബ്ബ് അല്ലാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കലില്ല. തിരിഞ്ഞു നോട്ടമുണ്ടെങ്കിലോ ഈ പ്രഖ്യാപനം ആത്മാർത്ഥമായിട്ടല്ല. അല്ലാഹ് റബ്ബായി തൃപ്തിപ്പെടുക എന്നാണോ? റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, അതാണ് ഞങ്ങൾ റബ്ബ് അല്ലാഹയാണ് പ്രഖ്യാപിച്ചു. സുമ്മ ഇസ്തഖാമു, പിന്നെ നേരെ ചൊവ്വെ ജീവിക്കുക. പിന്നെ എന്താ അല്ലാഹ് അങ്ങനെ, എന്താ ഇപ്പം ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, എന്താ അങ്ങനെ ഉണ്ടായി? ആ വക ചോദ്യമൊന്നുമില്ല. അതാണ് അല്ലാഹ് റബ്ബായി തൃപ്തിപ്പെടുക, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലായി തൃപ്തിപ്പെടുക. അതാണ് ഒരു മനുഷ്യന് ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ, ടേസ്റ്റ് അനുഭവിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകൾ. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. മൂന്ന് കാര്യം ഒരാളിലുണ്ടോ, ഈമാനിന്റെ ഹലാവത്ത്, അതിൻ്റെ ഒരു മാധുര്യം, ടേസ്റ്റ് അവന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഹലാവത്തുണ്ട് ഈമാനിന്. എല്ലാത്തിനും ഉണ്ടൊരു ഹലാവത്ത്. പണത്തിന് ഹലാവത്തുണ്ട്, നൈമിഷികമാണെന്ന് മാത്രം. പണത്തിനുണ്ട് ഒരു ടേസ്റ്റ് ഉണ്ട്. അവിടെ പൈസ ഉണ്ടാക്കിയ മനുഷ്യന്മാർ പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉറക്കം പ്രശ്നമില്ല, ഭക്ഷണം പ്രശ്നമില്ല, യാത്ര പ്രശ്നമില്ല, എത്രയോ ഓടാനും എവിടെ പോകാനൊക്കെ തയ്യാറാണ്, പൈസ ഇങ്ങനെ വരുമെങ്കിൽ. അതൊരു ടേസ്റ്റാണ്. ആ ടേസ്റ്റ് താൽക്കാലികമാണ്, അത് സ്ഥായിയായി നിൽക്കില്ല. അറിവിന് ഒരു മാധുര്യമുണ്ട്. ആ മാധുര്യം കിട്ടിയാലോ അവൻ എങ്ങനെയും പഠിക്കാൻ ശ്രമിക്കും. എവിടെ പരിപാടി കേട്ടാലും അവൻ പോവും, വണ്ടി എടുത്താണ് പോകണം. മറ്റോ പറയും എന്താ ഓന് പിരാന്താണ്, എവിടേക്കെല്ലാം എത്ര ഓനാ വണ്ടിയും കൊണ്ടുവരും. അത് പിരാന്തല്ല, അതൊരു ഹലാവത്താണ്. ഓരോന്നിനും ഒരു ഹലാവത്തുണ്ട്. ഈമാന് ഒരു ഹലാവത്തുണ്ട്. ആ ഈമാനാണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. എത്ര ത്യാഗം ചെയ്യാനും ഓർ റെഡിയാണ്. ഏത് പാതിരാക്കി എഴുന്നേറ്റ് നിസ്കരിക്കാൻ തയ്യാറാണ്.
എന്ന് നോമ്പ് വയ്ക്കാൻ തയ്യാറാണ്, ഏത് ഇബാദത്തും തയ്യാറാണ്, ഓനെ സംബന്ധിച്ച് പറഞ്ഞു അതൊരു ഹലാവത്താണ്, ഒരു മാധുര്യമാണ്. ഈമാന്റെ മാധുര്യം അനുഭവിക്കണമോ? 3 കാര്യം. ഒന്ന്, മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. അള്ളാഹ് റബ്ബായി അംഗീകരിക്കുക എന്നല്ല, നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അംഗീകരിച്ചെങ്കിലും അള്ളാഹ് റബ്ബ് തന്നെയാണ്. നമ്മളൊക്കെ പാടെ അംഗീകരിച്ചെങ്കിലേ പഠിച്ചോനാവുള്ളൂ, അല്ലല്ലോ. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, അത് മനസ്സിലാണ് സംതൃപ്തിയായി എൻ്റെ റബ്ബ് അള്ളയാണ്. ആ റബ്ബ് തീരുമാനിച്ചതേ ഉണ്ടാകൂ, ആ റബ്ബിനനുസരിച്ചിനപ്പുറത്തൊന്നും സംഭവിക്കൂല. അത് മനസ്സിലാണ് ബോധ്യമായി കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിച്ചാലും എന്താ ഇന്നാലില്ല ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതകാലത്ത് മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയ മുഴുവൻ സമ്പാദ്യങ്ങളും തകർന്നടിഞ്ഞുവെന്ന വാർത്തണ്ട് വന്നാലും ഇന്നാലില്ല ഇന്നാ ഇലൈഹി റാജിഊൻ. ഓന് സമാധാനം, ഒരു പ്രശ്നമില്ല, സാരമില്ല. അല്ലാഹ് ഏറ്റവും വേണ്ടപ്പെട്ടത് മരിച്ചുവെന്ന ഒരു ഫോൺ കോൾ ഉപ്പണ്ട് വന്നാലും അറ്റാക്കായി പോകൂല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അല്ലാഹുക്കുള്ളവരാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. അത്രേ ഉള്ളൂ. അത് സമാധാനത്തിൻ്റെ വാക്കാണ്. എന്ത് നഷ്ടം വന്നാലും ഓനെ സംബന്ധിച്ച പ്രശ്നമൊന്നുമില്ല. അവൻ്റെ ലക്ഷ്യം ഇവിടുത്തെ സുഖസൗകര്യങ്ങളല്ല. സ്വഹീഹ് ബുഖാരിക്ക് വിശ്വപ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. 852 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം ഈജിപ്തിലെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. ഖാദി ഖുദാത്ത് ഏറ്റവും വലിയ ജഡ്ജി അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് എല്ലാ സൗകര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം സാധാരണ യാത്ര ചെയ്യാറുള്ളത് നല്ല കുതിരവണ്ടിയാണ്. നല്ല വസ്ത്രം, നല്ല മുന്തിയ വസ്ത്രം ധരിച്ച്, നല്ല ചെരുപ്പ് ധരിച്ച്, നല്ല സുഗന്ധം ഉപയോഗിച്ച് കുതിരവണ്ടിയിൽ മൂപ്പരങ്ങനെ കൊണ്ടുപോകലാണ്. അദ്ദേഹം ഒരിക്കലങ്ങനെ ആ കുതിരവണ്ടി യാത്ര ചെയ്യുമ്പോഴാണ് ഒരു എണ്ണക്കച്ചവടക്കാരായ ഒരു യഹൂദി മൂപ്പര വണ്ടിക്കാണ് കയ്യാട്ടി മുമ്പ് ചാടിയിട്ട്. ഇയാളിങ്ങനെ ആകെ ചീഞ്ഞ് നാറി, ആ എണ്ണയുടെ എല്ലാ വേസ്റ്റും അയാളുടെ ശരീരത്തിലുണ്ട്. വല്ലാത്ത കട്ടപ്പാടിലാണ്, അങ്ങേയറ്റം പ്രയാസമാണ്, പട്ടിണിയാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ നേരെ മുന്നിൽ വെക്കുകയാണ്. അവിടെ കാലിയല്ലേ, എനിക്ക് സംശയം ചോദിക്കാനുണ്ട്. അസ്ഖലാനി ഇമാമ പറഞ്ഞു വണ്ടി നിർത്തുകയാണ്. എന്താ അവന് ചോദിക്കാറ് കേൾക്കാനോ? ഈ മനുഷ്യൻ അല്ല, നിങ്ങളെ നബി പറഞ്ഞ ഹദീസ് ഉണ്ട്, ആ ഹദീസ് ശരിയല്ല എന്ന് അനുഭവം സാക്ഷിയാണ്. അതെന്താ വെച്ചു? നിങ്ങൾ നബി പറഞ്ഞ ഹദീസിലുണ്ട് ദുനിയാവ് മുഅ്മിന് ജയിലാണ്, അവിശ്വാസിക്ക് സ്വർഗമാണ്. പക്ഷെ നിങ്ങളെ അവസ്ഥ കണ്ട് നിങ്ങൾ എന്തോ സാറില്ല, ഞാൻ കണ്ട ഇക്കോലത്തിൽ. അപ്പോൾ ഉറപ്പായില്ല ഹദീസ് ശരിയല്ലാന്ന്. കാരണം മുഅ്മിന് ജയില്, പക്ഷെ നിങ്ങൾ മുഅ്മിനാണ്, നിങ്ങൾക്കോ എല്ലാ സുഖവും. കാഫിറിന് സ്വർഗമാണ് പറഞ്ഞത് എൻ്റെ അവസ്ഥ കണ്ട. അപ്പം ഈ ഹദീസിൽ എന്താ അർത്ഥമുണ്ട്? നമ്മളാണിപ്പോൾ അത് ശരിയായിട്ട് ഹദീസ് എന്തോ കുഴപ്പമുണ്ട്, അത് നമുക്ക് ഒഴിവാക്കാറേ. ഇമാം അസ്ഖലാനി പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ സുഖസൗകര്യങ്ങളും നാളെ പരലോകത്ത് സ്വർഗത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സൗകര്യങ്ങളുമായി കമ്പയർ ചെയ്താൽ ഈ അനുഭവിക്കുന്ന മുഴുവൻ ഒരു ജയിലിൽ കിടക്കുന്ന മനുഷ്യന് കിട്ടുന്ന സുഖം മാത്രമേ ഉള്ളൂ. ജയിലിൽ കിടക്കുന്ന ആൾക്കും ഒരു 3 നേരം തിന്നാൻ കിട്ടുമല്ലോ, ഒരു ചപ്പാത്തിക്കും ചപ്പാത്തി. അപ്പോൾ സ്വർഗത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾ അതുമായി താരതമ്യം ചെയ്താൽ ഈ അനുഭവിക്കുന്ന മുഴുവനും ജയിലിൽ കിട്ടുന്ന സുഖത്തിനത്രയേ ഉള്ളൂ. നിനക്കാവട്ടെ ഈ മാനില്ലാതെ മരിക്കേണ്ടി വന്നാൽ നാളെ നരകത്തിൽ നീ കിടക്കാൻ പോകുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ഈ യാതനകൾ കാണുമ്പോൾ നീയൊക്കെ വലിയ സ്വർഗത്തിലാണ് ദുനിയാവിൽ ജീവിച്ചത് എന്ന് തിരിച്ചറിവൽക്കുണ്ടാകും. അതാ ഹദീസിനർത്ഥം എന്നാണ്. ഈ മനുഷ്യൻ ഷഹാദത്ത് ചൊല്ലി അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അതാണ് കാഴ്ചപ്പാട്. അപ്പൊ സഹോദരൻ, ദുനിയാവിലെ സുഖങ്ങളോ പ്രയാസങ്ങളോ അതിന് ഒരു വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. ഇവിടെ സുഖം ഉണ്ടാകും, ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും, അതൊക്കെ അലല്ലാഹ്, അത്രേ ഉള്ളൂ. ഇഷ്ടംപോലെ കിട്ടി, അൽഹംദുലില്ലാ. കുറച്ച് പ്രയാസം വന്നു, അൽഹംദുലില്ലാ, സാരമില്ല, അത്രേ ഉള്ളൂ. ഉണ്ടാകുമ്പോഴേക്ക് അല്ലാഹനെ മറക്കണ്ട, ഇല്ലാതാകുമ്പോഴോ നിരാശപ്പെടുകയും വേണ്ട. അതല്ലേ അള്ളാഹിൻ്റെ ഖലീലാണല്ലോ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രമണിയിക്കപ്പെടുന്ന ആള് ഇബ്രാഹിം നബിയാണ്. സ്വർഗത്തിൽ ആദ്യം വസ്ത്രം കൊടുക്കുക ഇബ്രാഹിം നബിക്ക, എന്നിട്ടാണ് മുഹമ്മദ് നബിക്ക് പോലും വസ്ത്രം കൊടുക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്ന് തീയിലേക്ക് എറിയപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി. അതിന് അല്ലാഹ് കൊടുത്ത അംഗീകാരമാണ് സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രം ഇബ്രാഹിം നബിക്ക്. ആദ്യം പ്രവേശിക്കുക മുഹമ്മദ് നബിയാണ്, പക്ഷെ ആദ്യം വസ്ത്രം കിട്ടുക ഇബ്രാഹിം നബിക്ക്. ഇമാം ബുഖാരി ധരിച്ച ഹദീസാണ്.
അള്ളാഹിൻ്റെ ഖലീലാണ്. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ആ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ തീയിലേക്ക് എറിയ ദുനിയാവെന്ന്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പരീക്ഷണമല്ല അത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ-ബിദായത്ത് വൻ-നിഹായ പോലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് വിശദമായി രേഖപ്പെടുത്തി കാണാൻ കഴിയും. നാട്ടുകാർ ഐക്യകണ്ഠേനെ കൂടിയിട്ടാണ് തീകുണ്ടാരം ഒരുക്കുന്നത്. വെറുതെ തീ കൊണ്ടിട്ടതല്ല. നാട്ടുകാർ ജനറൽ കൂടി ഐക്യകണ്ഠനെ പാസ്സാക്കിയതാണ് ഇബ്രാഹീമിനെ കഥ കഴിക്കണം. അങ്ങനെയാണ് എല്ലാവരും കൂടി ജനകീയമായിട്ടാണ് വിറക് ശേഖരിച്ചതാണ്. എല്ലാവരും അതിലേക്ക് വിറക് സംഭാവന കൊടുത്തതാണ്. അങ്ങനെ വലിയ വിറകിൻ്റെ ഒരു ശേഖരമാണ് ആ നാട്ടിൽ ഒരുങ്ങിയത്. ഓരോരുത്തരും ഇങ്ങനെ കൊടുക്കണം ഒന്നാകെ വിറക്. ഇബ്നു കസീർ പറയാണ്, രോഗമുള്ള പല മനുഷ്യന്മാരും രോഗം മാറാൻ വേണ്ടി ആ തീയിലേക്ക് വിറക് നേർച്ചാക്കിയതാണ്. കാരണം നമ്മളെ കാക്കക്കാരന്മാർ ആരാധിച്ച പോലെ ആരാധ്യന്മാരൊക്കെ ചീത്തറണ ഇയാളെ കൊല്ലാനുള്ള തീയല്ലേ, അയക്ക് എൻ്റെ വകയിലോടുന്ന ഒരു വിറക് ഊരവേദന മാറാൻ ഓരോ സോക്കേട് മാറിയതാണ്. ആ നേർച്ചാക്കിയ മനുഷ്യന്മാർക്കൊക്കെ സോക്കേടും മാറി. അതൊരു പരീക്ഷണമായി നോക്ക്. അങ്ങനെ വലിയ വിറകിൻ്റെ കൂമ്പാരങ്ങനെ ഒതുങ്ങുക എന്തിന്? തന്നെ കൊല്ലാൻ. ഇബ്രാഹിം നബിക്ക് എന്തെങ്കിലും പൊറുതേടി, എന്താ റബ്ബേ അല്ല ഇങ്ങനെ, ഞാൻ അള്ളാഹിൻ്റെ ഖലീലായിട്ട് എന്താ എന്നോട് ഇങ്ങനെ എന്ന് തോന്നലുണ്ടായില്ലല്ലോ. അങ്ങനത്തെ തോന്നൽ പോലും എന്നെ കരിക്കാനാണ് ഈ ഇതെല്ലാം ഒരുങ്ങുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ എന്തെങ്കിലും പൊറുതികേട് പോലും ഉണ്ടായിട്ടില്ല. അവസാനം പിടികൂടി തീയിലേക്ക് എറിയാൻ നോക്കുമ്പോൾ അവർക്ക് തീയിലേക്ക് എറിയാൻ കഴിയുന്നില്ല എന്നാണ്. അത്രയും ചൂടാണ്. എറിയണമെങ്കിൽ അടുത്തേക്ക് പോകണ്ടേ, പക്ഷെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. അത്രയും ദൂരേക്ക് ഇതിന് ചൂടുണ്ട്. അത്ര വലിയ തീകുണ്ടാരമാണ് ഒരുങ്ങിയത്. അങ്ങനെ അവസാനം ചില ഉപായങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തെ ഒരു പലകം വെച്ച് കെട്ടിയിട്ട് ആ പലകണ്ട് കുറച്ച് വിട്ടുന്നത്. അങ്ങനെ അദ്ദേഹം തീയിലേക്ക് പോകും. അപ്പോഴും പറഞ്ഞ വാക്കെന്താണ്? ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. നബി ഞങ്ങളെ ലോക ചരിത്രത്തിൽ 2 സന്ദർഭങ്ങളിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ഇത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒന്ന് ഇബ്രാഹിം നബിയുടെ വിഷയമാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. അതെങ്ങനെ പറയാൻ കഴിഞ്ഞത്? അതാണ് റളിയ ബില്ലാഹി റബ്ബ. നമ്മളാണ് എന്താ തോന്നുന്നത്, പഠിച്ചോടെ ഞാൻ ഇങ്ങനെയൊക്കെ വയലറിന് തൗഹീദിന് വേണ്ടി ഓടിച്ചാടി നടന്നിട്ട് അവസാനം ഇപ്പം എനിക്കിതല്ലേ ഗതി ഉണ്ടായത്, എന്തേ ഇപ്പം അല്ലാഹ് ഇങ്ങനെ ആക്കി, എന്തേ ഇപ്പം എൻ്റെ കാര്യത്തിൽ തീരുമാനിക്കാത്തത് എന്നാണല്ലോ പലതും കാണുമ്പോൾ പലതും കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുക. ഈ ഖലീലായി ഇബ്രാഹിം നബി എറിയുമ്പോൾ ആ ഖലീലിൻ്റെ വാക്കെന്താ? ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹ് മതി. ഇനിയിപ്പോൾ എന്താ അവിടെ അല്ലാഹ് മതി പറയാനുള്ളത്? സാധാരണഗതിയിൽ മുമ്പിൽ ഒരു വഴിയില്ലല്ലോ. പിടികൂടി തീയിലേക്ക് എറിയുമ്പോഴും പറയാ ഹസ്ബി അല്ലാഹ്, അല്ലാഹ് മദീൻ. അവിടെ അല്ലാഹ് ഇടപെട്ടു. ഖുല്ലാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. നീ ഇബ്രാഹിമിന് തണുപ്പായി മാറണം, രക്ഷയായി മാറണം, സമാധാനമായി മാറണം എന്ന് തീയിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന. തീയ് അള്ളാഹിൻ്റെ പടപ്പാണ്, ഇബ്രാഹിം നബിയും അള്ളാഹിൻ്റെ പടപ്പാണ്. അവിടെ അള്ളാഹ് തീയോട് പറഞ്ഞു, എൻ്റെ ഇബ്രാഹിമിന് തണുപ്പാവണം, രക്ഷയാവണം. ദിവസങ്ങളിൽ നിന്ന് ആളിക്കത്തി എല്ലാം കഴിഞ്ഞ് കെട്ടടങ്ങി അവസാനത ഒരു രോമത്തിനെ പോലും പോണ വയ്ക്കാതെ അവിടുന്ന് ഇറങ്ങി വരികയാണ്. റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറയാൻ എളുപ്പമുണ്ട്. ജീവിതത്തിൽ എന്താണ് സംഭവിച്ചാലും അലല്ലാഹ് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാകും എന്നാണ് ഉറപ്പിച്ചാൽ പിന്നെ അയാൾക്ക് വല്ല ടെൻഷൻ ഉണ്ടാകും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജീവിതത്തിൽ 5 പ്രാവശ്യം ജയിലിൽ പോയ ആളാണ്. 5 തവണ ജയിലിൽ, അവസാനം ജയിലിലാണ് മരിക്കുന്നത്. എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടല്ല. അന്നത്തെ മതരംഗത്തെ വിരോധികളായ, ആദർശരംഗത്ത് ശത്രുക്കളായ ആളുകൾ കള്ളക്കേസ് കൊടുക്കുക അദ്ദേഹത്തിനെതിരെ. അങ്ങനെ പോലീസ് അറസ്റ്റ് കൊണ്ടുപോകും, ജയിലിൽ കൊണ്ടുപോയിടും. വിചാരണ കഴിഞ്ഞ് അവസാനം കോടതിയിൽ എത്തുമ്പോൾ തെളിയും മൂപ്പർക്ക് അങ്ങനത്തെ വാദം തന്നെ ഇല്ല, വിട്ടയക്കും. അപ്പോഴേക്കും ഇപ്പോൾ കിതാബ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നിട്ട്. നബിയെ ചീത്ത പറയുന്ന ആളാണ് ഒരു കേസ്, നബിയെ ചീത്ത ആളാണ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിട്ടു. മൂപ്പര് കിതാബ് എഴുതി അസ്വാരിമുൽ മസ്ലൂൽ അലാ ഷാത്തിമിർ റസൂൽ, റസൂലിനെ ചീത്ത പറയുന്ന ആൾക്കെതിരെ ഊരിപ്പിടിച്ച വാൾ. ആ കിതാബിൻ്റെ പേര് തന്നെ. നബിയെ ചീത്ത പറയാൻ പാടില്ല എന്നും ചീത്ത പറഞ്ഞവൻ കാഫിറാണെന്നും എഴുതിക്കൊണ്ട് കിതാബ് എഴുതാം. കോടതി ഹാജരാക്കും വിചാരണ ചെയ്യാൻ വേണ്ടി. എന്താ കേസ്? അതാണ്, എന്താ വല്ലതും പറയാനുണ്ടോ? കിതാബ് അതാണ് എൻ്റെ വാദം. അപ്പോൾ വിട്ടയക്കും. 5 പ്രാവശ്യം ജയിലിൽ പോയി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് അല്ലാഹു തആല ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ നിഅമത്ത്
ജയിലിൽ കിടക്കാൻ കഴിഞ്ഞതാണ്. ദുനിയാവിൽ കിട്ടിയ ഏറ്റവും വലിയ നിഅ്മത്ത് ഇബ്നു തൈമിയ്യയുടെ മറുപടി ജയിലിൽ കിടക്കാൻ കഴിഞ്ഞു. അതാണ് കാഴ്ചപ്പാട്. അല്ലാതെ എന്താ അപ്പം ഞാൻ എങ്ങനെയൊക്കെ പണിയെടുത്ത് വലിയ ആര്യമായിട്ട് എനിക്കല്ല ജയിലാണ് തീരുമാനിച്ചത്, ഞാൻ തൽക്കാൻ നിർത്തുക അത്ര മതി എന്നല്ല. അത് നിഅ്മത്തായി കാണും. അറസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കത് ടൂറാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ടൂറ്. നിങ്ങൾ എന്നെ നാട് കടത്തുകയാണെങ്കിലോ അത് ഹിജ്റയാണ്. നിങ്ങൾ എന്നെ കൊന്നുകളയുകയാണെങ്കിൽ എനിക്കത് ഷഹാദത്ത് രക്തസാക്ഷ്യമാണ്. പിന്നെ എന്താ അങ്ങനത്തെ മനുഷ്യനെ കാട്ടുക? പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടൂറായി കണക്കാക്കുക. ഫ്രീ ആയിട്ട് ടൂർ ഒരു യാത്ര ആയിക്കോട്ടെ, ഓലപ്പം പോകാനോ ഓല വണ്ടി കയറിയാൽ പോയാൽ മതി, പൈസയും കൊടുക്കണം, ഒന്നും വേണ്ട. നാട് കടത്തിയാലോ അത് ഹിജ്റയാണ്. ഹിജ്റക്ക് വലിയ കൂലിയാണ്. കഴിഞ്ഞ കാല ദോഷം മുഴുവൻ പൊറുക്കും ഹിജ്റ പോയാൽ. ഞാനല്ല കൊല്ലുകയാണെങ്കിലോ ഷഹീദാവാം, അപ്പോഴും സ്വർഗമാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ പീടി ദേശത്ത് കച്ചവടം കുറഞ്ഞാൽ അപ്പോഴേക്കും ടെൻഷനായി. എന്താ ഒന്ന് രണ്ട് മാസമായിട്ട് ഇപ്പോൾ കച്ചവടം പറ്റ കുറവാ, ആകെ പ്രശ്നം, എന്താ പകരങ്ങൾ നോക്കിയിട്ടോ എന്ന് പറഞ്ഞ് പിന്നെ നടക്കുക. അങ്ങനെ കച്ചവടം കൂടുക ആരെങ്കിലും അറിയോ? അതറിയില്ല. അങ്ങനെ കൂടുമ്പോൾ കുറച്ച് തിരിച്ചു പോരണ്ടേ, കുറച്ച് ഉഷാറാട്ടങ്ങൾ പിരിവക്കണ്ടി വരുന്നുണ്ട്, ജാമ്യക്കൊന്നും തരാം, അതൊന്നും പറയില്ല. കുറയുമ്പോൾ മാത്രം അറിയും. ആരോഗ്യം കുറഞ്ഞാൽ അപ്പം അറിയും. എന്തായാലും അവിടെ ചെറിയൊരു വേദന, അപ്പോഴേ തുടങ്ങി ബേജാറ്, എന്താ ഇവിടെ വേദന ഉണ്ട്. ആദ്യമൊക്കെ വിചാരിച്ചു ഗ്യാസോന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എന്നാലും ചെറിയൊരു ഉള്ളിനുള്ളിൽ ചെറിയ ബേജാറൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ നമ്മളതൊക്കെ. ഈ തീക്കാണ്ട് എറിയുമ്പോഴും ഹസ്ബി അല്ലാ, എനിക്കല്ല മതി. മൂസാ നബിയും അനുയായികളും ഇറങ്ങിപ്പുറപ്പെടാൻ അള്ളാന്റെ കൽപ്പന പ്രകാരം അള്ളാന്റെ വഹി കിട്ടി രാത്രി പുറപ്പെടുന്നതാണ്. അൻ അസ്രി ബി ഇബാദി, എൻ്റെ അടിമുറയും കൂട്ടി നീ രാത്രി പുറപ്പെടണം, പക്ഷെ എന്നാലും നിങ്ങൾ അവരെ ഫോളോ ചെയ്യും എന്ന് അള്ളാഹ് വഹി കൊടുത്തു. അങ്ങനെ ഇസ്രായേലിലുമായി മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പ്ലാൻ ചെയ്ത് പോകേണ്ട ദിവസം സമയമൊക്കെ നിശ്ചയിച്ച് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വകാര്യമായി അവിടുന്ന് രക്ഷപ്പെടാനാണ് പ്ലാൻ. കാരണം അറിഞ്ഞാൽ പോകാൻ സമ്മതിക്കില്ല. 400 കൊല്ലമായി അടിച്ചമർത്തി അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുകയാണ് ഇസ്രായേൽ മക്കളെ അവിടെ ഫറോവമാർ, ഖിബ്തികൾ. അൻ അബ്ബത്ത ബനി ഇസ്രായേൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. അപ്പം 4 നൂറ്റാണ്ട് കാലമായി അടിമവേല ചെയ്യിച്ചുകൊണ്ട് അവർ ഉപയോഗപ്പെടുത്ത ഇസ്രായേലിനെ, ആ ഇസ്രായേലിനെ മോചിപ്പിക്കാൻ കൂടിയാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. അപ്പം പോകാൻ സമ്മതിക്കില്ല അവിടുന്ന്. അങ്ങനെ രാത്രി സ്വകാര്യമായി പോകാം. അങ്ങനെ പ്ലാനിട്ട് ആരും അറിയാതെ രാത്രിക്ക് രാത്രി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിലേക്ക് എല്ലാ ഇസ്രായേൽ മക്കളും വന്നു, ഒന്നിച്ച് അവിടുന്ന് യാത്ര പോവുകയാണ്. പക്ഷെ അപ്പോഴേക്ക് വിവരം പുറത്തെത്തി. ഫിറഔനും സംഘവും ഇറങ്ങി, നാട് മുഴുവൻ വിളംബരമുണ്ടായി. അവരിവിടെ പുറപ്പെടുന്നുണ്ട്, വിടാൻ പറ്റൂല, സമ്മതിക്കാൻ പറ്റൂല, ഓലെ പിടികൂടണം, ഏത് റൂട്ടിന് പോവുകയാണെങ്കിലും പിടിക്കണം. അങ്ങനെയാണ് പോകുമ്പോഴാണ് മുമ്പിൽ സമുദ്രം, പിറകിലതാ ഫിറഔനും കൂട്ടരൊന്നാകെ ആർത്തലച്ച് വില പിടികൂടാൻ വേണ്ടി. മുന്നിലേക്ക് പോകാൻ കഴിയില്ല, കടലാണ്. പിന്തിരിഞ്ഞ് പോകാൻ പറ്റൂല, ശത്രുവാണ്. ഞാൻ എന്ത് ചെയ്യും? മൂസാ നബിയെ കൂടെയുള്ള മനുഷ്യന്മാർ പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ, നാം പിടിക്കപ്പെട്ടവർ തന്നെ. നമ്മളെ കഥ കഴിഞ്ഞു. നമ്മളെ കഥ കഴിഞ്ഞു. എന്താ മൂസാ നബിയുടെ മറുപടി? ഖാല കല്ലാ ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ. അദ്ദേഹം പറഞ്ഞു, കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ, തീർച്ചയായും എൻ്റെ കൂടെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. അല്ലാഹ് പറഞ്ഞാണ് പോണെന്ന്, രാത്രി പോണെന്ന് അല്ലാഹ് പറഞ്ഞാണ്, പോകേണ്ട ദിശ അല്ലാഹ് പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ട് റബ്ബ് കൂടെയുണ്ട്, അവന് മാർഗം കാണിച്ചു തരും. ഇനി എന്താ ഇപ്പം മാർഗം ഉള്ളത്? മുന്നിക്കും പോകാൻ വയ്യ, പിന്നിക്കും പോകാൻ വയ്യ, പിന്നെന്താ വഴി? പക്ഷെ മൂസാ നബിയുടെ ആ പ്രഖ്യാപനം, എൻ്റെ കൂടെ റബ്ബുണ്ട്, അവൻ മാർഗം കാണിച്ചു തരും. അപ്പം അല്ലാഹ് വിളിച്ചു, അടിച്ചോ, വടി കൊണ്ട് സമുദ്രത്തിൽ അടിച്ചു, വഴിയുണ്ടായി, കണ്ടുപോയി. കടന്നുപോയപ്പോൾ മൂസാ നബിക്കൊരു ശങ്ക, അല്ല ഇതുകൊണ്ടിപ്പോൾ കാര്യമില്ലല്ലോ, ഈ വഴിയിൽ മറ്റൊരും വരൂലേ? ഒരു വഴി ഉണ്ടായി പോയാൽ പിറകെ മറ്റൊരും വരുമല്ലോ. മൂസാ നബിക്ക് ചെറിയൊരു ശങ്ക ഉണ്ടായതാണ്. അല്ലാഹ് വിളിച്ചു, ഉത്രുക്കിൽ ബഹ്വ, സമുദ്രം ഒന്നും നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. കിട്ടിയ വഴി കൊണ്ട് പോയാൽ മതി, മറ്റോ ബാക്കിൽ വരില്ല, അത് ഞാൻ നോക്കിക്കോളാം, അത് നീ നോക്കണ്ടെന്നാണ്.
മൂസാ നബി കടന്നുപോയി, മറ്റൊരു വേക്കിൽ വന്നു, നടുവിലെത്തിയപ്പതാ സമുദ്രം വീണ്ടും കൂടി കഴിഞ്ഞു. അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഒരു അത്രയൊരു ബോധ്യം, അതാ റളീതു ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഈമാനിലേക്ക് എത്താൻ കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യ ദുന്യാവിൽ ടെൻഷൻ ചെല്ലും. മറ്റെന്താ പറയുക, ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക് എന്താ പറ്റി കാട്ടുക, എന്നാൽ അവിടെ ആ ജാടത്തിന് പോയി വെക്കുക, ഈ തങ്ങളടുത്ത് പോയി വെക്കുക, അവിടെ ഒരു ബീവിനുണ്ട് അവിടെ പോയി വെക്കുക, മറ്റൊന്ന് ഏലസ് കെട്ടി വെക്കുക, ഇപ്പം തന്നെ നൂലും കെട്ടി വെക്കുക എന്ന് പറയാം. അതിൻ്റെ പിന്നാലെ പോകാൻ എന്താ അള്ളാഹിനെ തൃപ്തിപ്പെട്ടിട്ടില്ല. അള്ളാഹിനെ തൃപ്തിപ്പെട്ടിട്ടില്ല. 50, 60, 70 കൊല്ലം നമ്മൾ ഹാർട്ട് വർക്ക് ചെയ്തു ഒരു തങ്ങളടുത്തും പോകാതെ തന്നെ. ഉമ്മാൻ്റെ വയറ്റിൽ 9 മാസം കിടന്ന കാലത്തും നമ്മൾ നോക്കിയത് പഠിച്ചോ തന്നെയാണ്. ഇവിടെ വന്ന 50, 60 കൊല്ലം ഒരു പ്രശ്നമില്ലാതെ ഹാർട്ടും ലിവറും കിഡ്നിയും എല്ലാം കൃത്യമായി വർക്ക് ചെയ്ത് ഒരു 70ാമത്തെ വയസ്സിലാണ് ചെറിയൊരു ബ്ലോക്ക്. 3 വാൾവിൻ്റെ ഹാർട്ടിന്, അതിൽ ഒരു വാൾവിൻ്റെ ഒരു പോയിന്റിൽ ഒരു ചെറിയൊരു ബ്ലോക്ക്. അപ്പോൾ തന്നെ ബദരീങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? എന്താ വിളി വരാൻ കാരണം? ഒരല്ലാതെ തൃപ്തിയായിട്ടില്ല. ഇത്രയും കാലം എൻ്റെ ഹാർട്ട് കൺട്രോൾ ചെയ്ത എൻ്റെ റബ്ബ്, ആ റബ്ബ് മതി. അവൻ അത് സ്ഥലത്ത് ബ്ലോക്കാക്കിയെങ്കിൽ എനിക്ക് അതിന് ഹൈറുണ്ടാകും, ഒരു ഹൈർ അതിലുണ്ടാകും. ആ ഹൈറിനെ ചോദിക്കാൻ നമുക്ക് പറ്റണം. 50 കൊല്ലം ഹാർട്ടിന് കുഴപ്പമുണ്ടായില്ല, 50ാമത്തെ വയസ്സിൽ ഹാർട്ടിന് പ്രശ്നം വന്നു, എൻ്റെ റബ്ബ് എനിക്കതിൽ ഹൈർ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് വിചാരിച്ചാലോ അതും സമാധാനമാണ്. ഒന്നില്ലെങ്കിൽ ദോഷം കൊടുക്കൂലേ, ദോഷം കൊടുക്കൂലേ. അല്ലാഹുത്തആല മനുഷ്യന് സ്വർഗം കൊടുക്കാൻ തീരുമാനിക്കും, പക്ഷേ അമൽ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം ഒന്നുമില്ല. ഹദീസിൽ കാണാം. അപ്പോൾ അല്ലാഹുത്തആല അവൻ്റെ സമ്പത്തിലോ സന്താനങ്ങളിലോ അവൻ്റെ ശരീരത്തിലോ അല്ലാഹുത്തആല പരീക്ഷണം നൽകും. അതിലവൻ ക്ഷമിക്കും, അപ്പോൾ അതിൽ അല്ലാഹു കൂലി കൊടുക്കും. ഈ കൂലിയും കൂടെ ചേർത്തി വെക്കുമ്പോൾ നന്മയുടെ തുലാസ് ഭാരമേറും. അപ്പോൾ അതിനു വേണ്ടിയാണ് തന്നിട്ടുണ്ടാവുക. ഒരു അസുഖം വന്നു, നമ്മളെല്ലാവരോടും പറഞ്ഞു ദോർക്കണം കേട്ടോ. പള്ളിക്കിലൊക്കെ ഇതായിരുന്നു, ക്ലാസ്സിലൊക്കെ ഇതായിരുന്നു, എല്ലാ ഉസ്താദന്മാരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അറിയിപ്പ് വന്നു, എല്ലാവരും പ്രാർത്ഥിച്ചു. ലോകത്തിന് കുറവില്ല. ആ ദുആക്ക് വെറുതായി എന്നല്ല, നമുക്കതൊക്കെ ലാഭമാണ്. ആ ദുആക്ക് മുഴുവൻ കൂലി നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ രോഗം മാറൂല. കാരണം ഈ രോഗം പഠിച്ചോൻ തന്നതിന് അല്ലാഹു തആലയ്ക്ക് ഉദ്ദേശം ഉണ്ടാവും. ചിലപ്പോൾ ആ ഉദ്ദേശം നമ്മുടെ നന്മയുടെ തുലാസ് ഭാരം കൂട്ടലായിരിക്കും. അതിനൊരു പക്ഷെ നമ്മൾ 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം 10 കൊല്ലോ ചിലപ്പോൾ രോഗിയായി കിടക്കേണ്ടി വരും. അപ്പോഴേ ഭാരം കൂടുള്ളൂ. അപ്പോൾ രോഗം ശിഫയാക്കുന്നത് എല്ലാവരും കൂടി നോക്കുകയാണ്. രോഗം ശിഫാക്കുക, കാരണം രോഗം കൊടുത്തുന്നതിനാണ്, അവൻ സ്വർഗത്ത് കൊണ്ടുപോകാനാണ്. ഇത് ശിഫായാലോ ആ കൂലിയോടെ നിൽക്കും. അപ്പോൾ ഈ ശിഫയാക്കൂല, പകരം ഈ മനുഷ്യന്മാർ ദോഴുന്ന കൂലിയൊക്കെ അതും കൊടുക്കും. ഒരുപാട് ആൾ ദോഴുന്നു, അതിനൊക്കെ പ്രതിഫലം കിട്ടി. ഈ രോഗത്തെ ക്ഷമിച്ചു, അതിൻ്റെ കൂലിയും കിട്ടി. ഇതെല്ലാം കൂടി വെക്കുമ്പോഴോ നന്മയുടെ ഭാഗം ഭാരം കൂടി അവൻ സ്വർഗത്ത് പോകാം. ഇതിനായിരിക്കും ഓനെ ഈ സ്വർഗം മാറാത്തത്. അത് തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ കുറ്റം പറയും. എന്താ റബ്ബേ എത്ര ആൾ ദുആയിരുന്നു, എന്തെല്ലാം ചികിത്സിച്ചു, ഒരു കുറവില്ല, എന്താ അപ്പം അല്ലാഹുവിനോട് ഇങ്ങനെ? അത് നമുക്ക് അല്ലാഹുവിനെ പറ്റി മനസ്സിലാകാത്തതുകൊണ്ടാണ്. മകൾക്ക് ഒരുപാട് കാലമായി വിവാഹം അന്വേഷിക്കുന്നു, ഒരുപാട് ആൾ വന്ന് കണ്ടുപോയി, എല്ലാവരും കാണും, ഒക്കെ എപ്പാട് ഇതാണ് ഉറക്കുന്നുണ്ട്, ഏതാണ്ട് തീരുമാനമാകും, പിന്നെയും കാണാൻ തട്ടിച്ചാണ്ട് പോകും. എന്താണെന്നറിയില്ല, പ്രായം ഇങ്ങനെ കൂടി വരികയാണ്, ബേജാറ് ഉള്ളിലൊക്കെ ഉണ്ട്, പല അന്വേഷണം വരുന്നുണ്ട്, പലരോടും പറയുന്നുണ്ട്, എല്ലാവരും കൊണ്ടുവരുന്ന, പക്ഷെ ഒന്നുകൂടി ശരിയായി കിട്ടുന്നില്ല. പിന്നെ നമുക്ക് സംശയം, എൻ്റെ മറ്റേ താഴത്തെ പേരക്കാരന് മുടക്കുകയാണോ സംശയമുണ്ട്. പിന്നെ ഇങ്ങനെ തോന്നുന്നു നമുക്ക് മുടക്കുക, അത് സാധ്യതയുണ്ട്. അപ്പം ചോദിച്ചാൽ മറ്റോ ശരിയാട്ടോ, മറ്റോന് മുടക്കിലിപ്പനാണ്, ഇപ്പം ചിലപ്പോൾ സാധ്യതയുണ്ട്. പിന്നെ കേസിൽ നമ്മൾ പറയും, നിങ്ങൾ ഇതിൽ കൂടി വരട്ടോ, വേറെ വഴി ഞാൻ പറഞ്ഞുതരാം, അതിലെ വന്നാൽ മതി. കാരണം ഇതിൽ വന്നാൽ മറ്റോടെങ്കിലും അറിഞ്ഞിട്ട് മുടക്കിയാലോ. ചില അങ്ങാടി കാണാം, കല്യാണം മുടക്കിയുള്ള ശ്രദ്ധയ്ക്ക് വലിയ ബോർഡ്. നമ്മളെ മകൾ എന്ന് വിവാഹിതയാകണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മുടക്കാൻ പാടിക്കാൻ പറ്റുക. നമ്മളെ മകൾക്ക് ഈ ദുനിയാവിൽ ഒരു വിവാഹം വേണ്ടെന്നാണ് അല്ലാഹുവിൻ്റെ തീരുമാനമെങ്കിൽ ആർക്കാ നടത്തി തരാൻ കഴിയുക? ഇനി അഥവാ നമ്മൾ അയൽവാസി മുടക്കി വിചാരിക്കുക, എങ്കിൽ ഓനെ മുടക്കുക അല്ലാഹു ഏൽപ്പിച്ചാണ്. നമ്മളെ ദുആക്കളുടെ ഇജാബത്താണത്. നമ്മൾ ദുആ എന്താ പഠിച്ചോ, എൻ്റെ മകൾക്ക് ഒരു സ്വാലിഹായ ഭർത്താവിനെ കൊടുക്കരുത് ഓർക്കുന്നത്. ഈ വന്ന കേസൊന്നും സ്വാലിഹായ ഭർത്താവല്ല. അയാളെ കൂടെ ജീവിച്ചാൽ
ഒരുപക്ഷെ നമ്മുടെ മകളുടെ സ്വർഗം നഷ്ടപ്പെടും, തൗഹീദ് നഷ്ടപ്പെടും, ഈമാൻ നഷ്ടപ്പെടും. ഇപ്പം നല്ല കേസാണ്, അന്വേഷിച്ചപ്പോൾ നല്ല ഉസാറാ, ഒക്കെ പറ്റ ബന്ധമാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ 10 കഴിഞ്ഞാൽ ഓൻ ഗാഫറായി പോകാനുള്ളതാണ്. അത് അല്ലാഹ്ക്കറിയാം, നമുക്കറിയില്ല. അപ്പോൾ ഓൻ്റെ കൂടെ കെട്ടിച്ചു കൊടുത്താലോ നമ്മളെ മോളെ ഈമാനും പോകും, ഓട് നരകത്ത് പോകും. അപ്പം അല്ല പറഞ്ഞു ഓൻ തോന്നിക്കുന്നത് സ്വാലിഹായ ഭർത്താവ് വേണമെന്നാണ്, ഈ ഭർത്താവിനെ പറ്റൂല. അപ്പം അല്ല അയൽവാസി ഏൽപ്പിച്ചു, എടാ അത് മുടക്കിക്കാള്. അപ്പോൾ പോയി മുടക്കി. നമ്മളെ ദുആയുടെ ഇജാബത്താണ്. അപ്പോൾ അയൽവാസി മുടക്കിയിട്ടുണ്ടെങ്കിൽ ഓന് വല്ല അവാർഡും കൊടുക്കുക വേണ്ടത്, അതാ വേണ്ടത്. കാരണം എന്താ, അത് അല്ല ഏൽപ്പിച്ച ഓനെ എനിക്ക് പറ്റാത്ത വരുമ്പോൾ അത് മുടക്കുക. അല്ല ഓരോരുത്തർ അവിടെയും പിടിക്കുക ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ മുടങ്ങി പോകും. അങ്ങനെ വിചാരിച്ചാൽ നമുക്കതിൽ വല്ല ടെൻഷൻ പിന്നെ ഉണ്ടാവും. അല്ലെങ്കിലോ ടെൻഷൻ അവസാനിച്ചിട്ടു, എല്ലാത്തിനും ടെൻഷനാവും, ഒക്കെ പ്രശ്നം, എല്ലാത്തിനും ബേജാറ്, എന്ത് സംഭവിച്ചാലും ഒക്കെ ബേജാറ്. ഇതല്ല റഹ്മാൻ റബ്ബിനെ തീരുമാനം ഉണ്ടാവും. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത. അല്ലാഹുവേ നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല റബ്ബേ. ഇതാണ് മനസ്സ് കണ്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഇമാം അഹ്മദിൻ്റെ ചരിത്രത്തിൽ കാണാം, ഇമാം അഹ്മദ് ഹംബൽ ഇമാം അഹ്ലുസുന്ന എന്ന സ്ഥാനപ്പിള്ളതാണ്, അഹ്ലുസുന്നയുടെ ഇമാം. ലക്ഷക്കണക്കായ ഹദീസ്, 6 ലക്ഷം ഹദീസ് കാണാതെ പഠിച്ച മനുഷ്യൻ ഇമാം അഹ്മദ്. ഒരു ഹദീസ് കാണാൻ പഠിക്കാനാൽ ആ ഹദീസിന് ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ആ വാചകം മാത്രം പഠിച്ചാൽ ഒരു ഹദീസ് പഠിഞ്ഞു അറിയില്ല. ആ വാചകം നബിയിൽ നിന്ന് ആര് കേട്ടു? ഏത് സ്വഹാബി കേട്ടു? ആ സ്വഹാബിനെ ഏത് താബിഈ കേട്ടു? ആ താബിഈ ഏത് താബിഈ കേട്ടു? ഇങ്ങനെ ആ പരമ്പര അടക്കം പഠിക്കുമ്പോഴാണ് ഒരു ഹദീസ് പഠിഞ്ഞു എന്ന് പറയാം. ഒരു ഹദീസിലാക്കി ഹിഫ്ളുണ്ട് പറയണമെങ്കിൽ സനദ് അടക്കം നബിതങ്ങൾ മുതൽ ഇങ്ങോട്ട് അത് കിതാബിൽ രേഖപ്പെടുത്തിയ ആളുവരെയുള്ള പരമ്പരയും ആ ടെക്സ്റ്റും അത് പഠിക്കുമ്പോഴാണ് ഒരു ഹദീസ് കാണാതെ അറിയും എന്ന് പറയുക. അങ്ങനെ 6 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള മനുഷ്യനാണ് ഇമാം അഹ്മദ്. അദ്ദേഹം ഒരിക്കൽ യാത്രാമധ്യേ രാത്രിയായി എവിടെയെങ്കിലൊക്കെ ഒന്ന് കിടക്കണമല്ലോ, അതിന് പറ്റിയ സ്ഥലമൊന്നുമില്ല. ഇന്നത്തെ മാതിരി ലോഡ്ജും റൂമൊന്നും ഉണ്ടാവില്ലല്ലോ. ഏതായാലും പള്ളിയിൽ പോയി ചെന്നു, അവിടെ കയറി, അവിടെ നിസ്കാരം കഴിഞ്ഞ് അവിടെ കിടക്കാൻ തീരുമാനിച്ചു. ആ പള്ളിക്കിൽ മൊല്ലാക്ക പറഞ്ഞാൽ ഇവിടെ കിടക്കാൻ പറ്റില്ല, ഞാൻ ഇശാസ്കാരം കഴിഞ്ഞാൽ പള്ളി പൂട്ടും, ഇവിടെ കെടുത്തലില്ല. മൂപ്പർക്ക് അറിയാതെ ഇമാം അഹ്മദാന്ന് അറിയില്ല. ആ പറഞ്ഞു, അല്ല ഞാനൊരു യാത്രക്കാരനാണ്, ഇവിടെ കിടന്ന് സുബഹി നിസ്കരിച്ച് പോയിക്കോളാം, വേറെ ഇവിടെ കിടക്കാൻ സൗകര്യമില്ല, അത് പറ്റില്ല, ഇവിടെ കിടക്കാൻ പറ്റില്ല. അപ്പം ഇമാം അഹ്മദ് പറഞ്ഞു, അള്ളാൻ്റെ പള്ളിയിലെ ഞാൻ കിടക്കുന്നതാണ്. അങ്ങനെ വർത്താനായി ഇയാൾ പിടിച്ച് വലിച്ച് പുറത്തേക്കിട്ട് വാതിലും കൂട്ടിയാൾ പോയി, ഇവിടെ കിടക്കാൻ പറ്റില്ല, നിവൃത്തില്ല. ഇറങ്ങി നടന്നു, ആയിക്കോട്ടെ എവിടെയെങ്കിലൊക്കെ പോയി കിടക്കാം. അങ്ങനെ കുറച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ ഒരു മനുഷ്യങ്ങനെ ഈ റൊട്ടി ഉണ്ടാക്കണ ഒരു ഇതുണ്ട്, ബേക്കറി, റൊട്ടി ഉണ്ടാക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഇയാളിങ്ങനെ രാത്രി ഫുള്ള് റൊട്ടി ഉണ്ടാക്കുന്ന പണിയിലാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ പറ്റുമോ ചോദിച്ചു. കുഴപ്പമില്ല, ഞങ്ങൾ ആ മുലക്കിന് പണി ചാക്കി പിരിച്ച് അവിടെ കിടന്നോടി, പക്ഷെ അവിടെ ഞാൻ രാത്രി ഫുള്ളിന് പണി ഉണ്ടാവും, അതിന് ഒച്ചം ബഹളമൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടെ കിടക്കാം, ആയിക്കോട്ടെ അത് മതി. അങ്ങനെ ആ ഒരു കടൻ്റെ ഒരു മൂലക്കിൽ അവിടെ കിട്ടിയ സൗകര്യത്തിൽ ഇമാം അഹ്മദ് കിടന്നു എന്നാണ്. അപ്പം കിടന്നിങ്ങനെ നോക്കുമ്പോൾ ഇയാളിങ്ങനെ പണിയെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ അൽഹംദുലില്ലാ 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 സുബ്ഹാനല്ലാഹ് ഇതിങ്ങനെ ചെല്ലുന്നൊരു പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ ഈ മനുഷ്യൻ എത്ര വലിയൊരു ഈമാനുള്ള മനുഷ്യന് ഈ പണിയെടുക്കുമ്പോഴിങ്ങനെ അള്ളാനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചാൽ, അല്ല എന്താ മനുഷ്യങ്ങളിങ്ങനെ ഇത്രയ്ക്ക് ഒരു ഭയങ്കര സന്തോഷത്തോടെ പണിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അദ്ദേഹം ഇപ്പോൾ ഞാൻ അള്ളാനോട് ചോദിച്ച എല്ലാ സംഗതിയും കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ച് കിട്ടാൻ ബാക്കിയുണ്ട്, അത് കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്, ഞാൻ അതിനു വേണ്ടിയാണ് ഈ തസ്ബീഹും തഹ്മീദും. അപ്പോൾ ഇമാം അഹ്മദ് ആവേശമായി, എന്താ പറയാ ഇത്ര വലിയ ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യൻ. അപ്പോൾ എന്താ ഞാൻ കിട്ടാൻ ബാക്കിയുള്ളൂ വെച്ചാൽ, ഞാൻ അള്ളാഹ് ചോദിച്ചൊരു ചോദ്യം ബാക്കിയുണ്ട്, എനിക്ക് ദുനിയാവിന് മരിക്കണ മുമ്പ് ഇമാം അഹ്മദിനൊന്ന് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, അത് ഞാൻ ദുആനോട് തീർക്കുന്നതാണ്. ആ ഇമാം അഹ്മദ് അവിടെ നിന്ന് കിടക്കുന്നത്. ഇമാം അഹ്മദ് പറയാൻ, നിൻ്റെ ദുആക്കുള്ള ഇജാബത്താണ് നിന്നോ പള്ളിക്ക് നിന്ന് പുറത്താക്കിയത്. പള്ളിക്ക് നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിലോ അവിടെ കിടന്നുറങ്ങും, സുബഹിസ്കരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനം അത് നടക്കും. അതാണ് മനസ്സിന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തു സംഭവിച്ചാലും ശരി മതിമറന്ന സന്തോഷവുമില്ല, നിരാശയുമില്ല.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബാപ്പ മരിച്ചു എന്ന് കേട്ടാലും ഉമ്മ മരിച്ചു എന്ന് കേട്ടാലും അവരുടെ മക്കൾ മരിച്ചു എന്ന് കേട്ടാലും ഒറ്റ വാക്കിന് സമാധാനം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് നമുക്ക് മാത്രമേ കിട്ടൂ, തൗഹീദുള്ളവന് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്തതല്ല, ഓന് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ഓനാകെ ടെൻഷനായി ബേജാറായി ഇനി എന്താ ചെയ്യാനായി അള്ളാഹിനെ ചീത്താറിന് എല്ലാ ശിർക്കിൻ്റെ എല്ലാ കേന്ദ്രത്തിലും പോയി അവൻ്റെ ഈമാൻ നഷ്ടപ്പെടുത്തി ഓൻ നരകത്തിൽ പോകും. അതുകൊണ്ട് ദുനിയാവിലേക്ക് നമ്മൾ വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും, പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്താ പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ആരാണ് അഹ്സനു അമൽ, ഏറ്റവും നല്ല അമൽ ചെയ്യുന്നവൻ ആര് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു അല്ലാഹു തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് എന്നാണ് സൂറത്തുൽ മുൽക്കിൽ തബാറക സൂറയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ആ പരീക്ഷണത്തിൽ വിജയിക്കണം നമുക്ക്. അതിന് ജീവിതത്തിൽ ഉണ്ടാവേണ്ട അഹ്സനു അമലാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ പറയുന്ന വല്ലാത്തൊരു പോയിന്റുണ്ട്. അദ്ദേഹം പറഞ്ഞ അല്ല ഇവിടെ പറഞ്ഞത് അയ്യുക്കും അഹ്സനു അമല എന്നാണ്, അക്സറു അമല എന്നല്ല പറഞ്ഞില്ല. ഏറ്റവും അധികം അമൽ ചെയ്യുന്നത് ആര് ഇത് നോക്കാൻ എന്നല്ല, ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് ആര് ഇത് നോക്കാൻ. ഇത് കുറേ അമൽ ചെയ്തിട്ട് അമലിൻ്റെ ആധിക്യം കൊണ്ട് സ്വർഗത്തിൽ പോകൂല. അമലിൻ്റെ ആധിക്യം കൊണ്ട് സ്വർഗത്തിൽ പോകൂല. കാരണം സ്വർഗം എന്നുള്ളത് നമ്മളെ അമൽ തരാൻ മാത്രമൊന്നുമല്ല. നമ്മളെ അമലിപ്പം എന്തുണ്ടാവുക? നമ്മളിപ്പോൾ ജീവിതം മുഴുവൻ ഇബാദത്തിൽ തന്നെ മുഴുകിയാൽ പോലും അതിനൊക്കെ ഇവിടെ തൂക്കിയാൽ എത്ര വെയിറ്റ് ഉണ്ടാകും നമുക്കറിയില്ല. അതിന് പകരം തരാൻ മാത്രം വിലയില്ലാത്തതാണോ സ്വർഗം? ഒരിക്കൽ ഗ്രഹണ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഇമാം നിൽക്കുന്നു, സ്വഹാബിയുടെ ബാക്കിലുണ്ട്, ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിനിടയിൽ നബി തങ്ങൾ മുന്നിൽ കാണിച്ചെന്നു, ഒരു സാന്തോ പിടിക്കണ പോലെ കാണിച്ചെന്നു മുന്നിക്ക്, പിന്നെ കണ്ടു പിന്നിക്ക് രണ്ടടി പിന്നിക്ക് ഇറങ്ങി. അപ്പോൾ സ്വഹാബിയൊക്കൊന്നും മനസ്സിലായി എന്താ ഇത് സാധാരണ ഇല്ലാത്തതാണത് ഇങ്ങനെ. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബി ചോദിച്ചു, എന്താ നബി നിങ്ങൾ നിസ്കാരത്തിൽ ഇങ്ങനെ മുന്നിക്കും പോയി അതേപോലെ പുറകോട്ടും പോന്നു, എന്താ സംഭവം? നബി തങ്ങൾ പറഞ്ഞു, ഈ ചുമരിൽ അള്ളാഹു എനിക്ക് സ്വർഗവും നരകവും കാണിച്ചു. ആ സ്വർഗം കണ്ടപ്പോൾ സ്വർഗത്തിന് ഒരു മുന്തിരിക്കൊലം കണ്ട് അതിലേക്ക് ഇങ്ങനെ താഴ്ന്നു വന്നപ്പോൾ അതിന് പറിക്കാനാണ് ഞാൻ മുന്നിൽ കാണിച്ചെന്നത്, പക്ഷെ പറിക്കാൻ കിട്ടിയില്ല. നരകം കണ്ടപ്പോൾ ഒരു നരകത്തിൻ്റെ ആ തീജോല കൊണ്ട് വന്നപ്പോൾ എൻ്റെ മുഖത്ത് കടിക്കുമെന്ന് തോന്നലിനെ ഞാൻ പിന്മാറിയതാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ ഈത്തപ്പഴ കൊലയെങ്ങാനും എനിക്ക് പറിക്കാൻ കിട്ടിയിരുന്നുവെങ്കിൽ ദുനിയാവിന് എത്ര കാലം ബാക്കിയുണ്ടാകുമോ അത്രയും കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷിക്കാൻ അത് മതിയാകുമായിരുന്നു. അതാ സ്വർഗം. ഒരു ഈത്തപ്പനക്കൊല, ഒരു മുന്തിരിക്കൊല, സ്വർഗത്തിലെ മുന്തിരിക്കൊല കിട്ടിയാൽ ഖിയാമത്ത് വരെ ദുനിയാവിൽ എല്ലാവർക്കും തിന്നാൻ അത് മതിയും. അതാണ് സ്വർഗത്തിലെ ഒരു മുന്തിരിക്കൊല. നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ മറ്റൊരു ഹദീസിൽ കാണാം. ഒരു ചാട്ടവാറ് കുത്താൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ സ്വർഗത്തിൽ, അതാണ് ദുനിയാവും അതിനെ മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറായത് എന്നാണ്. ഒരു ചാട്ടവാറിനെ കുത്തിക്കാനുള്ള ഒരു ഇഞ്ച് സ്ഥലം അത് സ്വർഗത്തിൽ കിട്ടലാണ് ദുനിയാവും അതിനെ മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറ് എന്ന്. ആ സ്വർഗം നമ്മളെ നിസ്കാരം നോലുമ്പൊക്കെ പാടെ തൂക്കി കണക്കാക്കിയിട്ട് അതിന് പകരം സ്വർഗം തരാനിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കിട്ടണ്ടാവുക? അപ്പം കുറേ അമൽ ചെയ്തുകൊണ്ട് അമലിൻ്റെ വെയിറ്റ് കൊണ്ടല്ല സ്വർഗം കിട്ടും. സ്വർഗം അല്ലാഹുവിന്റെ വക ഫ്രീ ആണ്. സ്വർഗം അല്ലാഹുവിന്റെ ഔദാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഒരാളും അമല് കൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല. അപ്പം സ്വഹാബി നബിയെ നിങ്ങളോ? ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും അമലിന്റെ ഊക്കൊണ്ടല്ല പോവുക. ഇല്ല അൻയതഗമ്മദനി അല്ലാഹു ബിറഹ്മ, അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ ആവരണം ചെയ്തെങ്കിലല്ലാതെ എനിക്കും സ്വർഗമില്ല. അപ്പം അമലിന്റെ ഊക്കല്ല. പിന്നെ എന്തിനാ അമൽ ചെയ്യാൻ പറഞ്ഞത്? അമൽ ചെയ്യാൻ പറഞ്ഞത് അമലിന്റെ തൂക്കം നോക്കിയിട്ട് അതിന് കണക്കാക്കിയ സ്വർഗം തരാനല്ല. അതിനാണെങ്കിൽ സെക്കൻഡ് സ്വർഗത്ത് നിൽക്കാനുള്ള വകുപ്പ് നമുക്കുണ്ടാവില്ല. സ്വർഗം കാണിച്ചിട്ട് പറഞ്ഞാലും നമ്മളെ അമലിന് പകരാവും. അത്രല്ലേ നമുക്ക് അമലുള്ളൂ. സ്വർഗം എന്ന അല്ലാഹുവിന്റെ വക ഫ്രീ ആണ്, ഔദാര്യമാണ്. അത് അല്ലാഹു വെറുതെ കൊടുക്കുകയാണ്. പക്ഷെ ഫ്രീ കിട്ടാൻ ചില യോഗ്യത വേണം. അതാ ഈമാൻ അമൽ സ്വാലിഹാത്ത്. ഏത് സാധനം ഫ്രീ കൊടുക്കുകയാണെങ്കിലും ചില യോഗ്യത ഉണ്ടാവില്ല.
സാധനം ഫ്രീ ആണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഒന്ന് ഫ്രീ ഇട്ടില്ലെങ്കിൽ ഒന്നെടുക്കണം. അവിടെ പോയിക്കാണ്ട് ഒന്നേതായാലും ഫ്രീ അല്ല എടുത്ത് തന്നാളെ എന്ന് പറയാൻ പറ്റും? അതില്ല. അത് എപ്പോഴാണ് ഫ്രീ ആകുക? ഒന്നെടുക്കുമ്പോൾ. അത് യോഗ്യതയാണ്. റേഷൻ കടയിൽ പോയേ കാണാം ചില മനുഷ്യന്മാർ 30,000 ഫ്രീ. പക്ഷേ ചില യോഗ്യത ഉണ്ട്. ഒരു കാർഡ് ചോപ്പായിരിക്കണം. അവിടെ പോയി കൈ വയ്ക്കുമ്പോൾ റീഡ് ചെയ്യണം. കൈ വെച്ചപ്പോൾ ഒന്ന് അത് ക്ലിയർ ഇല്ല, റീഡ് ചെയ്യണില്ല. നമ്മൾ പറയും ഏതായാലും ഫ്രീ കൊടുക്കരുത്, എന്തിനാ പോലെ കൈയൊക്കെ വെക്കരുത്, തന്നാളെ സഞ്ചി തന്നാണ്. അത് തരാൻ പറ്റില്ല, അത് തരാൻ പറ്റില്ല. ഫ്രീ കൊടുക്കണമെങ്കിൽ ആ ഫ്രീ കിട്ടാൻ ഇവന് അർഹനാണ് എന്ന് അവിടെ ഒരു ബോധ്യപ്പെടണം. അത് കൈയാണ്ട് വെച്ചാൽ തെളിഞ്ഞിട്ട് വരണം. പേരെന്താ? ശരി, ഓക്കെ, കൊണ്ടുപോയിക്കോ. ഇല്ലെങ്കിലോ അതില്ല. അപ്പോൾ ഫ്രീ കിട്ടാൻ ഇവന് യോഗ്യനാണ് തെളിയിച്ചു കൊടുത്താൽ ഫ്രീ കിട്ടും. സ്വർഗം ഫ്രീ ആണ്. അത് ഫ്രീ കിട്ടാൻ 2 യോഗ്യത തെളിയിക്കണം. അതാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഒന്ന് ഈമാൻ ശരിയാവണം, 2 അമലു സ്വാലിഹാത്തിനാണ്. അത് 2 ഉണ്ടോ? ഓക്കെ, കൊണ്ടേക്കോ, ഫ്രീ, എൻ്റെ വക. ഈമാൻ ശരിയല്ല, തൗഹീദ് ശരിയല്ല, ഇല്ല, പറ്റൂല. സ്വർഗത്തിൻ്റെ മിഫ്താഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിലെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹ് താബഈ പ്രമുഖനാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അലൈസ മിഫ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ? അതെ, അതന്നെയാണ്. പിന്നെന്താ ബേജാറ്? നമ്മളെത്തുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, പക്ഷേ വലൈസ മിഫ്താഹുൻ ഇല്ലാ വലഹാ അസ്നാൻ. ഏത് താക്കോലിനുമുണ്ട് ചില പല്ലുകൾ. ആ പല്ല് ശരിയാണോ തുറക്കാൻ പറ്റും, ഇല്ലേ തുറക്കാൻ പറ്റൂല. താക്കോലുണ്ടായാൽ പോരാ. താക്കോലിൻ്റെ ഒരു പല്ല് ലേശം വളഞ്ഞാൽ അത് തുറക്കൂല. ഒന്ന് തുരുമ്പിടിച്ചാൽ പറ്റൂല. ഒരു താക്കോൽ ചെന്നപ്പോൾ 6 ഡോറിൻ്റെ താക്കോലല്ല, അത് വേറെ താക്കോല. എന്നാ തുറകോ? ഇല്ല. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മിഫ്താഹിന് ചില പല്ലുകളുണ്ട്. ആ പല്ലൊക്കെ ക്ലിയർ ആണോ എങ്കിൽ തുറക്കാൻ പറ്റും. ഇല്ലാ ലാ യുഫ്തഹു ലക്. ഇല്ലെങ്കിൽ നിനക്കത് തുറക്കപ്പെടുകയില്ല. അപ്പൊ സ്വർഗം ഫ്രീ ആണ്. പക്ഷെ കടക്കണമെങ്കിൽ താക്കോല് വേണം. ആ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ യോഗ്യത തെളിയിക്കണം. 2 യോഗ്യത, ഒന്ന് ഈമാൻ, 2 അമലു സ്വാലിഹ്. അതുകൊണ്ടാണ് തൗഹീദ് എത്ര പ്രധാനമായത്. ശിർക്ക് സംഭവിച്ചാൽ എല്ലാം പൊളിഞ്ഞു പറഞ്ഞല്ലോ. ശിർക്ക് സംഭവിച്ചാൽ എല്ലാം പൊളിഞ്ഞു, എല്ലാം ബാത്തിലായി. എന്താ കാരണം? താക്കോലിൻ്റെ പല്ല പൊട്ടിയത്. വമ്പൻ വീട്, എല്ലാ സൗകര്യവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ചാവികൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. സ്വർഗം അവിടെ റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. കടക്കാനുള്ള ചാവി നിങ്ങൾ കൊണ്ടുവരണം. ആ ചാവി ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്. അപ്പം ചാവില്ല, വൃത്തില്ല, കയറാൻ പറ്റില്ല. കയറിയാലോ ബാക്കി എല്ലാ ദേഷ്യം ഉപയോഗിക്കാം. അതാണ് തൗഹീദിന് അത്ര പ്രാധാന്യം. ആ തൗഹീദിന് വീഴ്ചകൾ വന്നാൽ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിന് തകരാറുകൾ സംഭവിച്ചാൽ, ശിർക്ക് സംഭവിച്ചാൽ, അതോടുകൂടി എല്ലാ അമലും ബാത്തിലായി പോകും. താക്കോലാണ് പൊട്ടിയത്. താക്കോൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ബാക്കിയൊന്നുമില്ല. അതുകൊണ്ട് വിശ്വാസരംഗം പൂർണ്ണമായും ക്ലിയർ ആവണം. അതിൽ തകരാറുകൾ വന്നാൽ പിന്നെ രക്ഷയില്ല. 2ാമത്തെ യോഗ്യത അമലു സ്വാലിഹാണ്. സ്വാലിഹായ അമലുകൾ അത് കുറേ ചെയ്യാന്നുള്ളതല്ല, അഹ്സനു അമല, നല്ല അമൽ ചെയ്യുക. ഏതാ നല്ല അമൽ? നല്ല അമല് 2 നിബന്ധന ഒത്ത അമലാണ്. ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക, 2 അള്ളാഹ് പറഞ്ഞ പോലെ ചെയ്യുക. അതാണ് അഹ്സനു അമൽ. ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക, ഇഖ്ലാസ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക, അത് അമലാണ്. 2 അള്ളാഹ് പറഞ്ഞ പോലെ മാത്രം ചെയ്യുക. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു, പക്ഷെ അള്ളാഹു റസൂലോ പഠിപ്പിച്ചതല്ല ചെയ്തത് എന്ന കാര്യമില്ല. അള്ളാഹു റസൂലോ പഠിപ്പിച്ച അമൽ ചെയ്തു, പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടിയല്ല ചെയ്തത്, എന്നാലും കാര്യമില്ല. ബാങ്കുർത്തി പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ജമാഅത്തിൽ പങ്കെടുത്തു. അള്ളാഹു റസൂലും പഠിപ്പിച്ച അമലാണ് പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്നത്. പക്ഷെ പോയതെന്തിനാ? ഞാൻ പള്ളി കമ്മിറ്റി മെമ്പറല്ലേ, ഞാൻ ജമാഅത്തിൽ പോയി മറ്റോ ചോദിക്കും, ഇന്നലെ കണ്ടില്ലല്ലോ, പിന്നെ അത് കണ്ടില്ലല്ലോ, എവിടെയിരുന്നു? അപ്പം ഞാൻ എന്തേ പറയേണ്ടത്? തൽക്കാലം പോവുക. അമലാണ്, പക്ഷേ അഹ്സനു അമലല്ല. മറ്റോൻ്റെ കുടിരിക്കലിന് പോയി പോകുമ്പോൾ ഒരു വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഒക്കെ ഗിഫ്റ്റും വാങ്ങിയിട്ടാണ് പോണത്. ഗിഫ്റ്റ് കൊടുക്കൽ നല്ല അമലാണ്. പക്ഷേ എന്തിനാണ് കൊടുക്കുന്നത്?
നമ്മൾ കുടിയിരുന്നപ്പോൾ ഓൻ കൊടുത്തിരുന്നു, നീ കൊണ്ടുപോകാൻ ഞാൻ പ്രശ്നമാണ്. ഞാൻ കുടിയിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഓൻ കുടിയിരിക്കുമ്പോൾ അത് കൊടുക്കാൻ കടമാണ്, അത് കൊടുക്കാക്കാൻ പറ്റൂല. അപ്പം അള്ളാഹ്ക്ക് വേണ്ടിയല്ല, അപ്പം അമലാണ്, പക്ഷേ അഹ്സനു അമലല്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അപ്പം നമ്മളെ അമൽ നമ്മൾ ഈ രണ്ടും വെച്ച് നമ്മൾ വെറുതെ നോക്കിയാൽ മതി ഏതൊക്കെ കിട്ടുന്നു. നമ്മൾ കുറേ അമൽ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്ത അമൽ ഏതൊക്കെ പരലോകത്ത് കിട്ടും. ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, വേറൊരു ഉദ്ദേശമില്ല, ഒരു ഉദ്ദേശമില്ല. നമ്മളൊരാൾ നന്നായി സഹായിച്ചു, വലിയ സംഖ്യ കൊടുത്തു, ഓൻ്റെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു. പിറ്റേന്ന് പറഞ്ഞ അങ്ങനെ കണ്ടപ്പോൾ ഓൻ മൈൻഡ് ചെയ്യാതാണ് പോയി, കണ്ട ഭാവം പോലും ഇല്ല. നമുക്കെന്താ തോന്നുക, ഇന്നലെ ഇപ്പോൾ വലിയ സംഖ്യ വാങ്ങി പോയിട്ട് ഇപ്പം കണ്ട ഓനെ കണ്ടൊരു മട്ടിൽ ഇനി ആവശ്യം വരുമല്ലോ, വരുമ്പോൾ അപ്പം കാണാം. അമലാണ്, പക്ഷേ അഹ്സനമലല്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ. നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത് ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് ഒരു നന്ദിയോ ഒരു പ്രത്യുപകാരമോ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ശരിയായ അമൽ. ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് പറയാണ്, നീ ഒരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുത്തു, അപ്പം അയാൾ പറഞ്ഞു, വല്ലാത്ത ഉപകാരമായിട്ടോ, ഞാൻ എന്താ വേണ്ട നിങ്ങൾ പറഞ്ഞോളി. ഒന്നും വേണ്ട, ഇത് വാരുന്നാൽ മതിയാണ്, ഇത് വാരുന്നാൽ മതി, വളർന്നും വേണ്ട. എന്നാൽ അത് പറഞ്ഞാൽ നീ ഈ ആയത്തിൽ നിന്ന് പുറത്തു പോയി എന്നാണ്. ലാ നുരീദു മിൻകും ജസാഅ, ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് വേണ്ടി ദോരക്കാട്ടോ എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം പ്രതീക്ഷിച്ചു എന്ന് ഓൻ തോരുന്നോട്ട്, അതുകൊണ്ട് ഇഷ്ടം, അത് ഓനും ചെയ്യേണ്ട ബാധ്യത. പക്ഷേ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചു, അത് പറയാൻ പാടില്ല എന്നല്ല, പറയാം. പക്ഷേ ഈ ആയത്തിന് നീ പുറത്താണ്, ജസാ നീ പ്രതീക്ഷിച്ചു കഴിഞ്ഞു. അതാണ് ഖാലിസായ അമൽ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക, വേറെ ഉദ്ദേശമില്ല. ആളെ വലിപ്പം നോക്കിയിട്ടോ എന്താ പോലൊക്കെ പാടെ പരിക്ക് വരുമ്പോൾ എങ്ങനെയപ്പോൾ കൊടുക്കാതൊക്കെ അല്ല. നമ്മൾ പിരിവിനൊക്കെ അങ്ങനെയാണല്ലോ, എന്നെപ്പോലത്തെ ഉണങ്ങിയ മനുഷ്യൻ പോയാൽ എന്തേ തരും. ഒരു 4-5 ആൾക്കാർ കൂടി വലിയ വണ്ടിയൊക്കെ എടുത്തൊക്കെ പാടെ ചെന്നിട്ട് ഹായ് പോലൊക്കെ പാടെ വരുമ്പോൾ എങ്ങനെയപ്പോൾ അത് അങ്ങനെ മടക്കാൻ പറ്റുമല്ലോ, എന്നാൽ എഴുതി കൂടി പൈസ കൂടെ കിട്ടും, പക്ഷേ അഹ്സൻ അമലല്ല. അപ്പം ഇനി നമ്മൾ ചെയ്യുന്ന അമലൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ നോക്കി, ഇതൊക്കെ പാടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കഴിച്ച് നോക്കുക, ഇനി എത്ര ബാക്കി ഉണ്ടാകുക, ഏതാ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നുണ്ടാവുക. സഹോദരങ്ങളെ, അങ്ങനത്തെ അമൽ നമുക്ക് വേണം, അത് കുറച്ച് മതി. അതുകൊണ്ടാണ് അക്സറു അമൽ എന്ന് പറഞ്ഞില്ല, അഹ്സനു അമൽ എന്നാണ് പറഞ്ഞത്. ഏറ്റവും അധികം അമൽ ചെയ്യുന്നവനാര് എന്ന് നോക്കാൻ എന്നല്ല, ഏറ്റവും ശരിയായ അമൽ ചെയ്യുന്നവനാര്. നമ്മളെ അമലുകൊണ്ട് അള്ളാഹ്ക്ക് എന്താ കാര്യം? ഒന്നുമില്ലല്ലോ. നമ്മൾ കുറേ നിസ്കരിച്ചു, അള്ളാഹ്ക്ക് ഒന്നും കിട്ടാണ്ടോ? നമ്മളൊക്കെ ഇവിടെ നോമ്പ് തോറ്റു, അള്ളാഹ്ക്ക് എന്താ കിട്ടാനുള്ളത്? ഇനി ഒരൊറ്റ മനുഷ്യൻ നിസ്കരിച്ചില്ല, അള്ളാഹ്ക്ക് എന്താ നഷ്ടം? ലോകത്ത് ഒരാളും പഠിച്ചവനായിട്ട് അംഗീകരിച്ചില്ല വിചാരിക്കുക, അള്ളാഹ്ക്കുള്ള കുറവുണ്ടാവും? ഇല്ല. അപ്പൊ അള്ളാഹു തആലക്ക് നമ്മുടെ അമൽ ആവശ്യമില്ല. പിന്നെന്തിനാ അമലൊക്കെ വെച്ചത്? നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. അത് അല്ലാഹ് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടെ ഏറ്റവും തെമ്മാടിയായ ഒരാളുടെ ഖൽബിന്റെ അവസ്ഥയിലേക്ക് മാറിയാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ യാതൊരു കുറവും വരുന്നില്ല. ലൗ അന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ മിൻകും, നിങ്ങളെ ഒന്നാമൻ മുതൽ അവസാനക്കാലം വരെയുള്ള എല്ലാവരും, എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഏറ്റവും മുത്തഖിയായ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് എല്ലാവരും കൂടെ മാറി, എല്ലാവരും മുത്തഖീകളായി എന്ന അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒന്നും വർദ്ധിക്കുന്നില്ല. എല്ലാ മനുഷ്യന്മാരും എല്ലാ ജിന്നുകളും കാനൂ ഫീ സഈദിൻ, എല്ലാവരും കൂടെ ഒരു വലിയ വിശാലമായ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് അവിടെ എല്ലാ ആവശ്യങ്ങളും ചോദിച്ചല്ലാനോട് അള്ളാഹു തആല എല്ലാം കൊടുത്തു. എന്നാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരു കുറവും വരുന്നില്ല. അപ്പം നമ്മോട് നിസ്കരിക്കാൻ പറഞ്ഞു, നോമ്പ് വയ്ക്കാൻ പറഞ്ഞൊന്നും അള്ളാഹ്ക്ക് എന്തോ കിട്ടാനായിട്ടൊന്നുമല്ല. അങ്ങനെ ചിലപ്പോൾ തോന്നുന്നു, എന്താ ഇപ്പോൾ ഇസ്ലാമിലൊന്നോട് അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ നോക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല, ആ സമ്പാദ്യം പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല, സ്ത്രീധനം വാങ്ങാൻ പാടില്ല, കൊള്ളലാഭം പാടില്ല, ആകെ പഴുകാറായിപ്പോയി, എന്തിനാ അതൊക്കെ?
ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്, പടച്ചോന് വേണ്ടിയല്ല. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവിലെ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് കുറേ നിയമങ്ങൾ, ബാക്കി പരലോകത്തെ ഖൈറിന് വേണ്ടിയാണ്. ഇസ്ലാമിലെ എല്ലാ നിയമവും ഈ മസാലിഹിൽ ഇബാദ് അൽ ആജില വൽ ആജില, അടിമകളുടെ മസ്ലഹത്തിന് വേണ്ടിയാണ്. ഒന്നുകിൽ ദുനിയവിയായ മസ്ലഹത്ത് അല്ലെങ്കിൽ ഉഖ്റവിയായ മസ്ലഹത്ത്. ദുനിയാവിലെ മസ്ലഹത്ത്, ആഖിറത്തിലെ മസ്ലഹത്ത്, ഈ രണ്ട് മസ്ലഹത്തിന് വേണ്ടി അല്ലാതെ ഇസ്ലാമിൽ ഒരൊറ്റ നിയമവുമില്ല. കോടാനക്കോടി നിയമമുണ്ടെങ്കിലും അത് മുഴുവൻ വെച്ചത് ഈ ലക്ഷ്യത്തിലാണ്. അല്ല നമ്മളൊക്കെ കൂടി നിസ്കരിച്ചിട്ട് അള്ളാഹ്ക്ക് വലിയ കിട്ടലേ പോയി, എന്ത് ഒന്നുമില്ല. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സഹോദരങ്ങളെ, വല്ലാത്തൊരു സമാധാനം, വല്ലാത്തൊരു സംതൃപ്തി ജീവിതത്തിലുണ്ടാവും. അതാണ് നബി തങ്ങൾ പറഞ്ഞ അജബൽ അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. കാരണം അവൻ്റെ എല്ലാം അവന് ഖൈറാകുന്നു, അവന് ഖൈറല്ലാത്ത ഒന്നുമില്ല. അത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ലതാനു. ഇൻ അസാബത്തുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ല വഇൻ അസാബത്തുഹു ദർറാ സബറ ഫകാന ഖൈറൻ ല. അവന് സന്തോഷം വന്നാൽ അവൻ ശുക്ർ ചെയ്യുന്നു, അത് ഖൈറായി മാറുന്നു. പ്രയാസങ്ങൾ വന്നാൽ ക്ഷമിക്കുന്നു, അതും ഖൈറായി മാറുന്നു. ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. വലിയ നേട്ടമുണ്ടായി, അൽഹംദുലില്ലാഹ്, അപ്പോൾ അതൊരു ഖൈറാണ്. നഷ്ടങ്ങൾ വന്നു, സാരമില്ല, അല്ലാഹ്, അതും ഖൈറാണ്. എല്ലാം ഖൈറാകുന്നൊരവസ്ഥ പാറായിക്കണ്ടത്. നമ്മളെപ്പോലെ എല്ലാത്തിനും കൂലിട്ടുന്ന വേറാറില്ല. ദൈവത്തിൽ പോയിക്കാം, ഒരു ഈ പ്രോഗ്രാമിൽ എത്ര വീട്ടിൽ പോയി ക്ഷണിച്ചു, ഒറ്റ മനുഷ്യൻ വന്നില്ലായിരിക്കാം. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ മാത്രമുണ്ട്, വേറെ ആരും വന്നില്ലായിരിക്കാം. വല്ല നഷ്ടമുണ്ടാവും? വല്ല നഷ്ടമുണ്ടോ? നമ്മൾ കൂലിട്ടില്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ സംഗതി ചെയ്തു. ലോകത്ത് വന്നൊരു നബിയുണ്ട്, ആ നബിക്ക് ഒരനുയായിയെപ്പോലും കിട്ടിയിട്ടില്ല, ഒറ്റ ആളും വിശ്വസിച്ചിട്ടില്ല. ഒരു പുരുഷായുസ് മുഴുവൻ ദൈവത്തിടത്തി, മുഴുജത്തുണ്ട്, വഹയുണ്ട്, എന്നിട്ട് ആ നാട്ടിൽ കൂടി ഇറങ്ങി ആ ജീവിതത്തിൻ്റെ ആയുസ് മുഴുവനും ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ഒരാളെപ്പോലും കിട്ടാത്ത നബി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ നബിക്ക് വില കുറവുണ്ടോ? നിങ്ങൾ ആ നബി മരിക്കുമ്പോൾ സ്വാഭാവികമായും ആ നാട്ടിൽ സംസാരം എന്തായിരിക്കും? ഒരു 30, 40, 50 കൊല്ലം ഒരാളിങ്ങനെ നമ്മൾ നാട്ടിൽ കൂടെ കയറി ഞാൻ നബിയാന്ന് പറഞ്ഞ് വരിക, മുഴുജത്ത് കാണിക്കുക, അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറയാം, വഹയുണ്ടെന്ന് പറയാം. എന്നിട്ട് ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കണില്ല. ഒരു 40 കൊല്ലം 50 കൊല്ലം കഴിഞ്ഞ് ആ മനുഷ്യൻ മരിച്ചു പോകാം. നാട്ടിലെന്താ പറയാവൂ? ആ സാധു കുറേ കാലമായി ഞാൻ നബിയാന്ന് പറഞ്ഞ് അടുക്കണ്, ഒരാളെപ്പോലും ഒപ്പം കിട്ടില്ല. ഏതായാലും ആ സാധുവിൻ്റെ കഥ കഴിഞ്ഞു ഇതല്ലേ പറയുള്ളൂ. ആ മയ്യത്ത് പോലും മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ ആ നാട്ടിൽ മനുഷ്യനുണ്ടായിട്ടുണ്ടാവും. അങ്ങനത്തെ നബി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരൊറ്റ അടിയായി കിട്ടാത്ത നബി. നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ കണ്ടു കഴിഞ്ഞ കാലം നബിമാരെ മുഴുവൻ കാണിച്ചു തന്നല്ലാഹു തആല, അത് ഒരു നബി ഞാൻ കണ്ടു, ആ നബിയുടെ കൂടെ ഒരാൾ പോലുമില്ല. അങ്ങനത്തെ നബി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ നബിക്ക് വല്ല കുറവുണ്ടോ പരലോകത്ത്? അപ്പം നമ്മളെ പണി എന്താ? എത്തിച്ചൊടുക്കുക. ഒരാളും സ്വീകരിച്ചില്ല, ആയിക്കോട്ടെ, എന്താ കുഴപ്പം? സ്വീകരിക്കുന്ന പണി നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. കുറേ ആൾ സ്വീകരിച്ചു, അൽഹംദുലില്ലാ, ഇരട്ടി ലാഭമാണ്. നമ്മളെ ഏൽപ്പിച്ച പണിയെടുക്കുക. നമ്മളെ ഏൽപ്പിച്ച പണിയെടുക്കുക. എന്ത് റിസൾട്ട് ഉണ്ടായി അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഏത് രംഗത്തുണ്ട് നമ്മൾ വേണ്ടി ഇറങ്ങുക, വർക്ക് ചെയ്യുക. നാട് മുഴുവൻ നോട്ടീസ് ഒട്ടിച്ചു, ഒറ്റ മനുഷ്യൻ കേൾക്കാൻ വന്നില്ല, ആയിക്കോട്ടെ, എന്താ പേര്? നോട്ടീസ് ഒട്ടിച്ച് കൂലിട്ടു. നമുക്ക് മീറ്റിംഗ് വിളിച്ചു, ഒരാളും വന്നില്ല. അന്ന് കുറച്ചൊക്കെ ഇരുന്നു, ആരും കാണാനില്ല, അവൾ പിരിഞ്ഞു പോയി. ഞാൻ അടുത്ത ആഴ്ച ആക്കാറോ, ഞാൻ അടുത്ത ആഴ്ച വിളിച്ചു, അന്നും ആരുമില്ല. ഇനി ഞാനീ പഠിക്കില്ല, ഞാൻ നിർത്തുകയാണ്. നമുക്ക് പോയില്ല, എന്താ നമുക്കത് പോയി. ചിലരങ്ങനെയാണ്, യോഗം വിളിച്ച് ആരും വരില്ല, ഞാനില്ലാന്ന് പറയും. ഞാൻ ഇങ്ങനെ പോയി. നമ്മളവിടെ വന്നിരുന്നു, കുറച്ചു നേരം കാത്തുന്നു, നമ്മൾ മടങ്ങിപ്പോയി. നമുക്ക് ആ കൂലിട്ടി. വരാത്തവനോ ആ കൂലിട്ടിട്ടില്ല. പിരിവിനിറങ്ങി ഒരുപാട് പരി പോയി, ഒരു ഉറപ്പും കിട്ടിയില്ല. ഒരു ടെൻഷൻ ഉണ്ടാവില്ല, നമുക്ക് കൂലിട്ടി. അത്രേ ഉള്ളൂ. പൈസ ഇട്ടേരും, അൽഹംദുലില്ലാ, കാര്യം നടക്കും ചെയ്യും. ഇല്ലേ, നമുക്കുള്ള കൂലി എപ്പോഴും കിട്ടും. അങ്ങനെ തീരുമാനിച്ചാൽ ഈ ഏത് അമലിലും മുന്നിൽ ഇറങ്ങാൻ പറ്റും. എൻവി അബ്ദുസ്സലാം റഹിമഹുല്ല, അദ്ദേഹം ഒരു വലിയ പണക്കാലത്ത് കളക്ഷന് പോയ ചരിത്രം പറഞ്ഞേക്കാം. നല്ല ബിസിനസ്സായിട്ടാണ് ഇപ്പോഴത്തെ പോയി. അപ്പോൾ എൻവിയെ പോലത്തെ ഒരാൾ വരുമ്പോൾ
ഒന്നും പറയാൻ പറ്റൂതല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല മൗലവി വന്നത്. അപ്പോൾ ഇദ്ദേഹം മൗലവി ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരി, ഇപ്പം ആയിട്ടില്ല, ആയിക്കോട്ടെ സാരമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം മൗലവി പിന്നെയും വന്നതാണ്. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെയും വന്നു. പിന്നെ വരുന്ന ഇയാൾ പ്രതീക്ഷയില്ല, അന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മൗലവി ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ, ആയിക്കോട്ടെ കുഴപ്പമില്ല. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അനിമതി ഇസ്ലാം മൗലവി പിന്നെയും വന്നു, മൂന്നാമത്. അപ്പം ഇയാൾക്ക് മനസ്സിലായി ഇത് ഒഴിഞ്ഞു പോകില്ലാന്ന്. അപ്പം എല്ലാം കൂടി നിങ്ങൾക്ക് മടുപ്പില്ലെങ്കിൽ വരാമെന്ന് വെച്ചു. എനിക്ക് നേടാൻ മടുപ്പ്, എനിക്കിപ്പോൾ മൂന്നാമതും കൂലിട്ടി, എനിക്കിപ്പോഴും കൂലിട്ടിട്ടില്ല. ഫസ്റ്റ് വന്നപ്പോൾ കൂലിട്ടി, രണ്ടാം വന്നപ്പോൾ കൂലിട്ടി, ഇപ്പോഴും കൂലിട്ടി, എനിക്കിപ്പോഴും കൂലിട്ടിട്ടില്ല. അവിടെ പിന്നെ വരാൻ പറഞ്ഞാൽ പിന്നെയും വരും, എന്താ പറഞ്ഞാൽ പിന്നെ വരൂല. അതാണ് നമുക്കുണ്ടാവേണ്ട കാഴ്ചപ്പാട്. നമ്മളെന്താ ഓനോട് നമ്മൾ എത്ര പേയ്ക്കരുത്, ഒന്നിനും വരില്ല, ഇനി വെറുതെ ക്ഷണിക്കാൻ പോകണ്ടാണ്. ഓൻ വന്നാൽ ഓനെ കിട്ടി, നമ്മൾ പോയി ക്ഷണിച്ചാൽ നമുക്ക് കിട്ടി. ഏത് കാര്യം അങ്ങനെയാണ്. അതാണ് നമുക്ക് പരലോകവുമായി ബന്ധപ്പെട്ടുണ്ടാവേണ്ടുന്ന കാഴ്ചപ്പാട്. ഇങ്ങനെ നമ്മളും നമ്മളെ കുടുംബവും ഒന്നിച്ചാണ് പോവുകയാണെങ്കിൽ നമുക്കാണ് സ്വർഗ്ഗമുള്ളത്. ആദ്യം മോദി വെച്ച ആയത്തതാണ് ഉള്ളതിന് ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും. സൂറത്ത് തൂറിലെ 21-ാമത്തെ ആയത്താണ്. ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, ആ ഈമാന്റെ വഴിയിൽ തൻ്റെ ഭാര്യയെയും മക്കളെയും കൂടെ ചേർത്ത ആളുകൾ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരെ സ്വർഗത്തിൽ നാം കുടുംബസമേതം ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുന്ന. നമുക്ക് ഈമാനുണ്ട്, കുടുംബനാഥന് ഈമാനുണ്ട്, ഭാര്യയും മക്കളും ആ വഴിയിലുമുണ്ട്. തൗഹീദുള്ള കുടുംബനാഥൻ, സുന്നത്ത് പ്രകാരം ജീവിക്കുന്ന കുടുംബനാഥൻ, ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഖുറാഫാത്തില്ലാത്ത ഒരു കുടുംബനാഥൻ, തൻ്റെ ഭാര്യയും മക്കളും അതേ വഴിയിൽ കൂടെ നിൽക്കുന്നു എങ്കിൽ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരുടെ കുടുംബത്തെ, സന്താനങ്ങളെ അവരെ കൂടെ നാം ചേർത്തിക്കൊടുക്കും. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം എന്താ അറിയോ? കുടുംബനാഥൻ സ്വർഗത്തിലേക്കെത്തി, ആ കുടുംബാംഗങ്ങളും സ്വർഗത്തിലേക്കെത്തി. പക്ഷേ ഇപ്പം കുടുംബത്തിൽ 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കും ഒരേ ഈമാനില്ലല്ലോ, ഒരേ അമലല്ല. ഇപ്പോൾ വാപ്പാക്ക് അധികം ഈ അമലുണ്ടാകും, മക്കൾക്ക് പത്രം ഉണ്ടാവില്ല. അത് തിരിച്ചുണ്ടാകും, മക്കൾക്ക് അമൽ കൂടുതലാണ്, വാപ്പാക്ക് അത്ര ഇല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ എല്ലാവർക്കും ഈമാനുണ്ട്, എല്ലാവരും തൗഹീദിലാണ്. കുടുംബങ്ങളെ സ്വർഗത്തിലേക്ക് എത്തി. പക്ഷേ ഒരാൾ ഉന്നത സ്ഥാനത്തെ സ്വർഗത്തിൽ, മറ്റാളോ ഇയാളെ അപേക്ഷിച്ച് ഒരുപാട് താഴെയാണ്. ഓരോരുത്തരും അമലനുസരിച്ചാണല്ലോ കിട്ടുക. എങ്കിൽ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരുടെ കുടുംബത്തെ നാം ഒരുമിച്ച് കൂട്ടിച്ചേർത്തി കൊടുക്കും. ആരാണോ കുടുംബത്തിൽ സ്വർഗത്തേക്ക് മുന്നിലേക്ക് എത്തിയത്, അയാളുടെ ദറജയിലേക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് കയറാം. ഈ ആയത്താണ് സ്വഹാബികൾ പറഞ്ഞ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തന്ന ആയത്ത്. അപ്പൊ കുടുംബത്തിൽ ഒരാൾ സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വർഗത്തേക്ക് എത്താൻ കഴിഞ്ഞാലും പിന്നെ അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരുടെ സന്താനങ്ങളെ, അവരുടെ കുടുംബങ്ങളെ അവരെ കൂടെ നാം ചേർത്തിക്കൊടുക്കുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു നമുക്കെല്ലാം ആ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വർഗം കിട്ടണം. ചിലപ്പോൾ നമ്മൾ ഇന്ന് മരിക്കും, ചിലപ്പോൾ ഇന്ന് മരിക്കും, അത്ര ഉണ്ടാവുള്ളൂ. നാളെ നേരം വിളിക്കുമ്പോൾ വാട്സപ്പിലൊക്കെ വരും, നമ്മൾ ആരെങ്കിലും ആളെ പേര് വെച്ചതാ അയാൾ മരിച്ചു എന്ന് വരും. അപ്പം നമ്മൾ പറയും, പഠിച്ചോ ഇന്നലെ വന്ന് ക്ലാസ് എടുത്ത് പോയി, ഇന്നലെ ക്ലാസ് കേൾക്കാൻ വന്നിരുന്നു, ഇന്നലെ അവിടെ ഇരുന്നിരുന്നു, അയാൾ മരിച്ചു. എത്ര ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ പോയാലും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയണം. ഈ ക്ലാസ് അടക്കം നമുക്ക് സ്വർഗത്തിലേക്കുള്ള വിഭവമായി മാറണം. ഇതിനു വേണ്ടി ചെലവഴിച്ച സമയം, ഇതിനു വേണ്ടി നമ്മൾ അതിന് ചെലവഴിച്ച എനർജി, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള വിഭവമായി മാറണം. അതുകൊണ്ട് ലാഭമുള്ളൂ. അല്ല ഇവിടെ കുറച്ചാൾ കൂടി സംഗതി ഉഷാറായി എന്ന് പറയാനല്ലോ, അതിനുവേണ്ടി അല്ലല്ലോ നമുക്കിത് പരലോകത്തേക്ക് കിട്ടണം. അത് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഇത്തരം ചർച്ചകൾ നടക്കണം. വീട്ടിൽ ഉമ്മയും ബാപ്പയും മക്കളും ഒന്നിച്ച് തൗഹീദിൻ്റെ വക്താക്കളായി മാറും. വീട്ടിൽ ഖുറാഫാത്തുണ്ടെങ്കിൽ തമ്മിൽ പണമാടാം, ഉപ്പ അത് വേണ്ട, അത് ശരിയാവില്ല, നമുക്കത് വേണ്ട, ഉമ്മ അത് വേണ്ട, അല്ലെങ്കിൽ മോനെ നമുക്കത് വേണ്ട. നമ്മുടെ കുടുംബത്തിൽ സ്വർഗം നഷ്ടപ്പെടും. ഒരു ഏരസ് കിട്ടുന്നൊരവസ്ഥ, ഒരു ഐക്യത കിട്ടുന്നൊരവസ്ഥ, ഒരു ജാർത്തക പോകുന്നൊരവസ്ഥ, അല്ലാഹുലാത്തിലേക്ക് മനസ്സിൽ ചെയ്യുന്നൊരവസ്ഥ ഇല്ല. അത് വേണ്ട. അത് വീട്ടിലടക്കണ്ടോ, ഉപ്പ അത് ഒഴിവാക്കുക, ഉമ്മ അത് ഒഴിവാക്കുക, നമുക്കത് വേണ്ട. നമുക്ക് സ്വർഗത്ത് പോകണ്ടേ, ഒന്നിച്ച് സ്വർഗത്ത് പോകാം, നമുക്ക് അല്ലാഹ് കണക്കാക്കിയത് മതി, നബിതങ്ങൾ പഠിപ്പിച്ചത് മതി, അതിനപ്പുറത്തൊന്നും വേണ്ട എന്ന് തമ്മിൽ ഉപദേശിച്ച് കുടുംബസമേതം ദീനിൻ്റെ വഴിയിൽ ഒരുമിച്ചുകൂടുക. അപ്പോഴേ കുടുംബസമേതം സ്വർഗത്തേക്ക് എത്തുള്ളൂ.
അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ ഉമ്മ സ്വർഗത്തിലാവും, ബാക്കിയുള്ള ഉണ്ടാവില്ല, അല്ലെങ്കിൽ വാപ്പ സ്വർഗത്തിലാവും, ബാക്കിയുള്ള ഉണ്ടാവില്ല. അത് പറ്റൂല. നമ്മുടെ കുടുംബത്തിലെ ഒരംഗം നരകത്ത് പോണ അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റും. കുടുംബത്തെ എല്ലാവരും സ്വർഗത്തിൽ, ഒരാൾ നരകത്തിൽ നിന്നാൽ എത്രയാണ് അതിൻ്റെ ഒരു വേദന. അതുണ്ടായിക്കൂടാ. എൻ്റെ വീട്ടിലെ എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണം, എൻ്റെ അയൽപ്പക്കത്തെ എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണം. അല്ല, എനിക്ക് പരിചയമുള്ള ബന്ധമുള്ള എൻ്റെ നാട്ടിലെ എല്ലാ മനുഷ്യന്മാർക്കും സ്വർഗം കിട്ടണം. അതല്ലേ നമ്മുടെ നിയ്യത്ത്. ആ വഴിയിൽ എല്ലാവരും ഒന്നിച്ചുണ്ടാകണം. അതിനാണ് ഈ ക്ലാസ്സൊക്കെ. എന്തിനാ പപ്പട കൊടുത്ത് ക്ലാസ് വെച്ചത്? അങ്ങാടി സ്ഥലം ചേറ്റാണോ? ഈ ചുറ്റുപാത്തുള്ള മനുഷ്യന്മാർ എല്ലാവരും അറിയട്ടെ ഇതിനെക്കുറിച്ച്, എല്ലാവർക്കും കിട്ടട്ടെ ചെറിയൊരു ഉത്ബോധനം. അങ്ങനെ എല്ലാവർക്കും സ്വർഗം ലഭിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു അസുഖം വന്നാൽ നമുക്ക് എത്ര വിഷമാണ്, ഒരാൾക്ക് ആക്സിഡൻ്റ് ആയാൽ നമുക്ക് എത്ര പ്രയാസമാണ്. എങ്കിൽ നമ്മൾക്കറിയുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ പോയി കാലാകാലം ഫിർഔനിൻ്റെ കൂടെ, അബൂജഹലിൻ്റെ കൂടെ, അബൂലഹബിൻ്റെ കൂടെ, പിശാചുക്കളുടെ കൂടെ, ലോകം കണ്ട തെമ്മാടികളെ കൂടെ നരകത്തിൽ കിടന്ന് വെന്തരിയുന്ന സാഹചര്യം എന്നുള്ളത് ആലോചിക്കാൻ പറ്റും. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ എന്ന് പറഞ്ഞ, ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ലാബിസീന ഫീഹാ അഹ്ഖാബ, യുഗങ്ങളോളം അതിൽ കഴിച്ചു കൂടുന്നവരാണ് എന്ന് പറയുന്നൊരു ഗതികേട് നമുക്കുണ്ടാകാൻ പാടില്ല. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാപ്പയെ പരലോകത്ത് കണ്ടുമുട്ടുന്ന രംഗം കാണാൻ നമുക്ക് ഹദീസിൽ. ഇബ്രാഹിം നബി അല്ലാഹുവിൻ്റെ ഖലീലാണല്ലോ. സ്വർഗത്തിൽ ആദ്യം വസ്ത്രമണിക്കപ്പെടും നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഇബ്രാഹിമിൻ്റെ വാപ്പയെ നരകത്തേക്കാണ് പോണത്. മഹ്ശറിൽ വെച്ച് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാനെ കണ്ടുമുട്ടുന്നതാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹ്ശറിൽ വെച്ച് നബി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും ബാപ്പാനെ. ബാപ്പാനോട് മകൻ പറയും, ബാപ്പ ഞാൻ ദുനിയാവ് നിങ്ങളോട് ഇത്ര പറഞ്ഞു, അള്ളാഹിനെ വിശ്വസിച്ചോളൂ, തൗഹീദ് സ്വീകരിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ ബാപ്പ, അത് നിങ്ങൾ അംഗീകരിച്ചില്ല, അതുകൊണ്ടല്ലേ ഈ ഗതി വന്നത്. ബാപ്പ മോനെ, ഇന്ന് നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്, എന്തു പറഞ്ഞാലും അനുസരിക്കാം, നിവൃത്തില്ലല്ലോ. ഇബ്രാഹിം നബി അള്ളാഹിനോടൊന്ന് പറഞ്ഞു നോക്കുന്നതാണ്. കാരണം ഇബ്രാഹിം നബി ഇസ്ലാം ദുനിയാവിൽ നിർവഹിച്ചൊരു പ്രാർത്ഥന ഉണ്ട് സൂറത്തുൽ ശുഅറായിൽ. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സൂറത്തുൽ ശുഅറായിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണത്. പഠിച്ചോളെ, നാളെ പരലോകത്ത് വരുമ്പോൾ നീ എന്നെ വഷളാക്കുന്ന റബ്ബേ എന്ന് ഇബ്രാഹിം നബി ദുആ. പരലോകത്ത് വെച്ച് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അന്ന് നീ എന്നെ വഷളാക്കുന്ന റബ്ബേ എന്ന് ഇബ്രാഹിം ഇസ്ലാം ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയുമായി ഇബ്രാഹിം നബി ചെല്ലും അല്ലാഹുവിനെ മുക്കി, പഠിച്ചോളെ ഞാൻ ദുആയിരുന്നതാണല്ലോ, എന്നെ വഷളാക്കരുത്, എൻ്റെ വാപ്പ നരകത്ത് പോട്, ഇതിനേക്കാളും വലിയ വശത്ത് എനിക്ക് വേറെന്തുള്ളത്. റബ്ബി വഅത്തനി, റബ്ബേ നീ എനിക്ക് വാഗ്ദാനം ചെയ്യാണ് എന്നെ വഷളാക്കൂലാന്ന്. പക്ഷേ ഫഅയ്യു ഖിസ്യിൻ മിൻ അബി അൽ അബ്അദ്, നിന്റെ അനുഗ്രഹം ലഭിക്കാത്തൊരു വാപ്പയില്ല, ഇതിനേക്കാളും വലിയ വശത്വം എനിക്ക് മറ്റെന്താണുള്ളത്. ഞാൻ ദുആയിരുന്നല്ലേ റബ്ബിനോട്, ദുആ തആല നീ ഏറ്റതല്ലേ, ഞാനിതാ വഷളാകുന്നു. അല്ലാഹു തആല പറയും, ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, എൻ്റെ പക്കൽ വാക്കുകൾ മാറ്റപ്പെടുകയില്ല. അവിശ്വാസിക്ക് സ്വർഗമില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, ശിർക്കുള്ളവന് സ്വർഗമില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, അതിൽ മാറ്റമില്ല. അങ്ങനെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു നോക്കി നിൽക്കെ ആ പിതാവിന് രൂപമാറ്റം സംഭവിക്കുന്നതാണ്. കഴുതപ്പുലിയുടെ രൂപത്തിലേക്ക് ബാപ്പാനെ മാറ്റും. ഇബ്രാഹിം നബിയുടെ മുമ്പിൽ ഒരു മാൻകുട്ടി മണ്ണ് കിടന്ന് ഉരുളുന്ന പോലെ ബാപ്പ കിടന്ന് പെടയും. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിൽക്കെ ആ പിതാവിനെ നരകത്തിലേക്ക് വിളിച്ചറിയുന്നു. അതാണ് പരലോകം. സഹോദരന്മാരെ, നമ്മളെ കൂട്ടത്തിലാണ് നരകത്ത് പോകാൻ പാടില്ല. നമ്മളെ വിട്ട് എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണം. അത് ഓൻ പറഞ്ഞാൽ കേൾക്കില്ല, ഓൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ ഒഴിവാക്കില്ല. എത്ര പെണ്ണു കഴിഞ്ഞാൽ ഓൻ ശരിയാവില്ല, ഓൻ പറഞ്ഞാൽ നന്നാവില്ല, അല്ല, ഓൻ ശരിയാവണം. അത് നമ്മളും കൂടി ഒരു നിർബന്ധ ബുദ്ധിയാണ്. കാരണം ഓന് സ്വർഗത്തിൽ പോകണം, ഉമ്മ സ്വർഗത്തിലേക്ക് എത്തണം, ബാപ്പ സ്വർഗത്തിലേക്ക് എത്തണം, വേണ്ടപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്ക് എത്തണം. അത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓൻ ശരിയാവില്ല, ഞാൻ എത്ര പറഞ്ഞാണ്, അല്ല, അതല്ല. നിരന്തരമായി പറയുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അബൂ ത്വാലിബ് നബിയെ 42 കൊല്ലം സംരക്ഷിച്ച 42 കൊല്ലം. അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബിക്ക് 8 വയസ്സാണ്. ആ 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിച്ചപ്പോൾ പിന്നെ ഏറ്റെടുത്തത് അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് മരിക്കുമ്പോൾ നബിക്ക് 50 വയസ്സ് പ്രായം. 42 കൊല്ലം നബിയെ ഏറ്റെടുത്ത ആളാണ് അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബ് മരിക്കുമ്പോൾ നരകത്തേക്കാണ് പോണത്. നബിക്ക് വല്ലാത്ത വേദനയായിപ്പോയി. അടുത്ത് വന്നിരുന്നു,
പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ ഉഹാജ്ജു ബിഹാ ഇൻദല്ലാഹ്. പൊന്നു പിതൃവ്യ, ഒന്ന് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലിങ്ങൾ മരിച്ചാൽ എനിക്ക് അള്ളാഹിന്റെ മുമ്പിൽ പറഞ്ഞു നോക്കാലോ. എൻ്റെ മൂത്താപ്പ മരിക്കാൻ സമയത്ത് തൗഹീദ് സ്വീകരിച്ച് മരിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് എനിക്ക് പറഞ്ഞു നോക്കാമല്ലോ. നിങ്ങളൊന്ന് പ്രഖ്യാപിക്കും. ഖുറൈശികൾ അന്നത്തെ ഏറ്റവും വലിയ കാരണവരാണ് അബൂ ത്വാലിബ്. അതുകൊണ്ട് തന്നെ മരിക്കാൻ കിടക്കുമ്പോൾ അബൂജഹലും ടീമൊക്കെ ഒപ്പുണ്ട്. ഒരു കാര്യം മരിക്കുകയാണല്ലോ, എല്ലാവരും ഒപ്പുണ്ട്. അബൂ ത്വാലിബ് ഇങ്ങനെ അബൂലഹബിൻ്റെ മുഖത്തേക്ക് നോക്കി. നബിൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ ആ കിടപ്പിൽ അബൂലഹബിനെ നോക്കും, അബൂജഹലിനെ നോക്കും. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, അല്ല, ഇതുവരെ ഞങ്ങളെ കാരണവരിൽ നിന്നിട്ട് അവസാനം വെച്ച് ഞങ്ങളെ വഷളാക്കാൻ തിട്ടു പറഞ്ഞു. നിങ്ങളെ കാലത്ത് ചെല്ലിയാണ് മരിച്ചാൽ ഞങ്ങൾക്ക് കാലാകാലം വശത്തെ കണ്ടോ, നിങ്ങളെ വലിയ കാരണവര് അവസാനം വെച്ച് മൂപ്പരും പെട്ടിയിലെ മുഹമ്മദിനെ കെടുന്ന ആൾക്കാർ പറയും. അതുകൊണ്ട് ഞങ്ങളെപ്പോൾ വെച്ച് വഷളാക്കാൻ പാടില്ല. അപ്പോൾ അബൂ ത്വാലിബ് വീണ്ടും നബിൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പം നബി ഞങ്ങൾ പറയാ, അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നു പിതൃവ്യ ഒന്ന് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് അള്ളാഹിന്റെ മുമ്പിൽ തർക്കിച്ച് നോക്കാമല്ലോ. അപ്പോൾ പിന്നെയും നോക്കുക അബൂജഹലിൻ്റെ മുഖത്തേക്ക്. അപ്പോൾ അബൂജഹൽ പറയും, ഇത് അബൂ ത്വാലിബ് അവസാനം വെച്ച് വഷളാക്കരുത്. ഇതിങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ്. മൂന്നാമതും ഇത് പറഞ്ഞപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, വഅന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ തർക്കിക്കണ്ട, എൻ്റെ വാപ്പ എങ്ങനെ മരിച്ചു അങ്ങനത്തെ ഞാനും മരിക്കണത്. എൻ്റെ വാപ്പ അബ്ദുൽ മുത്തലിബ് പോയ വഴിയിലാണ് ഞാനും പോകുന്നത്. ഞങ്ങളെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് നബിയോട് പറഞ്ഞു, എനിക്കറിയാം മോനെ, ഈ പറഞ്ഞ ദീൻ സത്യമാണ്, ഏറ്റവും നല്ല ദീനാണ്. പക്ഷേ ആളുകൾ എന്താ പറയാന്നുള്ള ബേജാറാണ് എനിക്കുള്ളത്. ആളുകൾ എന്നെ ആക്ഷേപിക്കൂലേ, ആളുകൾ എന്നെക്കുറിച്ച് പലതും പറയില്ലേ. ആ പേടി ഇല്ലായിരുന്നുവെങ്കിൽ ഞാനത് എന്നോ വ്യക്തമായി പ്രഖ്യാപിക്കുമായിരുന്നു. പക്ഷെ ആൾക്കാരെ പേടിച്ചിട്ട് ഞാൻ പറയാതെ കേടുക. നബിക്ക് വല്ലാത്ത വേദനയായി. ഉറപ്പായി മുത്താപ്പ ചെല്ലൂലാന്ന് നബി ഞങ്ങൾ പറഞ്ഞു. എങ്കിൽ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹ് ദ്വാരക്കാൻ മറന്ന് ചെയ്യാം. റബ്ബേ പുറത്തു കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. മാലം ഉൻഹ അൻക, അള്ളാഹു എന്നെ വിലക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാഹു തർക്കി ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ ഇഷ്ടപ്പെട്ട ആളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല എന്നായത്ത് ആലി ഇംറാൻ ആയത്ത്. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രികീൻ വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന അന്നഹും അസ്ഹാബുൽ ജഹീം എന്ന ആയത്തും അല്ലാഹു തആല ഇറക്കി. ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും ശിർക്ക് ചെയ്ത് ശിർക്കോട് മരിച്ച് നരകത്തിലാണ് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നബിക്ക് അവകാശമില്ല എന്നുള്ള ആയത്തിറക്കി. ദോർക്കാമിനെ പറ്റാന്ന് അല്ല പറഞ്ഞത്. നബി ഞങ്ങൾ ആ വർഷത്തിന് പേരിട്ടത് ആമുൽ ഹുസൻ, ദുഃഖവർഷം. അബൂ ത്വാലിബ് മരിച്ച കൊല്ലത്തിന് നബി കൊടുത്ത പേരാണ് ആമുൽ ഹുസൻ, ദുഃഖവർഷം. സഹോദരങ്ങൾ, അതാണ് പരലോകം. അപ്പം നമ്മളെ കൂട്ടുന്ന ഒരാൾ നരകത്ത് പോകാൻ സഹിക്കാൻ പറ്റും. അവിടെ ചെന്നിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മളെ കൂടെയുള്ള എല്ലാവരും തൗഹീദിലേക്ക് എത്തണം. എല്ലാവരും സുന്നത്തിന്റെ ആളുകളായി മാറണം. ഒരാളും ബിദ്അത്ത് ചെയ്യാൻ പാടില്ല, ഒരാളും ശിർക്കിന്റെ വഴിക്ക് പോകാൻ പാടില്ല, ഒരാളും ഖുറാഫാത്തിന്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. എല്ലാവരും തൗഹീദിന്റെ വഴിയിൽ ഉണ്ടാകണം. ആ നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുക്കണം. അത് സംഘടനയ്ക്ക് ആളെ കൂട്ടാനോ നമുക്ക് പാടേണ്ട ലക്ഷ്യത്തിലൊന്നുമല്ല. ഒരാൾക്ക് രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് എത്രയാണ് ലാഭം. ആ നിനക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പരമാവധി അമലുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഖുർആനുമായി ബന്ധമുണ്ടാവുക. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സ്വതക്ക, ദാനധർമ്മങ്ങൾ, ദിക്ർ, ദുആ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. നന്മകൾ പരസ്പരം കൈമാറുക, തിന്മയെക്കുറിച്ച് വിരോധിക്കുക, നന്മയിലേക്ക് ക്ഷണിക്കുക, നല്ല സംസാരങ്ങൾ സംസാരിക്കുക, സത്യം മാത്രം പറയുക, കളവുകളെല്ലാം ഉപേക്ഷിക്കുക, ഗീബത്ത് പറയാതിരിക്കുക, നമീമത്ത് പറയാതിരിക്കുക, പരിഹാസങ്ങളും വിദ്വേഷവും പകയും പൊങ്ങച്ചവും അസൂയയും എല്ലാം നമ്മൾ ഒഴിവാക്കുക. എല്ലാവരെയും സ്നേഹിക്കുക, കുടുംബ ബന്ധങ്ങൾ നിലർത്തുക. ഒരു ബന്ധവും മുറിഞ്ഞു പോകാൻ പാടില്ല. മാതാപിതാക്കളുമായി നല്ല നിലയിൽ വർത്തിക്കുക. മക്കൾക്ക് ഏറ്റവും നല്ല ഇസ്ലാമികമായ ശിക്ഷണം നമ്മളൊക്കെ നൽകുക. ഭാര്യയോട് മാന്യമായി പെരുമാറുക, ഭർത്താവിനോടും മാന്യമായി പെരുമാറുക. അയൽപക്ക ബന്ധങ്ങളെ നിലർത്തുക.
പുലർത്തുക. ഒരു അയൽവാസിയോടും ബന്ധം മുറിച്ചു പോകാൻ പാടില്ല. അങ്ങനെ എല്ലാവരുമായും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി, എല്ലാവർക്കും ഹൈറുകൾ മാത്രം ചെയ്യുന്നവരായി, എല്ലാ അർത്ഥത്തിലും നന്മകളും മാത്രം നൽകുന്നവരായി നമ്മൾ ജീവിക്കുക. പലിശ വാങ്ങാതിരിക്കുക, പലിശ കൊടുക്കാതിരിക്കുക, ഹറാമായ സമ്പാദ്യങ്ങൾ 100% ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും ബാങ്കിൽ ചെന്ന് ലോണെടുത്ത് മാസാമാസം പലിശ കൊടുക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം കൂടി വരികയാണ്. വലിയ നഷ്ടമാണ്. അള്ളാഹിനോടും റസൂലിനോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണ് പലിശയുമായുള്ള ബന്ധമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഒരു ലോൺ എടുക്കുമ്പോൾ ഒപ്പിടുമ്പോൾ നമ്മൾ വിചാരിക്കുക, അള്ളാഹിനോട് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണ്, നബിയോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണ് എന്ന് നമ്മൾ ഉറപ്പെടുത്തുക. എന്നിട്ട് ആലോചിച്ചാൽ മതി ലോൺ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. അങ്ങനെ എല്ലാ രംഗത്തും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവുക. എന്തു ന്യായം പറഞ്ഞാലും ശരി, പലിശയുമായി ബന്ധപ്പെടാൻ നമുക്ക് ഒരു അവസരവുമില്ല, ഒരു ചാൻസുമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അതിന് വണ്ടി വാങ്ങാനും വേണ്ടില്ല, പുലുണ്ടാക്കാനും വേണ്ടില്ല, എന്ത് വിഷയത്തിനും വേണ്ടില്ല, പലിശയുടെ പിന്നാലെ പോകാൻ ഒരു ന്യായം നമുക്കില്ല. അത് എന്ത് ന്യായം പറഞ്ഞാലും അള്ളാഹിന്റെ മുമ്പിൽ ആ ന്യായം സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ കൊള്ളലാഭങ്ങൾ, കൈക്കൂലികൾ, അന്യായമായ സമ്പാദ്യങ്ങൾ അതൊക്കെ ഒഴിവാക്കുക. അന്യായമായ സമ്പത്തിനാൽ മുളച്ചു വന്ന മാംസം നരകമാണ് അതിനേറ്റവും അർഹമായത് എന്ന പ്രവാചക വചനം നമ്മൾ മറക്കാതിരിക്കുക. അങ്ങനെ എല്ലാ തിന്മയിലും ഒഴിവായി നന്മകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നല്ലവരായി മുത്തഖീകളായി ജീവിച്ച് കുറച്ചു കാലം ആയുസ് ബാക്കിയുള്ളൂ. ആ ആയുസ്സിനിടയിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നന്മകൾ ചെയ്ത് ഈമാൻ ഉറപ്പിച്ച് ഇവിടെ നിന്നാണ് പോകുമ്പോൾ യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന സന്തോഷ വാർത്ത കേട്ട് നമുക്ക് ഇവിടുന്ന് മരിച്ചു പോകാൻ സാധിക്കണം. അതിന് നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തആല എല്ലാ ഖൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് വല്ലതൊക്കെ ചോദിക്കാം. ഉണ്ടെങ്കിൽ ചോദിക്കുന്നതും വേണം, ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇവിടുത്തെ ചോദിക്കാൻ അവസരം ഉണ്ട് വിചാരിച്ചാണ് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് സമയം കാണുന്നത്. യാതൊരു നിർബന്ധമില്ല. എനിക്കൊരു 3-4 ദിവസമായിട്ട് പനിയാണ്. ഇന്നത്തെ പ്രോഗ്രാം കൂടെ ആയപ്പോൾ സൗണ്ട് ഏതാണ്ടൊക്കെ പോയി, അതുകൊണ്ട് വല്ലാതെ വെച്ചിടാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഏതാണെങ്കിലും അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, അറിയുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അതും കഴിഞ്ഞ് ഒന്നിച്ച് നമുക്ക് പിരിയാം. റബ്ബ് നമ്മിൽ നിന്ന് എല്ലാം കബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയാൽ മൈക്ക് കൈമാറുന്നതാണ്. കാര്യപ്രസക്തമായിട്ടുള്ള വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഉസ്താദിന് എത്രയും പെട്ടെന്ന് പോവേണ്ടതുണ്ട്. ഹറമിലെ ഇമാമ് എയർപോർട്ടിലെത്തുന്ന സമയത്തേക്ക് സ്വീകരിക്കാൻ പോകാനുള്ള ആളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കൈസിലാക്കി കൊടുക്കണം. അസ്സലാമു അലൈക്കും. ഈ വിത്റും താജ്ജുദും രണ്ടും ഒന്ന് തന്നെയാണോ അതോ വേറെയാണോ? അതറിയാം. വിത്റും തഹജ്ജുദും ഒന്നാണോ എന്നാണ്. രാത്രി നിസ്കാരത്തിൻ്റെ 2 പേരുകളാണ് വിത്ർ, തഹജ്ജുദ് എന്നത്. ഉറക്കം എണീറ്റ് നിസ്കരിക്കുമ്പോഴാണ് തഹജ്ജുദ് എന്ന് പറയുക. അതിന് മുമ്പ് നിസ്കരിച്ചാൽ അതിന് തഹജ്ജുദ് പറയുക എന്നുള്ളൂ. നിസ്കാരം ഒന്ന് തന്നെയാണ്. ആ നിസ്കാരം ഒരാൾ ഇശാ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു എങ്കിൽ അത് തഹജ്ജുദ് എന്ന് കൂടി പറയും. അതല്ല ഉറങ്ങുന്നതിന് മുമ്പ് അയാൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് തഹജ്ജുദ് പറയില്ല. ഒറ്റയിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് വിത്ർ എന്ന പേരുണ്ടായത്. ഒറ്റ ആക്കിയില്ല എങ്കിൽ വിത്രാവില്ല. രാത്രി നേരത്തെ നിസ്കരിച്ചു, 2, 4, 6, 8 നിസ്കരിച്ചു എങ്കിൽ വിത്രാവില്ല, തഹജ്ജുദായി, ഖിയാമുല്ലൈലായി. രാത്രി നിസ്കാരമായതുകൊണ്ടാണ് ഖിയാമുല്ലൈൽ എന്ന് പേരായത്. അത് റമദാനിലാകുമ്പോൾ ഖിയാമു റമദാൻ എന്നുകൂടി പേരുണ്ടാവും. ദീർഘമായി ഖുർആൻ ഓതി ഇടക്കിടക്ക് റെസ്റ്റ് എടുത്ത് പിന്നെ നിസ്കരിച്ച് പിന്നെ റെസ്റ്റ് എടുത്ത് പോവുകയാണെങ്കിൽ തറാവീഹ് എന്നും പേര് വരും. അപ്പോൾ രാത്രി നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യത്യസ്ത പേരുകൾ, അതിൽപ്പെട്ട പേരാണ് തഹജ്ജുദും അതേപോലെ വിത്റും എന്നുള്ളതൊക്കെ. തഹജ്ജുദ് ആകണമെങ്കിൽ ഒന്ന് ഉറങ്ങി പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കണം. വിത്ർ ആകണമെങ്കിൽ ഒറ്റയിൽ അവസാനിക്കണം. അപ്പോൾ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് ഒരാൾ 3 റക്അത്ത് നിസ്കരിച്ചു, തഹജ്ജുദുമാണ് വിത്റുമാണ്. ഉറങ്ങി എഴുന്നേറ്റ് 4 റക്അത്ത് നിസ്കരിച്ചു, തഹജ്ജുദാണ്, വിത്രല്ല. ഉറങ്ങണം മുമ്പ് 11 റക്അത്ത് നിസ്കരിച്ചു, വിത്റാണ്, തഹജ്ജുദല്ല. അല്ലാഹു അലം. സ്ത്രീകൾ കഫൻ പുടവ
ഉപയോഗിച്ച നിസ്കാര കുപ്പായമാകുന്നതിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പ്രാധാന്യമൊന്നുമില്ല. കഫൻ തുണി ഇന്നതായാലും പ്രത്യേകിച്ച് വല്ല നേട്ടേണ്ടതൊന്നുമില്ല. ആ മയ്യത്ത് മൊത്തം മറക്കണം എന്ന് മാത്രമേ അതിലുള്ളൂ. അത് ഏതും ഉപയോഗിക്കാം എന്ന് മാത്രമല്ല, വേണമെങ്കിൽ പറയാവുന്നത് പുതിയതിനേക്കാൾ നല്ലത് പഴയതാണെന്ന് വേണമെങ്കിൽ സദീഖ് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്. അത് മാത്രമേ പേരുള്ളൂ. സദീഖ് അള്ളാഹു സുഖമില്ലാതെ കിടക്കുമ്പോൾ അദ്ദേഹം മക്കളോട് പറഞ്ഞു, മക്കളെ വാപ്പാനെ തുണിയൊക്കെ തിരുമ്പി അതൊന്ന് നന്നാക്കി എടുത്തേക്ക്, ഞാൻ മരിച്ചങ്ങൾ അതിൽ കഫൻ ചെയ്താൽ മതിയാണ്. അപ്പം മക്കൾ പറഞ്ഞു, വാപ്പ അത് വേണ്ട, നല്ല തുണി വേറെ ഉണ്ട്, അതിൽ നമുക്ക് കഫൻ ചെയ്യാം. അത് വേണ്ട മക്കളെ, അൽ ഹയ്യു അഹഖു ബിൽ ജദീദ്, പുതിയത് ജീവിച്ചിരിക്കുന്ന കൊടുത്തോട്ടെ, മരിച്ചോൽക്കുമ്പോൾ തന്നെ പുതിയത് കാരണം പുതിയതുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കൊടുത്തോട്ടെ, മരിച്ചോൽക്ക് പുതിയത് വേണ്ടല്ലോ. അവിടെ വാപ്പൻ്റെ ആ പഴയ തുണികൾ തിരുമ്പിട്ടാൾ അതിൽ എന്നെ കഫൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് വേണേ നമുക്ക് ഇതിന് പറയാമെന്നല്ലാതെ നിസ്കാര കുപ്പായ ആയതുകൊണ്ട് മാത്രം ഓരോ കബറിൽ പ്രത്യേകിച്ച് വല്ലതും കിട്ടുന്നൊന്നും, ആ കുപ്പായിട്ട് പോയതുകൊണ്ട് പ്രത്യേകിച്ച് കിട്ടുന്നില്ല. ആ കുപ്പായിട്ട് നിസ്കരിച്ചണമെങ്കിൽ ആ നിസ്കാരം കൊണ്ട് വല്ലതും കിട്ടുന്നു മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ലാഹു അഅലം. നിസ്കാരത്തിൽ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ ആ ഓർഡർ പാലിക്കണം എന്നുണ്ടോ? ആദ്യം മുകളിലത്തെ സൂറത്ത് പിന്നെ താഴോട്ട് അങ്ങനെ പാലിക്കണം എന്നുള്ളതാണ്. അതേപോലെ ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ എത്ര ആയത്ത് ഓതുന്നു അതിനേക്കാളും കൂടാൻ പാടില്ല രണ്ടാമത്തെ റക്അത്തിൽ, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? നിസ്കാരത്തിൽ ഖിറാഅത്തിൽ കണിശമായും നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളിൽ ഇതൊന്നുമില്ല. എന്നാൽ ഖുർആനിൽ ചില അദബുകൾ പറഞ്ഞു കൊടുത്ത ചില പണ്ഡിതന്മാരൊക്കെ ഇത്തരം അദബുകൾ പറഞ്ഞിട്ടുണ്ട് മാത്രമേ. അദബ് പറയുമ്പോൾ ആ ഒരു ഓർഡറിൽ ഒരു 2 സൂറത്ത് ഓതുകയാണെങ്കിൽ ഒരു സൂറത്ത് ഓതി അതിന് താഴെ സൂറത്ത് അടുത്ത റക്അത്തിലും ഓതുക. അതിൽ ഖുർആനോട് കാണിക്കുന്ന അദബ് എന്ന നിലയ്ക്ക് ചില പണ്ഡിതന്മാരൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അത് തെറ്റിക്കാൻ പാടില്ല എന്നോ അപ്പുറപ്പുറം മാറി ഓതിയാൽ പ്രശ്നമുണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല. നബിയിൽ നിന്ന് തന്നെ ഒരിക്കൽ നബി അങ്ങനെ ഓർഡർ മാറ്റി ഓതിയ സംഭവങ്ങളും വന്നിട്ടുണ്ട്. അതേപോലെ നബിയുടെ സാധാരണ പതിവതാണ് ആദ്യത്തെ റക്അത്തിനേക്കാൾ കുറച്ചാണ് രണ്ടാമത്തെ റക്അത്ത് ഓതാറുള്ളത്. അത് നബിയുടെ സാധാരണ പതിവതാണ്. ഞാൻ അത് മാറി രണ്ടാമത്തെ റക്അത്ത് കുറച്ച് അധികം ഓതി ഒരു വിരോധമൊന്നുമില്ല. അയാൾക്ക് ഒരു ഉന്മേഷം കിട്ടിയത് രണ്ടാമത്തെ റക്അത്തിലാണ്, അപ്പോൾ കുറച്ച് അധികം ഖുർആൻ ഓതി, നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇമാമ് നിൽക്കുകയാണെങ്കിൽ മഅ്മൂമികളെ പരിഗണിക്കണം എന്ന് മാത്രം. ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ മഅ്മൂമികളെ പരിഗണിച്ചുകൊണ്ട് അയാൾ സൂറത്തുകൾ സെലക്ട് ചെയ്യാവൂ. വലിയ ദീർഘമായ സൂറത്ത് ഓതി മഅ്മൂമിക്ക് ഭയങ്കര ഇടങ്ങാറായി അത് ഉണ്ടാകാൻ പാടില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം നല്ല ഖിറാഅത്തുള്ള ആളാണ്. ഇശാക്ക് നബിയുടെ പള്ളിയിൽ അദ്ദേഹം ജമാഅത്തിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് ചെന്നാൽ അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. അപ്പോൾ അവരൊക്കെ മുആദ് വരാൻ വേണ്ടി കാത്തിക്കും. മുആദ് വന്നിട്ട് മുആദ് ഇമാം എന്നോട്ടെ, കാരണം മുആദ് നല്ല ഖിറാഅത്താണ്, നല്ല ആലിമാണ്. അപ്പോൾ അദ്ദേഹം ഇമാമ കിട്ടുന്നതൊക്കെ അവർ ഇശാ നിസ്കരിക്കാതെ പള്ളിയിൽ എങ്ങനെ കാത്തിക്കും. ഇദ്ദേഹം ഇവിടുന്ന് മസ്ജിദ് നബവിയിൽ നിന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോവുക. അങ്ങനെ അവിടെ വന്നിട്ട് രണ്ടാമത് അദ്ദേഹം ഇമാമക്കവിടെ ആ ഇമാമത്തിൽ അദ്ദേഹം വലിയ സൂറത്തുകൾ ഓതാൻ തുടങ്ങി. അപ്പോൾ ഒരിക്കൽ വലിയ സൂറത്ത് ഓതി. ഇപ്പോൾ ഒരാൾ വലിയ ഇമാമിനെ പിരിഞ്ഞ് മൂപ്പര് ഒറ്റയ്ക്ക് നിസ്കാരം പൂർത്തിയാക്കി പോയി. അപ്പോൾ ചർച്ചയായി. ആരോ പറഞ്ഞ അയാൾ മുനാഫിക്കാണ്, അയാൾക്ക് വലിയ സൂറത്ത് ഓതാൻ നിൽക്കാനുള്ള ക്ഷമയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിഷയം നബിനെത്തി. അപ്പോൾ ഇദ്ദേഹം നബിത്ത് പോയി, നബി ഞങ്ങൾ രാവിലെ പണിക്ക് പോണ മനുഷ്യന്മാരാണ്, തോട്ടത്തിൽ നനക്കാനും അവിടെ പണിയെടുക്കാൻ വേണ്ടി രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കുഴങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ പള്ളിക്ക് വരുന്നത്. എന്നിട്ട് ഈ മുആദ് ഇബ്നു നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വരിക, അതുവരെ ഞങ്ങൾ കാത്തിക്കുകയാണ്. പിന്നെ അവിടെ വന്നിട്ട് വലിയ സൂറത്ത് ഓതുകയാണ്. ഞങ്ങളെക്കൂടെ കഴിയണില്ല അത്. എന്നിട്ട് ഞാൻ പോയിന് പോകാൻ, ഞാൻ മുനാഫിക്കാന്നാണ് പറയേണ്ടത് പറഞ്ഞു. നബിനെത്തി കേസെത്തി. അപ്പം നബി മുആദിനെ വിളിച്ചു ചോദിച്ചു, ആ ഫത്താലുൻ അൻതയാ മുആദ്, എന്താ മുആദ് ഫിത്ന ഉണ്ടാക്കുകയാണോ? എനിക്ക് വല്ലുഹ വലിയ ഓതിയാൽ പോരെ, അലം നസ്റഹ് ഓതിയാൽ പോരെ എന്നാണ് നബി അവിടെ ചോദിച്ചത്. അപ്പം മഅ്മൂമികളെ പരിഗണിക്കണം എന്നർത്ഥം. രോഗിയുള്ള മനുഷ്യന്മാരുണ്ടാകും, പ്രായമുള്ളവരുണ്ടാകും, കുറേ സമയം നിൽക്കാൻ കഴിയാത്തവരുണ്ടാകും, ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴിയില്ല, ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്ന മനുഷ്യന്മാരുണ്ടാകും. എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇമാമ് സൂറത്ത് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി അതല്ല ഇപ്പോൾ പള്ളിക്ക് ഫിക്സ്ഡായ മഅ്മൂമികളെ വിചാരിക്കാം, സ്ഥിരമായി വരുന്ന ഫിക്സായ മഅ്മൂമികളുണ്ട്. അവർക്ക് എല്ലാവർക്കും ദീർഘമായി ഖുർആൻ ഓതുന്നത് ഇഷ്ടമാണ്, ആർക്കും പ്രശ്നമില്ല. എങ്കിലും ഓക്കെ ആ ഇമാമിന് ഓതാം. എന്നാൽ ഒരു ഹൈവേ സൈഡിലുള്ള പള്ളി അവിടെ പറ്റില്ല. കാരണം പല ടൈപ്പുള്ള യാത്രക്കാരും മറ്റൊക്കെ കയറും, ഓരൊക്കെ നിസ്കരിക്കും. അവിടെ ദീർഘമായി ഓതിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസം പലർക്കും ഉണ്ടാകും. അവിടെ അത് പാടില്ലതാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് എത്രയും ദീർഘമായി ഓതാം. സാധാരണ നബിയുടെ പതിവതാണ് ആദ്യ റക്അത്തിൽ ഓതിയേക്കാൾ ലേശം കുറച്ചാണ് രണ്ടാമത്തെ റക്അത്തിൽ ഓതാറുള്ളത്. നബിയുടെ പതിവാണ്. അതേപോലെ സാധാരണ ഒരു അവിടുന്ന് ഇവിടുന്ന് ഓതാന്നുള്ളത് നബിൻ്റെ സാധാരണ രീതിയല്ല.
ഒരു 4 ആയത്ത് ഓതി 4 ആയത്ത് വേറെ സൂറത്തിൽ നിന്ന് ഓതി, അതില്ല. നബി ഒരു സൂറത്ത് ഓതുകയാണെങ്കിൽ അത് പൂർണ്ണമായി ഓതും, അല്ലെങ്കിൽ ഒരു സൂറത്ത് 2 റക്അത്തിലേക്കാക്കി ഓതും. ഒരു സൂറത്തിൽ പകുതി റക്അത്തിൽ ബാക്കി അടുത്ത റക്അത്തിൽ അങ്ങനെ ഓതലുണ്ട്. ഏത് സൂറത്തിൽ 2-3 ആയത്തെടുക്കുക, വേറെ സൂറത്തിൽ വേറെ 2 ആയത്തെടുക്കുക, അടുത്ത റക്അത്തിൽ ഓതുക, അത് ഏതായിരുന്നാലും ഒരു സുന്നത്തിനെതിരാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് സാദുൽ മആദ് പോലുള്ള കിതാബിലൊക്കെ പറഞ്ഞത് കാണുന്നു. അല്ലാഹു അഅലം. ഒരു സംശയമുണ്ട്. അതായത് ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദഹു പറയുമ്പോൾ മഅ്മൂമ് റബ്ബനാ വലക്കൽ ഹംദാണ് പറയേണ്ടത് എന്നൊരു ഇത് കേൾക്കും, ശരിയാണോ? അതെ, നബി തങ്ങൾ പറഞ്ഞു ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദു എന്ന് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ മഅ്മൂമ് നിർബന്ധമായും പറയേണ്ടത് റബ്ബനാ വലക്കൽ ഹംദു എന്നാണ്. എന്നാൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് അയാൾ പറയാൻ പാടില്ല എന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഈ ഹദീസ് അതിലുള്ളത്. അപ്പോൾ ഈ ഹദീസ് പറഞ്ഞത് ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദു പറയുക. അപ്പോൾ ഒരാൾ സമി അല്ലാഹു ലിമൻ ഹമിദയും പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദും പറഞ്ഞു, തെറ്റായ കാര്യമല്ല. പക്ഷെ നിർബന്ധമായും അയാൾക്ക് പറയേണ്ടത് ബാധ്യത റബ്ബനാ വലക്കൽ ഹംദു മാത്രമേ ഉള്ളൂ. അപ്പോൾ മഅ്മൂം അത് മാത്രം പറഞ്ഞാലും അയാൾക്കൊരു കുഴപ്പമില്ല. ഈ ഹദീസ് പ്രകാരം അയാൾ ചെയ്യേണ്ട ബാധ്യത അയാൾ നിർവഹിച്ചു കഴിഞ്ഞു. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. ഈ ജുമാ ഖുത്ബക്ക് ഷർത്തിൽ സമയം പറയുന്നുണ്ടോ? എത്ര സമയം ഖുത്ബ പറയേണ്ടതല്ല? ജുമാ ഖുത്ബയുടെ വിഷയത്തിൽ നബിയുടെ പതിവും നബിതങ്ങൾ നിർദ്ദേശിച്ചതും നിസ്കാരത്തിനേക്കാൾ ഖുത്ബ ചുരുങ്ങുക എന്നതാണ്. നിസ്കാരത്തിനേക്കാളും ഖുത്ബ ചുരുങ്ങുക നമ്മളാരും നടപ്പാക്കാത്തുമ്പോൾ തന്നെയാണ്. ഷർത്തല്ല. നബിതങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ദീനിലെ അറിവിൻ്റെ അടയാളമാണ് അയാളുടെ നിസ്കാരം ദീർഘിക്കുക, ഖുത്ബ ചുരുങ്ങുക എന്നത്. നബിതങ്ങൾ ജുമാക്ക് സാധാരണ ഒന്നുകിൽ സബ്ബീസ്മയും അല്ലെങ്കിൽ പിന്നെ അതേപോലെ ഹല്ലത്താക്കയും ഓതും, അല്ലെങ്കിൽ ജുമായും മുനാഫിഖൂനയും ഓതും. അപ്പോൾ അതാണ് നിസ്കാരത്തിൻ്റെ ഒരു നബിൻ്റെ ഒരു പിന്നെ ഡ്യൂറേഷൻ. അതിനേക്കാൾ താഴെയാണ് നബി ഖുത്ബ നിർവഹിക്കലുള്ളത്. നമ്മുടെ നാട്ടിൽ പിന്നെ നമുക്ക് ന്യായം പറയാറുള്ളത് വെച്ചാൽ ഇപ്പോൾ നബിൻ്റെ കാലത്ത് ആയത്ത് ഓതിയാൽ മതി, അർത്ഥം പറയണ്ട. ഹദീസ് പറഞ്ഞാൽ മതി, അർത്ഥം പറയണം. ഒക്കെ അറബികളാണല്ലോ. നമുക്ക് ഇത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം മാറപ്പെട്ട് കൊടുക്കണം. ഒരു ആയത്ത് ഓതിയാൽ അർത്ഥം മാറപ്പെട്ട് കൊടുക്കണം. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക്. എന്നാലും ഒരു പരിധിക്കപ്പുറം ഖുത്ബ നീളുക എന്നുള്ളത് ഏതായിരുന്നാലും ശരിയല്ല. ഒരു മാക്സിമം പോയാൽ 15-20 മിനിറ്റൊക്കെ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഖുത്ബ നീളുക എന്നുള്ളത് എന്തായിരുന്നാലും സുന്നത്തിനൊക്കെ എതിരായ കാര്യമാണ്. ഖുത്ബ ബാത്തിലാവുന്നില്ല, ജുമാ ബാത്തിലാവും, ഷർത്തല്ല. പക്ഷേ ഹദീസ് നബി പ്രത്യേകം പറഞ്ഞു നിസ്കാരം ദീർഘിക്കുക, ഖുത്ബ ചുരുങ്ങുക. നബിയുടെ ഖുത്ബക്ക് അങ്ങനെയാണ്. അതാണ് നമ്മൾ പരമാവധി ശീലിച്ചു വരേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. നമ്മളെ യാത്രകളിൽ പല വിഭാഗക്കാരുണ്ടല്ലോ നാട്ടിൽ. അപ്പോൾ അവരെയൊക്കെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ അങ്ങനെ നമസ്കരിക്കാൻ പാടില്ലാത്ത ആളുകൾ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വിഭാഗങ്ങളുണ്ടോ? പൊതുവായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒരു മുസ്ലിമായ മനുഷ്യനെ പിറകിൽ നിസ്കരിക്കാം. അതാണ് അസ്ലിയായ നിയമം. അസ്ലിയായ നിയമം മുസ്ലിമായ മനുഷ്യൻ്റെ പിറകിലൊക്കെ നിസ്കരിക്കാം. ഇനി ഒരാളിൽ നിന്ന് നിൽക്കുന്നതിന് നമുക്ക് വ്യക്തമായ ബിദ്അത്ത്, വ്യക്തമായ ശിർക്ക്, വ്യക്തമായ ഫിസ്ക്, തെമ്മാടിത്തരം, ഇതൊക്കെ അറിയപ്പെട്ട ഒരാളാണ് ഇമാമ എങ്കിൽ ആ ഇമാമിൻ്റെ പിറകെ നമുക്ക് എന്താ നിസ്കരിക്കാൻ വകുപ്പില്ല. ഒരു അറിയപ്പെട്ട തെമ്മാടിയാണ് ഇമാമക്കുള്ളത്, ഫാസിഖാണ്, അല്ലെങ്കിൽ ഒരു മുബ്തദി ആണ്, ബിദ്അത്തിൻ്റെ ഒരാളാണ്, അല്ലെങ്കിൽ ശിർക്കിൻ്റെ ആളാണ്, അത് ബോധ്യമുള്ള ഒരാളാണെങ്കിൽ അയാളെ ബാക്കിൽ നമുക്ക് നിസ്കരിക്കാൻ ഏതെന്നാലും വകുപ്പില്ല. അതല്ലാതെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ ഇമാമിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ്റർവ്യൂ ബാക്കിൽ നിൽക്കണമെങ്കിൽ നിങ്ങളെ വിശ്വാസം എന്താ, നിങ്ങളെ നിലപാടെന്താ, ഓരോന്നും ചോദിച്ചിട്ട് വേണ്ട അയാളെ പിറകിൽ പോയി നിസ്കരിക്കാൻ. എന്നൊരു പള്ളിയിൽ ഇമാമിനെ നിശ്ചയിക്കുമ്പോൾ ആ പള്ളിയുടെ ഭാരവാഹികൾക്ക് ഈ ബാധ്യത ഉണ്ട് താനും. ഏതെങ്കിലും ഇത്ര പിടിച്ചു പള്ളിക്ക് വന്ന് ഇമാം നിർത്താൻ പറ്റുന്നില്ല. നല്ല ഓത്താണ്, ഒരു അക്കീദ നോക്കാതെ ഇമാം നിർത്താൻ പറ്റില്ല. ഒരു ഇമാമിനെ ഏൽപ്പിക്കേണ്ട ബാധ്യത ആ പള്ളിയുടെ ഭാരവാഹികൾക്കാണ്. അതിൽ അവർ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ഭാരവാഹികൾ കുറ്റക്കാരാവും. സ്കീകം പിന്നെ ഓരോ മനുഷ്യനും ആ ഇമാമിനെ അക്കീദ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ഇത് വ്യക്തമായി ആ ഇമാമിനെ കുറിച്ച് നമുക്ക് അറിയാം എങ്കിൽ അയാളെ ബാക്കി നമുക്ക് നിസ്കരിക്കേണ്ട ഒരു ബാധ്യതയില്ല, നിസ്കരിക്കാൻ പറ്റില്ല. അതാണ് ആ വിഷയത്തിലുള്ളത്. പൊതുവായി സൊല്ലു ഖൽഫ കുല്ലി ബർരിൻ വ ഫാജിരിൻ എന്ന ഹദീസ് പ്രകാരം എല്ലാ നല്ലവൻ്റെയും എല്ലാ തെമ്മാടിയുടെയും പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക എന്നാണ് ഹദീസിൽ വന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ബിൻ യൂസുഫിനെ പിറകിൽ നിസ്കരിച്ചു വന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് അറിയപ്പെട്ട സ്വേച്ഛാധിപതിയാണ്. മിമ്പറിൽ വെച്ച്
കൊലവിളി നടത്തിയതാണ്. ഭരണത്തിനെതിരായ ചില ആളുകൾക്ക് രംഗത്തിങ്ങനെ വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ മിമ്പറിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്നി അറാ റൂസൻ ഖദ് ഐനഅത് വഹാനാ ഖിതാഫുഹാ വഇന്നി ലസ്വാഹിബുഹാ. ഇവിടെ താഴെ ഇരിക്കുന്ന ചില തലയൊക്കെ മൂത്ത് പഴുത്തിട്ടുണ്ട്, പറിക്കാൻ സമയമായിട്ടുണ്ട്, അത് ഞാൻ പറിക്കും എന്ന് മിമ്പമെന്ന് പ്രഖ്യാപിച്ച ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ആ ഹജ്ജാജിൻ്റെ പിറകിൽ അനസ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞു, പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല. അദ്ദേഹമാണ് മദീന പള്ളിയിൽ അന്നത്തെ ഇമാമും ഖതീബും അവിടുത്തെ ഖലീഫയും. പക്ഷേ ഖലീഫയ്ക്ക് ഇമാമക്കാൻ പറ്റുന്നില്ല, വീട്ടു തടങ്കലിലാണ്. ഇമാമത്ത് ഈ കുഴപ്പക്കാരായ ആളുകൾ ഏറ്റെടുത്തു, ഓല ഇമാമക്കാണ്. അപ്പോൾ സ്വഹാബിയാക്കും താബിയക്കും വലിയ പ്രയാസം, എങ്ങനെ ഓല വേക്കി നിസ്കരിക്കാം. ഖലീഫയാണെങ്കിൽ വീട്ടു തടങ്കലിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇവർ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഈ ഫിത്ന മനുഷ്യന്മാരാണ് ഇപ്പോൾ അവിടെ ഇമാമക്കുന്നത്. അവിടെ നിങ്ങളൊരാളെ ഔദ്യോഗികമായി ഞങ്ങൾ കൂട്ടുന്ന ഒരാളെ നിശ്ചയിച്ചെന്നാൽ ഞങ്ങൾ വേറെ ഒരു ജമാഅത്തെ നിസ്കരിച്ചോളാം. ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞത്, അവർ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം നിസ്കരിച്ചോളിതാണ്. അവർ ഖൈറാണെങ്കിൽ നിങ്ങൾക്കും അവർക്കും ഖൈറ്, അവർ ഷർറാണെങ്കിൽ നിങ്ങൾ നഷ്ടമൊന്നുമില്ല, നിങ്ങൾ വേഗം നിസ്കരിച്ചോളി എന്നാണ് ഉസ്മാൻ അഫ്ഫാൻ അവിടെ കൊടുത്ത നിർദ്ദേശം. നബി തങ്ങൾ പറഞ്ഞു, ഭാവിയിൽ ചില ഭരണകർത്താക്കൾ വരും, ചില ഇമാമുമാർ വരും, നിങ്ങൾക്ക് പരിചയമില്ലാത്ത പലതും അവർ കൊണ്ടുവരും. അവർ നിസ്കരിക്കുന്ന കാലത്തോളം നിങ്ങൾ അവരെ പ്രകൃതി നിസ്കരിച്ചു കൊള്ളുക. അവർ ചെയ്ത് ഖൈറാണെങ്കിൽ നിങ്ങൾക്കും അവർക്കും ഖൈറുണ്ട്, അവർ ചെയ്ത് ഖൈറല്ലെങ്കിൽ നിങ്ങൾക്ക് ഖൈറേ ഉള്ളൂ, അവർക്കാവും നഷ്ടം. അപ്പോൾ ഇതാണ് പൊതുവായ നിയമം. എന്നാൽ ഒരാളെ വിഷയത്തിൽ വ്യക്തമായി നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ അവിടെ മാറിക്കാം എന്നല്ലാതെ ഏത് യാത്ര പോകുമ്പോൾ ഒരു വഴി കയറുമ്പോൾ അയാൾ പണി കയറാൻ പറ്റില്ല, അയാൾ വേക്കസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ കൃത്യമായി ബോധ്യമുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ കയറണം. ഇപ്പോൾ ജാറുള്ള പള്ളിയാണ്, അവിടെ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു വ്യക്തമായ എല്ലാ ശുദ്ധ ഖുറാഫാത്തുള്ള ഒരാളെ നിൽക്കുന്ന പള്ളിയാണ്, അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാമെന്നല്ലാതെ ഓരോ ഇമാമിനെയും പോയി ഇൻ്റർവ്യൂ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണ്ട നമുക്കവിടെ മഅ്മൂമായി തുടരാൻ. ഇമാമെ നിശ്ചയിക്കുന്ന അതോറിറ്റി ആരാണോ അവർക്ക് കടമയുണ്ട് ഇമാമിൻ്റെ അഖീദയും അയാളും മൻഹജും ഒക്കെ നോക്കി ഉറപ്പുവരുത്തിയിട്ട് വേണം ഒരു ഇമാമിനെ പള്ളിയിൽ നിർത്താൻ. അല്ലാതെ 2000 റുപ്യ കമ്മിക്ക് ഒരാളെ കിട്ടുന്ന പോലെ പിടിച്ച് നിർത്തുക എന്ന് പറയാൻ കമ്മിറ്റിക്ക് അവകാശമില്ല. അല്ലാഹു അഅലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രോഗ്രാം അവസാനത്തോടടുക്കുകയാണ്. നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നത് പോലെ പ്രോഗ്രാമിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഈ സൈഡിൽ 2 പൈപ്പുണ്ട്, അതുപോലെ തന്നെ മദ്രസയിലും 2 ടാപ്പുണ്ട്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് വുദു എടുത്ത് നമസ്കരിക്കാവുന്നതാണ്. അതിന് മുന്നോടിയായി നമ്മളെ പ്രോഗ്രാമിൻ്റെ ഒരു സമാപന ഭാഷണം ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാനിയനായ അംജദ് മദനി നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിന് ശേഷം നമ്മുടെ പ്രാർത്ഥനയോട് കൂടി പിരിയുന്ന രീതിയിലാണ് രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും ആർക്കെങ്കിലും പ്രത്യേകിച്ച് വല്ല ചോദ്യമുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെറിയൊരു സമയം കൂടി അനുവദിക്കാം. അതിനുശേഷം നമ്മുടെ സമാപന സംസാരത്തിലേക്ക് കടക്കുന്നതാണ്. സ്ത്രീകളെ ഭാഗത്ത് ആരെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇൻഷാ അല്ലാഹ് 16-ാം തീയതി നമ്മുടെ സിയാങ്ങണ്ടം ഭാഗത്ത് വെച്ച് ഇതുപോലെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജാമിയ അൽ ഹിന്ദിലെ ഉസ്താദ് കൂടിയായ ആഷിഖ് അൽ ഹിക്കമി മണ്ണാർക്കാട് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതാണ്. ആ ഒരു പ്രോഗ്രാമും എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 17-ാം തീയതിയാണ് നമ്മുടെ സമ്മേളനം അരീക്കോട് വെച്ച് നടക്കുന്നത്. അതിൻ്റെ തൊട്ട് തലേ ദിവസം 16-ാം തീയതി ഒരു അയൽക്കൂട്ട പ്രോഗ്രാം സിയാങ്ങണ്ടം തേങ്ങാട്ട് റോഡിന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ വെച്ചൊരു പ്രോഗ്രാമുണ്ട്. ആ കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ് പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അല്ലാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മദീന ഹറമിലെ ഇമാമ് ഡൽഹി അഹ്ലി ഹദീസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം 2 ദിവസം കേരളത്തിൽ ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി അദ്ദേഹം എയർപോർട്ടിലെത്തും. ബുധനാഴ്ച രാവിലെ ഒരു 11 മണി സമയത്ത് നമ്മുടെ ജാമിയ അൽ ഹിന്ദ് അദ്ദേഹം സന്ദർശിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഒക്കെ വേണമെങ്കിൽ വരാവുന്ന ഒരു പ്രോഗ്രാമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് വന്നാൽ ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഉപദേശം അദ്ദേഹം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒന്നേക്കുന്നതിൽ ഇപ്പോൾ അങ്ങനെ അവരോട് ഒരു പക്ഷേ നമ്മൾ ഷെഡ്യൂൾ കയറ്റാനൊന്നും കഴിഞ്ഞോളണമെന്നില്ല. അവരൊക്കെ സർക്കാരിൻ്റെ കൂടി ഒരു ഗസ്റ്റാണ്. ഒരു സർക്കാരിൻ്റെ എല്ലാ നിയന്ത്രണത്തിലുമായിരിക്കും കാര്യങ്ങൾ മൊത്തം നടക്കുക. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശ രൂപത്തിൽ തന്നെ ഒരു പക്ഷേ നമ്മൾ പ്രോഗ്രാം ഒന്നും നടത്താൻ കഴിഞ്ഞോളം എന്നില്ല. അതുകൊണ്ട് ഒരു നോട്ടീസ് അങ്ങാണ്ട് ഇറക്കാത്തതുകൊണ്ടാണ്. ഒരു വി ഐ പികളാകുമ്പോൾ ഗവൺമെൻറ്റുകൾ തമ്മിലാണ് അവരെ കൈമാറുക. അപ്പോൾ സർക്കാർ
പ്രൊട്ടക്ഷൻ അയക്കുമ്പോൾ യാത്രയും കാര്യങ്ങളും ഷെഡ്യൂളൊക്കെ ഉണ്ടാവൽ, മന്ത്രിമാരും MLA മാരൊക്കെ സ്വാഭാവികമായിട്ടും പോലെ കാണാനൊക്കെ വരും. അതുകൊണ്ട് ഷെഡ്യൂൾ എവിടെയും എങ്ങനെയൊക്കെ മാറാം. നമ്മൾ ഉദ്ദേശ സമയത്തിന് പക്ഷേ എത്തിക്കൊള്ളുന്നത് നിർബന്ധമൊന്നുമില്ല. എന്നാലും നമുക്കിപ്പോൾ തന്ന ഷെഡ്യൂൾ പ്രകാരം ബുധനാഴ്ച ഒരു 10:30 ജാമ്യയിലെത്തും. ഏതാണ്ട് 12 മണി വരെ നമ്മുടെ ജാമ്യയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷകൾ മാറ്റം വന്നില്ലെങ്കിൽ അത് പ്രകാരം ഉണ്ടാകും. ഏതായാലും എയർപോർട്ട് സ്വീകരിക്കാൻ ഞാനും പിയനൊക്കെ ഇപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബുധനാഴ്ച പറ്റുമെങ്കിൽ വന്നാൽ ഒന്ന് കാണാനും ഒരു നസീഹത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനും കൂടെ ഒരു അവസരം ആയിരിക്കും എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഏതായാലും ഒരുപാട് ഖൈറുകൾ അല്ലാഹു തആല നമുക്കൊക്കെ തന്നു. നമ്മളതിനൊക്കെ ശുക്രുള്ളവരായി മാറുക, അതാണ് ദീൻ നമ്മൾ പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, പരമാവധി ഈമാനും തഖ്വയും നിലർത്തി മുന്നോട്ട് പോവുക. എപ്പം മരിച്ചാലും സ്വർഗത്തിലേക്ക് എത്തണം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. അത് നരകം സഹിക്കാൻ നമുക്ക് കഴിയില്ല, സ്വർഗം കിട്ടിയേ പറ്റൂ. ആ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ ജീവിതത്തിൽ ക്രമീകരിക്കുക. ഇൻഷാ അല്ലാഹ് 17-ാം തീയതി ഞായറാഴ്ചയാണ് ഇവിടുത്തെ ഫാമിലി കോൺഫറൻസ്. അരീക്കോട് വെച്ചാണ്. ഹുസൈൻ സരീഫ് അടക്കമുള്ള പണ്ഡിതന്മാർ പങ്കെടുക്കുന്നുണ്ട്. പരമാവധി എല്ലാവരും അതിൽ അസ്ർ മുതൽ തന്നെ എത്തിച്ചേരാൻ കുടുംബസമേതം എത്താൻ ശ്രമിക്കുക. അന്ന് തന്നെയാണ് നമ്മൾ പ്രൊഫൈസ് കണ്ണൂർ വെച്ച് നടക്കുന്നത്. പ്രൊഫഷണൽ രംഗത്തുള്ള ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ ആളുകൾക്ക് കുടുംബസമേതം പങ്കെടുക്കാനുള്ള പ്രോഗ്രാമാണ് 17 ഞായറാഴ്ച. അപ്പോൾ അത്തരം ആളുകൾ വിത്ത് ഫാമിലി കണ്ണൂരിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ ഇവിടെ അരീക്കോടും പങ്കെടുക്കുക. ഏതാണെങ്കിലും എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം, എല്ലാ ഖൈറിലും നമ്മൾ ഭാഗവാക്കാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സമാപന സംസാരം കൂടി കഴിഞ്ഞ് ഒന്നിച്ച് പിരിയാം. ഞാൻ ഇഷാ സ്കെച്ചിലുണ്ട്, അപ്പോൾ ജമാഅത്തിനെ കാണില്ല. ഇവ ഇതൊക്കെ പറഞ്ഞ് ഉപ്പ് സ്കെച്ചിക്കാതെ പോയി വിചാരിക്കേണ്ട, ഞാൻ സ്കെച്ചങ്ങൾ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. അസ്സലാമു അലൈക്കും.